നമസ്തേ, പുത്തൻപുലരിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ MK വിനോദ്, ഞാൻ ദേവിക ബൈജു. വിനോദ്, ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ജനങ്ങളെ വെല്ലുവിളിച്ച സംസ്ഥാന സർക്കാർ കൊള്ളയടിക്കാൻ അധിക നികുതി മുതൽ വൈദ്യുതി നിരക്ക് വർധനവ് വരെ. ഉപതെരഞ്ഞെടുപ്പുകൾക്ക് പിന്നാലെ വില വർദ്ധിപ്പിച്ചത് സപ്ലൈകോ ഉൽപ്പന്നങ്ങൾക്കും. വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് സ്വമേധയാ എടുത്ത കേസ് ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അക്കൗണ്ട് നേരിട്ട് ഹാജരാക്കണം. കോടതി ആവശ്യപ്പെട്ടത് ജൂലൈ മുതൽ ദുരന്ത നിവാരണ ഫണ്ടിൽ ഉൾപ്പെട്ട തുക, കേന്ദ്രം അധികമായി അനുവദിച്ച ഫണ്ട് തുടങ്ങിയ വിവരങ്ങൾ. കണ്ണൂർ തളിപ്പറമ്പിൽ സ്ഥലയുടമ ഹൃദയാഘാതത്താൽ മരിച്ചത് വഖഫ് ബോർഡിന്റെ നോട്ടീസ് ലഭിച്ചതിന് പിന്നാലെയെന്ന് കുടുംബം. മരണപ്പെട്ടത് ആയുർവേദ ഡോക്ടർ വികാസ് മണ്ടോൾ. വഖഫ് അധിനിവേശത്തിനെതിരെ മുനമ്പത്തെ നിരാഹാര സമരം 56ാം ദിനത്തിലേക്ക്. കർഷക സംഘടനകൾ ആഹ്വാനം ചെയ്ത ഡൽഹി ചലോ മാർച്ചിൽ ഭിന്നത. ഡൽഹിയിലേക്ക് മാർച്ച് നടത്തേണ്ടില്ല എന്ന നിലപാടിൽ VKU നേതാവ് രാകേഷ് ടിക്കായത്ത്. കേന്ദ്ര സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ നാളെ ഡൽഹി മാർച്ച് നടത്തുമെന്ന സംയുക്ത കിസാൻ മോർച്ച. ഗുരുവായൂർ ഏകാദശി ഉദയാസ്തമന പൂജ മാറ്റിയതിനെതിരായ തന്ത്രി കുടുംബങ്ങൾ നൽകിയ ഹർജി ഹൈക്കോടതി വിധി ഇന്ന്. ആചാര ലംഘനമെന്ന് ഹർജിക്കാർ. സമയക്രമം മാറ്റിയത് ഭക്തജന തിരക്ക് കാരണമെന്ന വാദവുമായി ഗുരുവായൂർ ദേവസ്വം. ശബരിമലയിൽ VIP ദർശനം നടന്നതിൽ CCTV ദൃശ്യങ്ങൾ ഇന്ന് ഹൈക്കോടതിയിൽ ഹാജരാക്കും. കോടതി നടപടി നടൻ ദിലീപ് ഉത്തരവ് ലംഘിച്ച് VIP ദർശനം നടത്തിയ സംഭവത്തിൽ. ആർച്ച് ബിഷപ്പ് മാർ ജോർജ് കൂവക്കാട് ഇന്ന് കർദിനാൾ പദവിയിലേക്ക്. മാർപ്പാപ്പ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന സ്ഥാനാരോഹണ കർമ്മം വത്തിക്കാനിൽ ഇന്ത്യൻ സമയം രാത്രി 9. ഭാരത പ്രതിനിധികളായി ചടങ്ങിൽ പങ്കെടുക്കുക കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ നേതൃത്വത്തിലുള്ള സംഘം. എല്ലാ ദിവസവും നമ്മൾ പുത്തൻപുലരി ആരംഭിക്കുന്നത് മണ്ഡലകാലം ആരംഭിച്ചത് മുതൽ നമ്മൾ എല്ലാ ദിവസവും ആരംഭിക്കുന്നത് സന്നിധാനത്ത് നിന്നാണ്. മണ്ഡലകാലമാണ്. നിരവധി അയ്യപ്പ ഭക്തർ ദർശനം നടത്തുന്ന സമയം. അതുകൊണ്ട് നമുക്ക് സന്നിധാനത്തെ വാർത്തകളിലേക്ക് തന്നെ ആദ്യം പോകാം. ശരണമെൻ്റെ അയ്യപ്പ. ശരണമെൻ്റെ അയ്യപ്പ പവർഡ് ബൈ അഴകുള്ള മുടിക്ക് വേണം ടോട്ടൽ കെയർ ഫ്രം AVA. കോ പവർഡ് ബൈ ഇനിയെന്നും നിങ്ങളുടെ പ്രഭാത ഭക്ഷണം BKD സ്റ്റീം പുട്ടുപൊടി, റിച്ച് ആൻഡ് സോഫ്റ്റ്. ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, കേരള, തമിഴ്നാട് ആൻഡ് പോണ്ടിച്ചേരി. മെറാൾഡ ഗോൾഡ്, ഡയമണ്ട്, ജെംസ്. ആതുര സേവന രംഗത്ത് സമർപ്പിത സേവനത്തിന്റെ 50 വർഷങ്ങൾ. ഭാരത് ഹോസ്പിറ്റൽ ഇൻ അസോസിയേഷൻ വിത്ത് മകരജ്യോതി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, പൂനെ, മഹാരാഷ്ട്ര. ഇനി നമ്മുടെ വീട്ടിൽ ഉദയഭാരത് കലണ്ടർ തന്നെ. ചക്കുളത്തുകാവിൽ പൊങ്കാല 2024 ഡിസംബർ 13 വെള്ളിയാഴ്ച. ശബരിമലയിൽ ഇന്നും വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെയാണ് ഏറ്റവും കൂടുതൽ പേർ ദർശനത്തിനെത്തിയത്. 92,562 പേർ ദർശനം നടത്തിയെന്നാണ് കണക്ക്. ഈ കണക്കൊക്കെ പുറത്ത് വരുന്നത് വെർച്വൽ ക്യൂവിൻ്റെ ആ ലിസ്റ്റ് കിട്ടുന്നത് കൊണ്ടാണ് എത്ര പേർ ദർശനം നടത്തി എന്നുള്ളത്. 70,000-ഓളം ഭക്തർക്ക് ഒരു ദിവസം വരാൻ അനുമതിയുണ്ട്. പിന്നീട് അത് 10,000 വരെയാകും. സ്പോട്ട് ബുക്കിംഗ് അങ്ങനെയാകും. പിന്നീട് ആളുകളുടെ എണ്ണം കുറയുന്നതനുസരിച്ച് കൂടുതൽ ഭക്തരെ അങ്ങോട്ടേക്ക് എത്തിക്കും. അങ്ങനെയാണ് സന്നിധാനത്തെ ഒരു കണക്കുകൾ നമുക്ക് ലഭിക്കുക. എന്തായാലും അഖിൽ പാലോട്ടുമടം അവിടെ നിന്ന് ചേരുകയാണ്. അഖിൽ, ഇന്നും വലിയ ഭക്തജന തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നതെന്ന് അവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇപ്പോൾ കാര്യങ്ങൾ അവിടെ, അല്ലേ? അതെ, സ്വാമി ശരണം.
വിനോദ സ്വാമി ശരണം. ഭക്തജന തിരക്ക് ഇന്ന് അധികമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വാർത്ത ആരംഭിക്കുമ്പോൾ ഞാൻ പറഞ്ഞത് ഭക്തജന തിരക്ക് ഒരു മിതമായ രീതിയിൽ മാത്രമാണ് ഉള്ളതെന്നാണ്. പക്ഷെ ഇന്ന് അധികമായ ഭക്തജന തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത്. ഈ മണ്ഡലകാലത്തിൽ, അതായത് നവംബർ മാസം 15-ാം തീയതി ആരംഭിച്ച മണ്ഡലകാലം ഇന്നലെ 22 പിന്നിട്ട് ഇന്ന് 23-ാമത്തെ ദിവസം മണ്ഡലകാലം എത്തി നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ ശബരിമല ദർശനത്തിനായി എത്തിയത് ഇന്നലെയാണ്. 92,562 അയ്യപ്പ ഭക്തരാണ് മണ്ഡലകാലത്തിൽ ഇന്നലെ ദർശനത്തിനായി എത്തിയിട്ടുള്ളത്. അതിൽ പുൽമേട് വഴി 2,722 പേരും സ്പോട്ട് ബുക്കിംഗിലാണ് ഏറ്റവും കൂടുതൽ. 10,000 പേർക്കാണ് സ്പോട്ട് ബുക്കിംഗ് ഏർപ്പെടുത്തിയിരുന്നെങ്കിൽ പോലും 17,425 പേരാണ് സ്പോട്ട് ബുക്കിംഗിലൂടെ ഇന്നലെ അയ്യപ്പ ദർശനത്തിനായി എത്തിയത്. ഇന്ന് നമ്മൾ സന്നിധാനത്തെ കാഴ്ച പ്രേക്ഷകരുമായി പങ്കുവച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇപ്പോൾ 18-ാം പടിയിൽ കൂടെ അതിവേഗം ഭക്തജനങ്ങളെ പോലീസ് ഉദ്യോഗസ്ഥർ കയറ്റിവിടുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനോടൊപ്പം കുഞ്ഞു മാളികപ്പുറങ്ങളുണ്ട്, മാളികപ്പുറങ്ങളുണ്ട്, പ്രായഭേദമന്യേ എല്ലാ അയ്യപ്പ ഭക്തരുമുണ്ട്. അങ്ങനെ എല്ലാ അയ്യപ്പ ഭക്തന്മാരെയും അതിവേഗം ഇതിലേക്ക് കടത്തിവിട്ട് വലിയ ഭക്തജന തിരക്കുള്ളത് നമുക്ക് കാണാൻ കഴിയുന്ന പോലെ ആ 18-ാം പടി താണ്ടി അവിടെ നിന്ന് ഫ്ലൈ ഓവർ വഴി അയ്യപ്പ ഭക്തർ ശ്രീകോവിലിന്റെ അവിടേക്ക് എത്തുക അവിടെയാണ്. നമ്മൾ ഇന്നലെ ഒന്നും ഇതുപോലെ ഫ്ലൈ ഓവറിലുള്ള തിരക്ക് നമ്മൾ കണ്ടിട്ടില്ല. ഇന്ന് നമ്മൾ കാണുന്നതനുസരിച്ച് വലിയ ഭക്തജന തിരക്ക് നമുക്ക് ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ട്. ഫ്ലൈ ഓവറിലേക്ക് മുഴുവനായി അയ്യപ്പ ഭക്തർ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാനും സാധിക്കുന്നുണ്ട്. അത് ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ 92,000 പേരാണ് അയ്യപ്പ ദർശനത്തിനായി എത്തിയിരുന്നെങ്കിൽ ഇന്ന് ചിലപ്പോൾ അത് ഭേദിച്ച് 1,00,000-ലേക്ക് കടക്കാൻ സാധ്യതയുള്ള അയ്യപ്പ ഭക്തർ തന്നെയാണ് ഇന്ന് ദർശനത്തിലേക്ക് എത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. കാരണം നമ്മൾ ഇന്നലെയൊക്കെ ശരാശരി ഒരു മണിക്കൂറിൽ ഉണ്ടായിരുന്നത് 2,500 മുതൽ 3,000 ഭക്തജനങ്ങളാണ് മണിക്കൂറിൽ അയ്യപ്പ ദർശനത്തിനായി സന്നിധാനത്തേക്ക് എത്തിയെങ്കിൽ അത് ഇന്നത്തെ കണക്കനുസരിച്ച് ഏകദേശം 3,000-ന് മുകളിൽ, 3,000-നും 4,000-നും മുകളിലേക്കുള്ള കണക്കിലേക്കാണ് ഇന്നത്തെ അയ്യപ്പ ദർശനത്തിലേക്കുള്ള ഭക്തജനങ്ങളുടെ തിരക്ക് നമുക്ക് കണ്ടിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇങ്ങനെ ഫ്ലൈ ഓവറിൽ പൂർണ്ണമായും, ഫ്ലൈ ഓവറിന്റെ 4 വരിയും പൂർണ്ണമായും നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പുറത്തു നിന്ന് നമ്മുടെ സിവിൽ ദർശനം വഴി എത്തുന്ന അയ്യപ്പ ഭക്തരടക്കം വലിയ വിഷ്വൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ നമ്മൾ വലിയ ഒരു തിരക്ക് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്ന അവസ്ഥയുണ്ട് വിനോദ്. എന്തായാലും അയ്യപ്പ ദർശനത്തിനായി എത്തുന്നവരുടെ കണക്ക് കഴിഞ്ഞ ഇതിൽ ഏറ്റവും കൂടുതൽ, അതായത് ഇന്നലത്തെ 92,557 പേരാണ്, 62 പേരാണ് ദർശനം നടത്തിയിരുന്നതെങ്കിൽ അതിന് താഴെ 29-ാം തീയതിയാണ്, അതായത് കഴിഞ്ഞ മാസം 29-ാം തീയതി മാസാവസാനത്തായിരുന്നു ഏറ്റവും കൂടുതൽ ഭക്തജന തിരക്ക് ഉണ്ടായിരുന്നത്. അത് ഏകദേശം 88,759 പേരാണ് 28-ാം തീയതി ദർശനം നടത്തിയിട്ടുള്ളത്. അതിനെ ഭേദിച്ചുകൊണ്ടാണ് ഇന്നലെ 92,562 പേർ. അങ്ങനെ ആകെ 22 ദിവസം കൊണ്ട് അയ്യപ്പ ദർശനം നടത്തിയിട്ടുള്ളത് 16,39,350 പേരാണ്. അങ്ങനെ അയ്യപ്പ ദർശനം, അതായത് 22 ദിവസം പിന്നിട്ടുമ്പോൾ ഉള്ള കണക്കനുസരിച്ച് ഏകദേശം 16,39,350 പേർ അയ്യപ്പ ദർശനം നടത്തിയ കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും അയ്യപ്പ ഭക്തരുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടാകുന്നു. അതായത് കഴിഞ്ഞ ദിവസത്തെ 4-ാം തീയതി വരെയുടെ കണക്ക് അനുസരിക്കുമ്പോൾ പോലും 4 ലക്ഷം അയ്യപ്പ ഭക്തർ, അതായത് കഴിഞ്ഞ സീസണിലെ അനുസരിച്ച് 4 ലക്ഷത്തിലധികം അയ്യപ്പ ഭക്തരാണ് അധികമായി സന്നിധാനത്ത് ദർശനത്തിനായി എത്തിയിരുന്നത്. അവിടെ നിന്നാണ് ഇപ്പോൾ ഈ കണക്കിലേക്കും പോകുന്നത്. എന്തായാലും അയ്യപ്പ സ്വാമിയെ കാണുന്നതിലേക്ക് വേണ്ടി, ഹരിഹരസുധനായ പൊന്നമ്പലവാസനെ കാണുന്നതിലേക്ക് വേണ്ടി വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള, ഇപ്പോൾ നമുക്ക് കാണുന്നതനുസരിച്ചിട്ടാണെങ്കിൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള, തമിഴ്നാട്ടിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ അയ്യപ്പ ഭക്തർ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഏകദേശം ഈ മാസത്തിന്റെ അവസാനത്തിലേക്ക് കടക്കുന്ന സമയത്ത് കേരളത്തിലെ പരീക്ഷകൾ, ക്രിസ്മസ് പരീക്ഷകൾ കൂടി അവസാനിക്കുമ്പോൾ കേരളത്തിലെ ഭക്തജനങ്ങളുടെ കാര്യത്തിലും കൂടുതലായിട്ടുള്ള തിരക്ക് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് എന്നതാണ് ദേവസ്വം അധികൃതരുമായി നമുക്ക് സംസാരിക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും ശബരിമലയിലേക്ക് അയ്യപ്പ ഭക്തരുടെ വലിയ ഒഴുക്ക് തന്നെയാണ് ഉള്ളത്. ശബരിഗിരീശനെ കാണുന്നതിലേക്ക് വേണ്ടി ഭക്തിയാദരപൂർവ്വം ഇരുമുടി കെട്ടുമേന്തി പൊന്നമ്പലമേട് കടന്ന് ശ്രീകോവിലിന്റെ നടയിലേക്ക് എത്തുന്നു. ഒരു നിമിഷമെങ്കിലും ഭഗവാനെ കണ്ടു തൊഴുത് സായുജ്യമടഞ്ഞ് പുണ്യദർശനം നേടി പോവുക എന്ന ആ ആത്മനിർവൃതിയോടുകൂടി തന്നെയാണ് ഓരോ ഭക്തനും മണിക്കൂറുകൾ കാത്തുനിന്ന് കല്ലും മുള്ളും കാലിനുമെത്തയായി കരിമലയും നീലിമലയും ഈ അപ്പാച്ചിമേടും ശരംകുത്തിയും മരക്കൂട്ടവും എല്ലാം താണ്ടി 18 പടി കയറി പൊന്നമ്പല നടയിലേക്ക് എത്തുന്നത്. ഭക്തിയുടെ പരകോടിയിലാണ് ശബരിമല സന്നിധാനമെന്ന് നമുക്ക് പറയാൻ സാധിക്കും.
യെസ്, അത് തന്നെയാണ്. രാവിലെ അവിടെ നിന്ന് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകൾ അതിമനോഹരമാണ്. കാരണം ചെറിയ മാളികപ്പുറങ്ങൾ അവര് ഈ ക്യാമറ കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു അത്ഭുതമുണ്ട്, സന്തോഷമുണ്ട്. അങ്ങനെ നിരവധി പേർ അവിടെ എത്തിച്ചേരുന്നുണ്ട്. കേരളത്തിൽ നിന്നുള്ള ഒരു കുത്തൊഴുക്ക് ഇനി ഉണ്ടാകണമെങ്കിൽ, കേരളത്തിലെ ജനങ്ങൾ കൂടുതലായി അവിടേക്ക് എത്തണമെങ്കിൽ ഇനി ക്രിസ്മസ് പരീക്ഷകളെല്ലാം കഴിയണമെന്നാണ് അഖിൽ പാലോട്ട് മഠം. പരീക്ഷാകാലമാണ്. അതുകൊണ്ട് കേരളത്തിൽ നിന്നുള്ള കുഞ്ഞു മാളികപ്പുറങ്ങളും കുഞ്ഞു അയ്യപ്പന്മാരും ഒക്കെ സ്കൂളിലെ അവധി ദിനങ്ങളൊക്കെ നോക്കിയാണ് അങ്ങോട്ടേക്ക് യാത്ര ചെയ്യുന്നത്. അപ്പോൾ ആ ദിവസങ്ങളിൽ അവിടെ തിരക്കും കൂടുതലാണ്. എന്തായാലും സന്നിധാനത്ത് കാലാവസ്ഥയൊക്കെ അനുകൂലമാണ്. നല്ല നിലയിൽ ഭക്തജന ദർശനം പുരോഗമിക്കുന്നുവെന്നാണ് അഖിൽ പാലോട്ട് മഠം റിപ്പോർട്ട് ചെയ്യുന്നത്. ശരണമന്ത്രങ്ങളാൽ മുഖരിതമായ സന്നിധാനത്ത് ഭഗവാന് മുമ്പിൽ ഇടയ്ക്ക് കൊട്ടി സോപാന സംഗീതം പാടുകയാണ് കലാപീഠം വൈക്കം ജയകുമാർ. അയ്യപ്പന് മുന്നിലും മാളികപ്പുറത്ത് ഭഗവതിക്ക് മുന്നിലും സോപാന സംഗീതം അവതരിപ്പിക്കാൻ ലഭിച്ച അവസരം മഹാഭാഗ്യമായി കാണുന്നു ജയകുമാർ. വൈക്കം ജയകുമാറിന്റെ ശംഖനാദം കേട്ടാണ് പൊന്നമ്പല നട തുറക്കുന്നത്. പിന്നീട് ഉഷപൂജയ്ക്കും ഉച്ചപൂജയ്ക്കും സന്ധ്യാദീപാരാധനയ്ക്കുമെല്ലാം ഭഗവാന്റെ സോപാനത്തിന് മുമ്പിൽ ഭക്തിസാന്ദ്രമായ സംഗീതം. പൂജയ്ക്ക് ഓരോ ധ്യാനമുണ്ട്. ധ്യാനം ഇപ്പോൾ ഓരോ പൂജയ്ക്കും അതിൻ്റെ ധ്യാനം വെച്ചിട്ടുണ്ട്. ആ ധ്യാനത്തിന് ഉഷപൂജ, എതിർത്ത പൂജ, പന്തീരടി, ഉച്ചപൂജ, അത്താഴപൂജ, പിന്നെ ദീപാരാധന. അതിന് പൂജയല്ല, ദീപാരാധനയ്ക്ക് ഒരു അങ്ങനെ 5 പൂജയും പിന്നെ ദീപാരാധനയും. അതിന് അതായത് ആ സമയത്ത് പാടേണ്ട ആ പൂജയോടനുബന്ധിച്ച് താന്ത്രികമായിട്ടുള്ള നമുക്ക് കൊട്ടിപ്പാടാനുള്ള ഇതും കൂടെ പൂജയായിട്ട് ബന്ധപ്പെടുത്തി ഓരോ പൂജയ്ക്കും ധ്യാനം വെച്ചിരിക്കണം. ധ്യാനി പാടുന്നു. അയ്യപ്പന് മുമ്പിൽ മഹാദേവന്റെയും കൃഷ്ണന്റെയും കീർത്തനങ്ങളും അഷ്ടപതിയും ആലപിക്കാമെങ്കിലും ബുധനും ശനിയും അയ്യപ്പന്റെ കീർത്തനങ്ങൾ പ്രത്യേകമായി ആലപിക്കും. എല്ലാവരുടെയും അനുഗ്രഹത്താൽ ലഭിച്ച അവസരം ഭാഗ്യമായി കരുതുന്നുവെന്നും ജയകുമാർ. ഏത് ക്ഷേത്രത്തിലും നമ്മൾ സോപാനത്തിൽ ഭഗവാനോട് അടുത്ത് നിന്ന് ഒരു പൂജ കൂട്ടിപ്പാടുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക അനുഭൂതി അത് പറഞ്ഞറിയിക്കാൻ എനിക്കുള്ളൂ. നമുക്കൊരു സന്തോഷം. അത് പ്രത്യേകിച്ച് ശബരിമല ആകുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു പ്രത്യേകത ഇതാണല്ലോ. അതെല്ലാം ഈശ്വരാനുഗ്രഹം, ഗുരുക്കന്മാരുടെ അനുഗ്രഹം, അതൊക്കെ വൈക്കം മഹാദേവക്ഷേത്രത്തിലായിരുന്നു. വളരെ അധികകാലം 10 വർഷം വൈക്കത്തപ്പൽ തന്നെയായിരുന്നു. അതെല്ലാം ഈശ്വരൻ വൈക്കത്തപ്പൻ അനുഗ്രഹമാണിത്. അതെല്ലാം നമുക്ക് പറയാനുള്ളൂ. അത് ഉഷപൂജയുടെ ധ്യാനി പാടും. നാളത്തെ ദേശാശിരാഗമാണ് രാവിലത്തെ. പിന്നെ ഇടയ്ക്കൽ കൂറ് കൂട്ടുക എന്നുള്ള സമ്പ്രദായമുണ്ട്. ആ പൂജയ്ക്ക് അനുയോജ്യം. ഓരോ പൂജയ്ക്കും ഓരോ താളത്തിലുള്ള കൂറാണ്. ഇപ്പോൾ രാവിലത്തെ ഊഴം, ത്രിപുര, അല്ലാതെ രൂപവും, അങ്ങനെയുള്ള ഓരോ പൂജയ്ക്കും ഓരോ ധ്യാനിക്ക് അങ്ങനെ താളമുണ്ട്. ഓരോ മൂർത്തിയുടെയും ധ്യാനത്തിനനുസരിച്ച് പൂർവികരായി ചിട്ടപ്പെടുത്തിയ രീതിയിലാണ് ഇന്നും സോപാന സംഗീതം പിന്തുടരുന്നത്. 36 വർഷമായി ദേവസ്വം ബോർഡിന്റെ ഭാഗമായിട്ട് ദേവസ്വം ബോർഡിന് കീഴിൽ വൈക്കം മഹാദേവ ക്ഷേത്രം, ഉദയനാപുരം ക്ഷേത്രമടക്കം 6ഓളം ക്ഷേത്രങ്ങളിൽ ജോലി ചെയ്തു. ഈ വർഷത്തെ മകരവിളക്കുത്സവത്തോടെ ജയകുമാർ ശബരിമലയിലെ കാലാവധി പൂർത്തിയാക്കി മലയിറങ്ങും. ക്യാമറമാൻ രഞ്ജിത് മോഹനൊപ്പം അഖിൽ പാലോട്ട് മഠം, ജനം, സന്നിധാനം. വിനോദ്, ശബരിമലയിലെ അത് മാത്രമല്ല, ശബരിമലയിലെ ദീപാരാധന നമ്മൾ ലൈവ് വിഷ്വൽസ് കൊടുക്കുമ്പോഴും അല്ലെങ്കിൽ അവിടുത്തെ ഹരിവരാസനമെല്ലാം കൊടുക്കുമ്പോഴും നമുക്ക് എപ്പോഴും നിറസാന്നിധ്യമായിരുന്നു ജയകുമാർ എന്ന് പറയുന്നത്. ഇദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ അറിയണം, ഇദ്ദേഹത്തിന്റെ പേരെന്താണ് എന്നുള്ള ആകാംക്ഷയെല്ലാം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷേ അഖിൽ പാലോട്ട് മഠത്തിന് എന്തായാലും ഒരു വളരെയധികം നന്ദി രേഖപ്പെടുത്തുകയാണ്. കാരണം ഇദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ നമുക്ക് എല്ലാവർക്കും അറിയാം. ദേവസ്വം ബോർഡിൽ നമുക്കറിയാം നിരവധി ഇത്തരം കലാകാരന്മാരുണ്ട്. അവരിൽ വളരെ കുറച്ചു പേർക്ക് മാത്രമാണ് ഇതേപോലെ ശബരിമല പോലെ വളരെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തരൊക്കെ എത്തുന്ന ക്ഷേത്രത്തിൽ തന്റെ കല അവതരിപ്പിക്കാൻ അവസരം ലഭിക്കുക എന്നുള്ളത് അയ്യപ്പന്റെ അനുഗ്രഹം കൂടിയാണ്. പക്ഷെ ഇനി അധികം നാൾ അദ്ദേഹത്തെ അവിടെ കാണാൻ കഴിയില്ല. കാരണം ഈ ഒരു മണ്ഡലകാലത്തോടു കൂടി അദ്ദേഹം അവിടെ നിന്ന് മലയിറങ്ങുന്നു. ഇനി അടുത്ത വർഷം മറ്റൊരു കലാകാരൻ അതേ സ്ഥാനത്തുണ്ടാകും.
അതെ അതെ. എന്തായാലും ഇനി നമുക്ക് ഗുരുവായൂരിലേക്ക് പോവാം. ഏകാദശിക്ക് ഒരുങ്ങി ഗുരുവായൂർ. ഗുരുവായൂർ ഏകാദശി ഉദയാസ്തമന പൂജ മാറ്റിയതിനെതിരായ തന്ത്രി കുടുംബാംഗങ്ങൾ നൽകിയ ഹർജിയിൽ ഹൈക്കോടതി വിധി ഇന്ന്. ഏകാദശി ഉദയാസ്തമന പൂജ നവംബർ 12 നടത്തിയത് തിരക്ക് കണക്കിലെടുത്തും ശ്രീകോവിൽ അടച്ചിടാതെ ദർശനം സുഗമം ആക്കാനുമായിരുന്നു എന്നാണ് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ നിലപാട്. എന്നാൽ ദേവസ്വം നടപടി ആചാര ലംഘനമാണെന്ന് ഹർജിക്കാർ വാദിക്കുന്നു. വിവരങ്ങളുമായി ആനന്ദ് പുതൂർ തൃശ്ശൂരിൽ നിന്നും ചേരുന്നു. അതേപോലെ തന്നെ കൊച്ചിയിൽ നിന്നും ജിജീഷ് കരുണാകരൻ ചേരുന്നു. ആദ്യം ജിജീഷിലേക്ക് പോകാം. ജിജീഷ്, ഈ കോടതി 2-3 ദിവസമായി ഈ കേസ് പരിഗണിക്കുന്നു. അതിൻ്റെ വിധി പറയുന്നതിന് വേണ്ടി അത് മാറ്റിവെക്കുന്നു. ഇനി ഗുരുവായൂർ ഏകാദശിക്ക് ഏതാനും ദിനങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്ന് തന്നെ ഇതിനെ സംബന്ധിച്ച ഒരു തീരുമാനം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന് കരുതാൻ കഴിയുമോ ജിജീഷ് കരുണാകരൻ? വിനോദ് പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ കോടതിയുടെ പരിഗണനയ്ക്ക് വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആചാരവുമായി ബന്ധപ്പെട്ട്, ഹൈന്ദവ ആചാരവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വിഷയത്തിലാണ് ഇന്ന് അന്തിമമായി തന്നെ കോടതിയുടെ ഒരു വിധി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ വിശദമായ വാദങ്ങളെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായി തന്നെ നടക്കുകയും ചെയ്തു. അതിന്റെ തുടർച്ചയായിട്ട് തന്നെയാണ് ഏകാദശി ഉദയാസ്തമന പൂജ മാറ്റിയത് ആചാര ലംഘനമാണ് എന്ന് ചൂണ്ടിക്കാണിച്ച് തന്ത്രി കുടുംബം തന്നെയാണ് കോടതിയെ സമീപിച്ചത്. അതിലാണ് വിശദമായ വാദം. മാത്രമല്ല, ഈ ഉദയാസ്തമന പൂജ മാറ്റിയതിനെതിരെ വിവിധ ഹൈന്ദവ സംഘടനകളും ശക്തമായ പ്രതിഷേധങ്ങൾ, പ്രക്ഷോഭങ്ങളെല്ലാം തന്നെ സംഘടിപ്പിച്ചിരുന്നു. കാരണം ദേവസ്വം ബോർഡ് അതിൽ ചൂണ്ടിക്കാണിച്ചിരുന്നത് ഇത് ആചാരമല്ല, വഴിപാട് മാത്രമാണ് എന്ന്, വഴിപാട് മാത്രമായി ചുരുക്കിക്കൊണ്ട് അത്തരത്തിലുള്ള ഒരു വാദമായിരുന്നു കോടതിയിൽ അവതരിപ്പിച്ചത്. എന്നാൽ ഇത് ആചാരം തന്നെയാണ്, കാലങ്ങളായി തുടർന്നു വരുന്ന ആചാരമാണ്. മാത്രമല്ല, തന്ത്രി കുടുംബം ആചാരമല്ലെന്നും തന്ത്രി അഭിപ്രായപ്പെട്ടിരുന്നു എന്നാണ് ദേവസ്വം ബോർഡ് പ്രധാനമായും പറഞ്ഞിരുന്നത്. ഒപ്പം തന്നെ എന്നാൽ ആദിശങ്കരന്റെ നിർദ്ദേശാനുസരണമാണ് ഗുരുവായൂരിൽ ഉദയാസ്തമന പൂജ ആരംഭിച്ചതെന്നും ചിറളയം കോവിലകമാണ് ഉദയാസ്തമന പൂജ ഏറ്റെടുത്ത് നടത്തിയതെന്നും ഹർജിക്കാരും കഴിഞ്ഞ ദിവസം ശക്തമായി തന്നെ വാദിച്ചിരുന്നു. ഇങ്ങനെ 2 വാദങ്ങളും കോടതി പൂർണ്ണമായും തന്നെ പരിശോധിച്ചിട്ടുണ്ട്. ഉത്സവം ആചാരപ്രകാരം തന്നെ നടത്തണമെന്നുണ്ടെങ്കിൽ 2015 അഷ്ടമംഗല ദേവപ്രശ്നത്തിൽ കണ്ടത് യഥാവിധി അതുപോലെ തന്നെ നടത്തേണ്ടതുണ്ട്. മാത്രമല്ല 2018 ദേവപ്രശ്നത്തിലും ആചരണാദികൾ യഥാവിധി തുടരണമെന്ന് കാണുന്നുണ്ട്. അങ്ങനെ ദേവപ്രശ്നങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിൽ മാറ്റങ്ങൾ പാടില്ല, അല്ലെങ്കിൽ തുടർന്നു വരുന്ന ആചാരങ്ങളിൽ യാതൊരു മാറ്റങ്ങളും പാടില്ല എന്ന് നിർദ്ദേശിക്കുമ്പോൾ അതിന് വിപരീതമായ കാര്യങ്ങളാണ് ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അതിൽ വലിയൊരു ഗൂഢാലോചന ഉണ്ട് എന്ന കാര്യം തന്നെയായിരുന്നു ഹർജിക്കാരും ഒപ്പം തന്നെ അതിനെ ശക്തമായി എതിർക്കുന്ന ആളുകളും എല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരിക്കുന്നത്. ഓദിക്കന്മാരും ചിറളയം കോവിലക്കാരും ഹർജിയിൽ കക്ഷി ചേരുകയും ചെയ്തിരുന്നു. അങ്ങനെ വളരെ വിശദമായ വാദപ്രതിവാദങ്ങൾക്ക് ശേഷമാണ് കോടതി ഇന്ന് ഇക്കാര്യത്തിൽ അന്തിമമായ ഒരു വിധി പറയാനിരിക്കുന്നത്. മാത്രമല്ല, ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും ഭഗവത്ഗീതാ ദിനവും കൂടിയായ ഗുരുവായൂർ ഏകാദശി ദിവസം വിശേഷാൽ പൂജയായി ഉദയാസ്തമന പൂജ ചിട്ടപ്പെടുത്തിയത് ശങ്കരാചാര്യരാണ് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി തന്നെയാണ് അവിടെ ഉന്നയിക്കപ്പെട്ടത്. ഏകാദശി ദിവസത്തെ ഉദയാസ്തമന പൂജ വഴിപാടല്ല, മറിച്ച് വാർഷിക പൂജാവിധികളിൽ ഒന്നാണ് എന്ന കാര്യം വിവിധ ഹൈന്ദവ സംഘടനകളും കൃത്യമായി തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഏകാദശി ദിവസത്തെ ഉദയാസ്തമന പൂജ നടത്തുന്നതിന് വേണ്ടി തന്ത്രി കുടുംബത്തെ തന്നെ കോടതിയെ സമീപിക്കേണ്ടി വന്നത്, അത്തരമൊരു സാഹചര്യം അവർക്ക് ഉണ്ടാക്കിയത് തന്നെ ഒരു ദുഃഖകരമായ കാര്യമാണ് എന്നത് തന്നെയാണ് വിശ്വാസികൾ എല്ലാവരും തന്നെ അക്കാര്യത്തിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നത്. ഭക്തരെ ചൂഷണം ചെയ്യുന്ന ഒരു സമീപനം, അല്ലെങ്കിൽ ഭക്തരെ പല വിധത്തിൽ ചൂഷണം ചെയ്യുന്ന സമീപനം തുടരുമ്പോൾ തന്നെയാണ് ഇത്തരം തരം തീരുമാനങ്ങൾ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത് എന്ന വലിയ വിമർശനവും ഇക്കാര്യത്തിൽ ഉയരുകയും ചെയ്തിരുന്നു. അതെ, പ്രേക്ഷകരൊക്കെ പറയുന്നു, പ്രസാദ് PA പോലുള്ള പ്രേക്ഷകർ പറയുന്നു ഉദയാസ്തമന പൂജയിലൊന്നും അല്ല സർക്കാരിൻ്റെ കണ്ണ്, ചക്രത്തിലാണ് കണ്ണ് എന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് തൃശ്ശൂരിൽ നിന്നും ആനന്ദ് പുതൂർ കൂടി ചേരുന്നു. ആനന്ദ്, നമുക്കറിയാം ഗുരുവായൂർ ദേവസ്വത്തിലെ ഏകാദശി ദിനത്തിൽ നടക്കുന്ന ഉദയാസ്തമന പൂജ അത് മാറ്റുന്നതിനെതിരെയാണ് ഇന്ന് ഹൈക്കോടതിയിൽ അതിൻ്റെ അന്തിമ തീർപ്പ് ഇന്നുണ്ടാകുമെന്നുള്ള കാര്യമാണ് ജിജീഷ് നമ്മളോട് പറഞ്ഞത്. ആനന്ദ്, ഗുരുവായൂരിൽ ഭക്തർ വലിയ പ്രതിഷേധത്തിലാണ്. ഗുരുവായൂർ ക്ഷേത്രനടയിലടക്കം നമ്മൾ പ്രതിഷേധ സമരങ്ങൾ കണ്ടതാണ്. കോടതി വിധി അനുകൂലമായാൽ വലിയ പ്രശ്നങ്ങളില്ല, പ്രതികൂലമായാലാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുക. എന്തായാലും അവിടുത്തെ ഭക്തജനങ്ങളുടെ ഒരു വികാരം ഇപ്പോഴും ഉദയാസ്തമന പൂജ പഴയ നിലയിൽ തന്നെ തുടരണം എന്നുള്ളത് തന്നെയല്ലേ ആനന്ദ്?
തീർച്ചയായിട്ടും വിനോദ്, അതായത് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് ദേവസ്വം എത്തിയത് മുതൽ തന്നെ ഗുരുവായൂരിൽ മാത്രമല്ല ഗുരുവായൂരപ്പന്റെ സകല ഭക്തജനങ്ങളും അതുപോലെ തന്നെ ഹൈന്ദവ സംഘടനകളും പ്രത്യക്ഷമായി തന്നെ പ്രതിഷേധമായി രംഗത്തുണ്ടായിരുന്നു. യാതൊരു കാരണവശാലും നൂറ്റാണ്ടുകളായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ആചാരത്തിൽ, പ്രത്യേകിച്ച് ഈ ഗുരുവായൂർ ഏകാദശിക്ക് നേരത്തെ ജിജീഷ് പറഞ്ഞ പോലെ തന്നെ ആ ദിവസം ഈ ശ്രീകൃഷ്ണൻ അർജുനനെ ഗീതോപദേശം കൊടുത്തുവെന്ന് പറയുന്ന ദിവസമാണ്. അതുപോലെ തന്നെ ഗുരുവായൂരപ്പന്റെ വിഗ്രഹം, അതായത് പ്രതിഷ്ഠാദിനം കൂടിയാണ് ആ ദിവസം. അപ്പോൾ ആ ദിവസം നടത്തിയിരുന്ന ഉദയാസ്തമന പൂജ കേവലം വഴിപാടല്ല എന്ന് തന്നെയാണ് ഭക്തരുടെയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആചാര്യന്മാരുടെയും ഒരു നിലപാട്. കാലങ്ങളായി പ്രത്യേകിച്ച് ഈ ചിറളയം കോവിലകമടക്കം ഈ കേസിൽ കക്ഷി ചേർന്നിട്ടുണ്ട്. ഈ ചിറളയം കോവിലകമാണ് ഏതാണ്ട് 700 വർഷമായി ഈ ഏകാദശി ഉത്സവങ്ങളും പൂജകളും നടത്തി വരുന്നത്. ഈ ചിറളയം കോവിലത്തെ മുതിർന്ന രാജകുടുംബാംഗം ജനന്റിയോടും വ്യക്തമാക്കിയത് അത് തന്നെയാണ്. തങ്ങൾ നടത്തി വന്നിരുന്ന കാലത്തെല്ലാം ഇത് ആചാരമായിരുന്നു. ഈ 1971 ഇത് ദേവസ്വത്തിന് കൈമാറുന്നത്. ആ കൈമാറുന്ന സമയത്ത് അത്തരത്തിൽ എങ്ങനെയായിരുന്നോ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ തുടർന്നു കൊണ്ടുപോകാം എന്നുള്ള ഒരു വാക്കാലുള്ള ഒരു നിർദ്ദേശവും അത്തരത്തിലുള്ള ഒരു ധാരണയും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് ലംഘിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ചിറളയം കുടുംബം അതിൽ കക്ഷി ചേരുന്നത്. മാത്രമല്ല ഈ കണിപ്പയ്യൂർ ശങ്കരൻ നമ്പൂതിരിപ്പാടിനെ പോലുള്ള വളരെ ജ്ഞാനികളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതികരണം നടത്തിയിരുന്നു. അത് ആചാരം തന്നെയാണ്. ശങ്കരാചാര്യർ തന്നെയാണ് പൂജ ചിട്ടപ്പെടുത്തിയത്. ഒരിക്കലും ദേവപ്രശ്നം വെച്ചോ ദേവഹിതം നോക്കിയോ ഇത്തരത്തിലുള്ള ഈ പൂജകൾ, പ്രത്യേകിച്ച് ഈ ഏകാദശി ദിനത്തിലെ ഉദയാസ്തമന പൂജ മാറ്റാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. ഇനി എന്തെങ്കിലും പൂജാക്രമത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരണമെങ്കിൽ ഒരു നവീകരണ കലശത്തോടനുബന്ധിച്ച് മാത്രമേ അതിനുള്ള സാധ്യതകളുള്ളൂ എന്നാണ് അദ്ദേഹം ജനൻ ടിവിയോട് വ്യക്തമാക്കിയത്. മാത്രമല്ല സംഘപരിവാർ സംഘടനകളും തുടക്കം മുതൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിഷേധത്തിലുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം BJP ഈ വിഷയത്തിൽ നിലപാട് പറഞ്ഞിരുന്നു. അതായത് ഇത്തരത്തിൽ ദേവസ്വം നടത്തുന്നത് ഈ ഉദയാസ്തമന പൂജ മാറ്റാനുള്ള ദേവസ്വത്തിന്റെ തീരുമാനത്തിന് പിന്നിൽ കൃത്യമായിട്ടുള്ള ഒരു അജണ്ടയുണ്ട് എന്നാണ് BJP പറഞ്ഞത്. ഭക്തർക്കൊപ്പം തന്നെ BJP അണിനിരക്കും. ഏതറ്റം വരെ പോകേണ്ടി വന്നാലും ഭക്തരോടൊപ്പം തന്നെ BJP ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഗുരുവായൂരിലെ ഗുരുവായൂരപ്പന്റെ ഇത്തരത്തിലുള്ള ഈ പൂജാക്രമങ്ങളെ അട്ടിമറിക്കാനുള്ള ഒരു ശ്രമമാണ് ദേവസ്വത്തിന്റെ ഭാഗത്ത് ഉണ്ടാവുന്നതെന്നും BJP വ്യക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹിന്ദു ഐക്യവേദി അടക്കം നേതൃത്വത്തിൽ നിരവധി ഭക്തജന കൂട്ടായ്മകൾ ഗുരുവായൂർ ക്ഷേത്ര നടയിൽ, അതായത് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ പരിസരത്തെല്ലാം നടത്തിയിരുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ പ്രതിഷേധം ആ ദിവസം മുതൽ തന്നെ കനത്തിയിരുന്നു. ഒരു കാരണവശാലും ദേവസ്വത്തിന് ഇത്തരത്തിലൊരു നിലപാടിനെ അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് ഹൈന്ദവ സംഘടനകളുടെയും ഭക്തജനങ്ങളുടെയും ഒറ്റ നിലപാട്. എന്തായാലും ഇന്ന് അനുകൂലമായിട്ടുള്ള ഒരു വിധി ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഭക്തജനങ്ങളും ഹൈന്ദവ സംഘടനകളും. അതെ, അങ്ങനെയാണ് ദേവിക. ഇവിടെ ആനന്ദ് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. 1970 കാലഘട്ടത്തിലാണ് ഗുരുവായൂർ ക്ഷേത്രം ദേവസ്വം ബോർഡ് ഏറ്റെടുക്കുന്നത്. അപ്പോൾ നിലവിൽ ആ ക്ഷേത്രത്തിലുണ്ടായിരുന്ന ആചാരങ്ങളെല്ലാം അതേപടി തുടരുക എന്നുള്ളൊരു സമ്പ്രദായമാണ്. മറ്റു ക്ഷേത്രങ്ങളിലും അങ്ങനെയാണ്. ശബരിമലയിലടക്കം ചിത്രയാട്ട വിശേഷം ഒക്കെ രാജഭരണകാലത്ത് തുടങ്ങിയതാണ്. പക്ഷേ ആ ദേവസ്വം ബോർഡ് ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടും അതിനൊരു മുടക്കവും കൂടാതെ അത് നടന്നു പോകുന്നുമുണ്ട്. അപ്പോൾ ഗുരുവായൂരും അങ്ങനെ തന്നെ വേണം എന്നുള്ളതാണ് ഭക്തജനങ്ങളുടെ ആവശ്യം. വിവരങ്ങൾ നൽകുകയായിരുന്നു ആനന്ദ് പുതൂർ. ഒപ്പം ജിജീഷ് കരുണാകരൻ. ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ വലിയ വേട്ടയാണ് നടക്കുന്നത്. നമ്മൾക്ക് ആ വാർത്തയിലേക്ക് പോകണം. അയലത്തെ കലാപം. ബംഗ്ലാദേശ് ഭരണഘടനയിൽ നിന്ന് മതേതരത്വം ഉടൻ ഒഴിവാക്കും. ഇതിനായുള്ള നീക്കങ്ങൾ സജീവമാക്കി തീവ്ര ഇസ്ലാമിക സംഘടനയായ ജമാഅത്തെ ഇസ്ലാമി. ഇതിന് മുന്നോടിയായാണ് ബംഗ്ലാദേശ് നോട്ടിൽ നിന്ന് രാഷ്ട്രപിതാവ് ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ ചിത്രം ഒഴിവാക്കിയത്. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, നമസ്തേ. ബംഗ്ലാദേശിൽ നിന്നും വളരെ വേദനാജനകമായ അല്ലെങ്കിൽ അവിടുത്തെ ന്യൂനപക്ഷ വേട്ട തുടരുന്നതിൻ്റെ വലിയ വലിയ വാർത്തകളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത്. അവരുടെ രാഷ്ട്രപിതാവിൻ്റെ ചിത്രം അവരുടെ നോട്ടിൽ നിന്നും ഒഴിവാക്കുന്നു. ഇപ്പോൾ വരുന്ന പുതിയൊരു വാർത്ത അല്ലെങ്കിൽ ഗൗതം പങ്കുവെക്കുന്നത് അവിടെ മതേതരത്വം എന്നുള്ളൊരു വാക്ക് ഭരണഘടനയിൽ നിന്ന് ഒഴിവാക്കുന്നു. അപ്പോൾ സ്വാഭാവികമായി അതൊരു മതരാഷ്ട്രമായി മാറുന്നു. അങ്ങനെ വരുമ്പോൾ ഈ പേരുണ്ടായിട്ട് പോലും അവിടെ ന്യൂനപക്ഷമായ ഹിന്ദുക്കൾക്ക് ജീവിക്കാൻ കഴിയുന്നില്ല. ഇനിയും മതേതരത്വം എന്നുള്ള പേര് കൂടി ഒഴിവാക്കിയാൽ പിന്നീട് ആ രാജ്യത്ത് ന്യൂനപക്ഷങ്ങളുടെ ജീവിതം വളരെ കഷ്ടമായി മാറും. അങ്ങനെയല്ലേ ഗൗതം? വിനോദ്, ദേവിക, രണ്ടുപേർക്കും നമസ്തേ. വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ ആശങ്കയുണ്ടാക്കുന്ന വാർത്തകൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ബംഗ്ലാദേശിൽ നിന്നും തുടർച്ചയായി വരികയാണ്. അതുമായി ബന്ധപ്പെട്ട് മറ്റൊരു വാർത്ത പങ്കുവയ്ക്കാനുള്ളത് ഇപ്പോൾ നമ്മൾ ഈ നൽകിയിട്ടുള്ള, അതായത് ബംഗ്ലാദേശിൻ്റെ ഭരണഘടനയിൽ നിന്നും മതേതരത്വം എന്ന വാക്ക് എടുത്തു കളയണം എന്ന ആവശ്യം ജമാഅത്തെ ഇസ്ലാമിയും അതോടൊപ്പം തന്നെ ഖിലാഫത്ത് കൗൺസിൽ, ഖിലാഫത്ത് മൂവ്മെൻറ്റ് തുടങ്ങിയ
ബംഗ്ലാദേശിലെ തീവ്ര മുസ്ലിം സംഘടനകളെല്ലാം ഇപ്പോൾ ഈ ആവശ്യം മുന്നോട്ട് വെച്ച് രംഗത്തെത്തിയിരിക്കുകയാണ്. ബംഗ്ലാദേശിനെ സംബന്ധിച്ച് പറയുമ്പോൾ ബംഗ്ലാദേശ് ഒരു മുസ്ലിം രാജ്യമാണ്. 57 മുസ്ലിം രാജ്യങ്ങളാണ് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസിൻ്റെ കീഴിൽ വരുന്നത്. അതിലൊരു രാജ്യമാണ് ബംഗ്ലാദേശ്. പക്ഷേ ബംഗ്ലാദേശിൻ്റെ ഭരണഘടനയ്ക്കകത്ത് മതേതരത്വം എന്ന വാക്ക് എഴുതി ചേർത്തിട്ടുണ്ട്. അത് ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഷെയ്ഖ് മുജീബുർ റഹ്മാൻ എന്ന ബംഗ്ലാദേശിൻ്റെ രാഷ്ട്രപിതാവിൻ്റെ നേതൃത്വത്തിൽ ഭാരതത്തിൻ്റെ സഹായത്തോടു കൂടി 1971 ഈ പാകിസ്ഥാനിൽ നിന്നും വിഭജിച്ചുകൊണ്ട് പുതിയൊരു രാജ്യം ബംഗ്ലാദേശ് എന്ന രാജ്യം പിറന്നു വീഴുമ്പോൾ അതിൻ്റെ ഭരണഘടനയ്ക്കകത്ത് അതിനൊരു മതേതര സ്വഭാവം എഴുതി ചേർക്കപ്പെട്ടു. പിന്നീട് പട്ടാള ഭരണത്തിൻ്റെ കാലഘട്ടത്തിൽ പിന്നീട് നമുക്കറിയാം ഷെയ്ഖ് മുജീബുർ റഹ്മാനെ തന്നെ വീട്ടിൽ കയറി വധിച്ചുകൊണ്ട് അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പത്നിയെയും ഒക്കെ കൊട്ടാരത്തിൽ കയറി വധിച്ചുകൊണ്ടാണ് പിന്നീട് അവിടെ പട്ടാള അധികാരികൾ ബംഗ്ലാദേശിൻ്റെ ഭരണം പിടിച്ചെടുക്കുന്നത്. ഈ ഘട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമി പോലുള്ള തീവ്ര മുസ്ലിം സംഘടനകൾ അവിടെ ഇന്ന് കാണുന്നത് പോലെ ഏതാണ്ട് 78-79 കാലഘട്ടത്തിൽ ബംഗ്ലാദേശിൻ്റെ ഭരണത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയിരുന്നു. ആ കാലഘട്ടത്തിൽ ബംഗ്ലാദേശിൻ്റെ ഈ മതേതരത്വം എന്നത് ഭരണഘടനയിൽ നിന്നും എടുത്തു മാറ്റിയതാണ്. പക്ഷേ പിന്നീട് കോടതിയും മറ്റും നടത്തിയ ഇടപെടൽ, അതോടൊപ്പം തന്നെ ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിൽ മുജീബുർ റഹ്മാൻ്റെ മകൾ കൂടിയായിട്ടുള്ള ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രിയാകുന്ന ഘട്ടത്തിൽ പിന്നീട് കോടതിയൊക്കെ നടത്തിയ ഇടപെടലിനെ തുടർന്നാണ് 15ാം ഭരണഘടനാ ഭേദഗതി ഈ ബംഗ്ലാദേശ് നടത്തുന്നത്. ആ 15ാം ഭരണഘടനാ ഭേദഗതിയുടെ ഭാഗമായി വീണ്ടും മതേതരത്വം എന്ന വാക്ക് അവിടെ ഭരണഘടനയ്ക്കകത്ത് എഴുതി ചേർത്തിരിക്കുകയാണ്. എന്നാൽ നിലവിലെ അവസ്ഥ നമുക്കറിയാം. ബംഗ്ലാദേശിൽ ഇസ്ലാമിക ഭീകര സംഘടനകൾ എല്ലാ അർത്ഥത്തിലും പിടിമുറുക്കുകയാണ്. അത് ഭരണത്തിൽ പിടിമുറുക്കിയവർ ഷെയ്ഖ് ഹസീനെ അധികാരത്തിൽ നിന്നും താഴെ ഇറക്കി പിന്നീട് അവിടെ മുഹമ്മദ് യൂനിസ് എന്ന ഒരു റിമോട്ട് കൺട്രോൾ ഭരണാധികാരിയെ കൊണ്ടുവന്നിരുത്തി ഇപ്പോൾ ഭരണം മുഴുവൻ ഇസ്ലാമിക സംഘടനകൾ ഏറ്റെടുത്ത് കഴിഞ്ഞു. ജുഡീഷ്യറിയെ സംബന്ധിച്ചും ഇസ്ലാമികവൽക്കരണം അതിൻ്റെ ഏതാണ്ട് പൂർണ്ണതയിലേക്ക് ബംഗ്ലാദേശിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഭരണ സംവിധാനം മുഴുവൻ തങ്ങളുടെ കയ്യിലാക്കിയ ജമാഅത്തെ ഇസ്ലാമിയും മറ്റ് മുസ്ലിം തീവ്രവാദികളും ഇപ്പോൾ ബംഗ്ലാദേശിൻ്റെ ഭരണഘടനയ്ക്കകത്ത് നിന്ന് ഈ മതേതരത്വം എന്ന വാക്ക് എടുത്തു മാറ്റി അതിനെ ഒരു പരിപൂർണ ഇസ്ലാമിക് റിപ്പബ്ലിക് ആക്കണം എന്നതാണ് അവരുടെ ആവശ്യം. നിലവിൽ ബംഗ്ലാദേശിനെ സംബന്ധിച്ച് അതൊരു മതേതര രാജ്യമായി അറിയപ്പെടുന്നുണ്ട്. പക്ഷേ അതേ ഭരണഘടനയിൽ തന്നെ ഔദ്യോഗിക മതമായി ഇസ്ലാമിനെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു സ്വഭാവമുള്ള രാജ്യമാണ് ബംഗ്ലാദേശ്. അതായത് ഭരണഘടന പറയുന്നത് അതൊരു മതേതര രാജ്യമെന്നാണ്. പക്ഷേ അതേ ഭരണഘടനയ്ക്കകത്ത് തന്നെ ആ രാജ്യത്തിൻ്റെ ഔദ്യോഗിക മതമായി ഇസ്ലാമിനെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും ഭരണഘടനയിൽ ഒരു മതേതരത്വം എന്ന വാക്കുണ്ട് എന്നൊരു ആശ്വാസമെങ്കിലും ഇത്രയും കാലം ഉണ്ടായിരുന്നു. ഇനിയും അതും ഉണ്ടാകില്ല എന്ന കൃത്യമായ സൂചനയാണ് ഇപ്പോൾ അവിടെ നിന്നും ലഭിക്കുന്നത്. അതിന് മുന്നോടിയായാണ് കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശിലെ പുതിയ നോട്ടുകളിൽ നിന്നും അവരുടെ രാഷ്ട്രപിതാവായ ഷെയ്ഖ് മുജീബുർ റഹ്മാൻ്റെ ചിത്രം എടുത്തു മാറ്റും എന്ന തീരുമാനത്തിലേക്ക് ഭരണകൂടം എത്തിയിരിക്കുന്നത്. ഇനിയും പുതിയതായി അച്ചടിക്കുന്ന നോട്ടുകൾക്കകത്ത് ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ ചിത്രം ഉണ്ടാകില്ല എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. വിനോദ്. അതെ, ബംഗ്ലാദേശിൽ നിന്നുമുള്ള വിവരങ്ങളാണ് ഗൗതം പങ്കുവച്ചത്. ബംഗ്ലാദേശ് ഒരു തീവ്ര മതരാഷ്ട്രമായി മാറാൻ പോകുന്നു. മതേതരത്വം എന്ന വാക്ക് പോലും എടുത്തു മാറ്റണമെന്ന് ഇസ്ലാമിസ്റ്റുകൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഡൽഹിയിൽ നിന്ന് ഗൗതം അനന്തനാരായണനാണ് വിശദ വിവരങ്ങൾ നൽകിയത്. ബംഗ്ലാദേശിലെ ഹിന്ദു വംശഹത്യയിൽ ഇരട്ടത്താപ്പുമായി ഡിവൈഎഫ്ഐ. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ വേട്ടയ്ക്കെതിരെ ഇന്ന് ജില്ലാ കേന്ദ്രങ്ങളിൽ ഡിവൈഎഫ്ഐ പ്രതിഷേധമാണ്. ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കും മറ്റ് ന്യൂനപക്ഷങ്ങൾക്കും നേരെ നടക്കുന്ന ആക്രമങ്ങൾ അപലപനീയമെന്നും ഡിവൈഎഫ്ഐ അറിയിച്ചിട്ടുണ്ട്. സമരം ചെയ്യുന്നത് പൗരത്വ നിയമ ഭേദഗതിയെ ചെറുത്തു തോൽക്കുമെന്ന് പ്രഖ്യാപിച്ച സംഘടനയാണ്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് പ്രജിത്ത് മോഹനൻ ചേർന്നുണ്ട്. പ്രജിത്ത്, ഇതിലെ ഒരു വിരോധാഭാസമുണ്ട്. കാരണം ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്കെതിരെ നടക്കുന്ന വംശഹത്യക്കെതിരെ പ്രതിഷേധിക്കുന്ന ഇതേ ഡിവൈഎഫ്ഐ തന്നെയാണല്ലോ പൗരത്വ നിയമ ഭേദഗതിയെ ചെറുത്ത് തോൽപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ച സംഘടന. അതുകൊണ്ട് തന്നെ ഇതിലെ ഉദ്ദേശം എത്രത്തോളമാണ്, അല്ലെങ്കിൽ ഇതിന്റെ ഉദ്ദേശശുദ്ധി എത്രത്തോളമാണ് എന്ന കാര്യത്തിൽ ഒരു ചെറിയ സംശയം നിലനിൽക്കുന്നുണ്ടല്ലേ? അതെ വിനോദ, ദേവിക ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ പോസ്റ്റ് ആദ്യം കണ്ട സമയത്ത് സംശയം തോന്നിപ്പോയിരുന്നു ഇത് ഡിവൈഎഫ്ഐ തന്നെയാണോ എന്നുള്ളത്. കാരണം 2019 CAA പാസ്സാക്കുന്ന സമയത്ത് അത് മുസ്ലിം വിരുദ്ധമാണ് എന്ന് കരുതി അല്ലെങ്കിൽ ആ രീതിയിലുള്ള പ്രചാരണം അഴിച്ചുവിട്ട് നിരവധി പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചു. ഒടുവിൽ കോടതിയിൽ പോയി. അങ്ങനെ വലിയ സമരങ്ങൾക്കൊക്കെ നേതൃത്വം നൽകിയ സംഘടനയാണ് ഡിവൈഎഫ്ഐ. അന്ന് നേതാക്കൾ കൊണ്ട ജലപീരങ്കിയുടെ വെള്ളം കൊണ്ട് നനഞ്ഞതൊക്കെ ഇന്നും നമ്മൾ ഓർമ്മയുണ്ട്. അത്ര വലിയ പ്രതിഷേധങ്ങളൊക്കെ അവർ സംഘടിപ്പിക്കുകയൊക്കെ ചെയ്തു. അന്ന് കേന്ദ്ര സർക്കാർ അടക്കമുള്ളവർ ചൂണ്ടിക്കാട്ടിയതാണ് ബംഗ്ലാദേശിലും അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും മതന്യൂനപക്ഷങ്ങൾ നേരിടുന്ന വലിയ അല്ലെങ്കിൽ കൊടിയമായിട്ടുള്ള പീഡനങ്ങൾ, മതപരമായിട്ടുള്ള അവരുടെ ആരാധനാ സമ്പ്രദായങ്ങളെ അടിച്ചമർത്തുന്നത്, പെൺകുട്ടികളെ ജീവിക്കാൻ അനുവദിക്കാതെ
അല്ലെങ്കിൽ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗത്തിന് മറ്റും ഇരയാക്കുന്നത്, നിർബന്ധിത വിവാഹങ്ങൾ നടത്തുന്നത്, ബേസിക് ആയിട്ടുള്ള മനുഷ്യാവകാശങ്ങൾ പോലും നൽകാത്ത രീതിയിലുള്ള നിരവധി പ്രശ്നങ്ങളെല്ലാം അന്ന് കേന്ദ്ര സർക്കാർ ഇവർക്കെല്ലാം മുൻപിൽ ചൂണ്ടിക്കാട്ടിയതാണ്. എങ്ങനെയാണ് ഈ രാജ്യങ്ങളിലേക്ക് ഹിന്ദു ജനസംഖ്യയും മറ്റ് മതന്യൂനപക്ഷങ്ങളുടെ ജനസംഖ്യയും ഇടിഞ്ഞു താണത് എന്നുള്ളതെല്ലാം കൃത്യമായി കണക്കുകൾ ചൂണ്ടിക്കാട്ടി അവതരിപ്പിച്ചിട്ടും അതിനെ മറ്റൊരു വർഗീയ ചുവയോടെ കാണാൻ മാത്രമായിരുന്നു, അല്ലെങ്കിൽ ആ രീതിയിലുള്ള പ്രചരണം മാത്രമാണ് അന്ന് DYFI നടത്തിയത്. അതേ DYFI തന്നെ ഇന്ന് ബംഗ്ലാദേശിലെ ഹിന്ദു വംശഹത്യക്കെതിരെ അല്ലെങ്കിൽ അവിടുത്തെ മതന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നതിനെതിരെ ഒരു പ്രതിഷേധമൊക്കെ സംഘടിക്കുന്നത് കാണുമ്പോൾ വലിയ വിരോധാഭാസം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അന്ന് എന്ത് ഉദ്ദേശത്തിന് വേണ്ടിയാണോ CAA നടപ്പിലാക്കാൻ ശ്രമിച്ചത് അല്ലെങ്കിൽ CAA നടപ്പിലാക്കിയത്, അതിനെ ചെറുത്ത് തോൽപ്പിക്കുമെന്ന് പറഞ്ഞ് ഇത്രയധികം പ്രക്ഷോഭങ്ങൾ നടത്തി, ഇത്രയധികം അല്ലെങ്കിൽ സംഘർഷാവസ്ഥയിലേക്ക് രാജ്യത്തെ തള്ളിവിടുന്ന രീതി, അല്ലെങ്കിൽ കേരളത്തിൽ പലയിടത്തും, രാജ്യത്തിൻ്റെ കാര്യം പറയുന്നില്ല, കേരളത്തിൽ പലയിടത്തും സംഘർഷാവസ്ഥയിലേക്കൊക്കെ കാര്യങ്ങൾ തള്ളിവിടുന്ന രീതിയിലുള്ള പ്രചരണം നടത്തിയ സംഘടനയ്ക്ക് ഇന്ന് തിരിച്ച് പറയേണ്ടി വന്നിരിക്കുന്നു. ബംഗ്ലാദേശിൽ നടക്കുന്നത് ഹിന്ദു വംശഹത്യയാണ് അല്ലെങ്കിൽ മതന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങളാണ് എന്നുള്ളത്. അത് ഏറ്റവും വലിയ നിലപാട് മാറ്റങ്ങളിൽ ഒന്നാണ്. ഒരുപക്ഷെ CAAയുടെ അന്തസ്സത്തെ എന്താണ് എന്നുള്ളത് ഇപ്പോഴെങ്കിലും നേതാക്കന്മാർക്ക് മനസ്സിലായി കാണുമെന്നുള്ളതാണ് ഈ നവമാധ്യമങ്ങളിലൊക്കെ വരുന്ന വിമർശനങ്ങളും പരിഹാസങ്ങളും. പ്രത്യേകിച്ച് DYFI പോലെ ഈ നേരത്തെ ഈ പറയുന്ന ബംഗ്ലാദേശിലും മറ്റുമുള്ള ഈ പറയുന്ന ഹിന്ദുക്കളുടെ ജനസംഖ്യ അല്ലെങ്കിൽ അവിടുത്തെ മതന്യൂനപക്ഷങ്ങളുടെ ജനസംഖ്യ കുറയുന്നതിനെ ഒന്നും കാണാതിരുന്ന DYFI ഇന്ന് ഈ പ്രത്യേകിച്ച് ഈ ബംഗ്ലാദേശിലെ ഹിന്ദു വംശഹത്യ എന്ന് പറയാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ മാത്രം ഒടുവിൽ പ്രതിഷേധത്തിലേക്കോ അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ ഒരു പ്രകടനമോ പ്രതിഷേധമോ ഒക്കെ സംഘടിപ്പിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും നവമാധ്യമങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രത്യേകിച്ച് DYFIയുടെ ഈ പഴയ നിലപാടും പുതിയ നിലപാടും ഒക്കെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഒട്ടനവധി ഫേസ്ബുക്ക് പോസ്റ്റുകളും കമൻറ്റുകളും ഒക്കെ വരുന്നുണ്ട്. ചൂണ്ടിക്കാട്ടുന്ന ഇരട്ടത്താപ്പാണ്. അന്ന് കേന്ദ്ര സർക്കാർ ഈ രീതിയിൽ സമഗ്രമായൊരു നിയമം കൊണ്ടുവന്ന് ഈ രാജ്യങ്ങളിൽ നിന്ന് അഭയാർത്ഥികളായി എത്തുന്ന മതന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണം നൽകാൻ ശ്രമിക്കുമ്പോൾ അതിനെ വർഗീയ ചുവയോടെ അവതരിപ്പിക്കാനും അതിന് വേറൊരു തരത്തിലുള്ള മാനം നൽകാനും ഒക്കെ ശ്രമിച്ച അതേ DYFI ഇന്ന് സ്വീകരിക്കുന്ന നിലപാട് ഇരട്ടത്താപ്പ് അല്ലേ എന്നുള്ളതാണ് ചോദ്യങ്ങൾ വരുന്നത്. എന്തായാലും ഇക്കാര്യത്തിലൊക്കെ നേതാക്കൾ മറുപടി നൽകേണ്ടി വരും. പ്രത്യേകിച്ച് അന്ന് CAA പാസ്സാക്കിയതിൻ്റെ അന്തസ്സത്തയെ ചോദ്യം ചെയ്ത അതേ സംഘടന തന്നെ ഇന്ന് ഈ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കേണ്ടി വരുമ്പോൾ ബംഗ്ലാദേശിൽ ഒരു വംശഹത്യ എന്ന് പറയാവുന്ന രീതിയിലേക്ക് തന്നെ മതന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ പെരുകുന്ന സമയത്ത് അന്ന് സ്വീകരിച്ച നിലപാടുകൾ തെറ്റായിപ്പോയെന്ന് ഉറക്കെ വിളിച്ചു പറയാൻ ഈ സംഘടനകൾ തയ്യാറാക്കുമോ എന്നുള്ളതാണ് ബാക്കിയാകുന്ന പ്രധാനപ്പെട്ട ചോദ്യം. അതെ, അത് വളരെ വ്യത്യസ്തമാണ്. DYFI അടുത്ത കാലത്തൊന്നും ഇങ്ങനെ ഒരു സമരം നടത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം നിർബന്ധിതരാവുകയാണ്. കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായി പലസ്തീൻ വിഷയത്തിലെടുത്ത നിലപാട് എന്താണ് എന്ന ചോദ്യം ചെയ്യലുകൾ വളരെയധികം ഉയർന്നു വരുന്ന ഒരു സാഹചര്യത്തിൽ ഗതികെട്ടിട്ടാണോ ഇത്തരം ഒരു പ്രതിഷേധത്തിലേക്ക് കടക്കുന്നതെന്ന് കൂടി അവരുടെ ഉള്ളിൽ തന്നെ ഒരു ചോദ്യമുണ്ട്, ഇതൊക്കെ ശരിയാണോ ഈ കാണിക്കുന്നത് എന്നുള്ളത്. കാരണം ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രം എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായും സംഘടനയ്ക്കുള്ളിൽ ഉയരുന്ന ആ ചോദ്യങ്ങൾക്ക് ഒരു അറുതി വരുത്താൻ വേണ്ടി കൂടിയാവണം DYFI ഇത്തരം സമരങ്ങളിലേക്ക് ഇറങ്ങുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രജിത്ത്. ഇനി നമുക്ക് വഖഫ് അധിനിവേശത്തിൻ്റെ വാർത്തകളിലേക്ക് പോകണം. വഖഫ് അധിനിവേശം. വഖഫ് വാർത്തകളിലേക്ക് പോകുമ്പോൾ കണ്ണൂർ തളിപ്പറമ്പിൽ വഖഫ് ബോർഡിൻ്റെ നോട്ടീസ് ലഭിച്ചതിന് പിന്നാലെ സ്ഥല ഉടമ ഹൃദയാഘാതം വന്ന് മരിച്ചതായി ആക്ഷേപം. കേരളത്തിൽ സ്ഥിരതാമസമാക്കിയ ആയുർവേദ ഡോക്ടർ വികാസ് മണ്ടോളാണ് കഴിഞ്ഞ മാർച്ചിൽ മരണപ്പെട്ടത്. വഖഫ് ബോർഡിൻ്റെ നോട്ടീസ് വന്നതിന് പിന്നാലെ മാനസിക സമ്മർദ്ദം താങ്ങാനാവാതെയാണ് ഇദ്ദേഹം മരിച്ചത് എന്ന് കുടുംബം പറയുന്നു. വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുന്നു. മിഥുൻ, വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. വഖഫിൻ്റെ നോട്ടീസ് കിട്ടിയതിന് പിന്നാലെ ഹൃദയാഘാതം വന്ന് ഒരു ആയുർവേദ ഡോക്ടർ മരിക്കുന്നു. നമുക്കറിയാം, നമ്മൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീട് അത് എത്ര വലുതായാലും ചെറുതായാലും നമ്മൾ താമസിക്കുന്ന മണ്ണ് നമ്മുടേതല്ല എന്നുള്ള നിലയിലൊരു കത്ത് ഒരു വഖഫ് ബോർഡ് പോലെ വളരെ പ്രധാനപ്പെട്ട അധികാരങ്ങളുള്ള ഒരു ബോർഡിൽ നിന്ന് ലഭിക്കുമ്പോൾ ഉണ്ടാകുന്ന വേദന, ആ വേദന മൂലമാണ് അദ്ദേഹത്തിന് ഹൃദയാഘാതം വന്നത് എന്ന് ആ കുടുംബം പറയുന്നു. അങ്ങനെയല്ലേ മിഥുൻ പിള്ള? വിനോദ്, നമുക്കറിയാം തളിപ്പറമ്പ് മേഖലയിൽ നിരവധി പേർക്കാണ് ഈ വഖഫിന്റെ ഒരു നോട്ടീസ് ലഭിച്ചത്. അത് തളിപ്പറമ്പ് നഗരത്തിലുള്ള ചിലർക്കും അതുപോലെ തന്നെ മന്ന ഭാഗത്തുള്ള ആളുകൾക്കും ഒക്കെ തന്നെ ഈ ഒരു നോട്ടീസ് ലഭിച്ചിട്ടുണ്ട്. ഈ കണ്ണൂർ നഗരത്തിൽ ഉൾപ്പെടെ പലർക്കും ലഭിച്ചിട്ടുണ്ടെങ്കിൽ പോലും പല ആളുകളും ഇതിനെതിരെ രംഗത്ത് വരാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഇതിനിടെയാണ് ഈ വികാസ് മണ്ടോളിന്റെ മരണം ഏറ്റവും ഒരു ശ്രദ്ധേയമാകുന്ന, അല്ലെങ്കിൽ അതൊരു ഈ വഖഫിനെതിരെ ഒരു ശബ്ദമായി മാറുന്നത് അങ്ങനെയാണ്. അതായത്
ഈ തളിപ്പറമ്പ് നഗരത്തിൽ തന്നെ ആയുർവേദ ഡോക്ടറായി ജോലി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു വികാസ് മണ്ഡോൾ. അതിനിടയിലാണ് നിരന്തരം വഖഫിന്റെ ഈ നോട്ടീസ് ഈ വികാസ് മണ്ഡോളിന് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കഴിഞ്ഞ വർഷം തൊട്ട് തുടർച്ചയായി നോട്ടീസ് വന്നു. അപ്പോൾ ഏതാണ്ട് 30 വർഷത്തിലേറെയായി തളിപ്പറമ്പ് മേഖലയിൽ അല്ലെങ്കിൽ കണ്ണൂർ ജില്ലയിൽ താമസിച്ചു വരുന്ന ബംഗാൾ സ്വദേശിയാണ് വികാസ് മണ്ഡോൾ. അദ്ദേഹം കുടുംബപരമായി ഇവിടെ തന്നെ താമസിച്ചു വരുന്ന ഒരു ആളായിരുന്നു. അങ്ങനെ 15 വർഷം മുമ്പ് തളിപ്പറമ്പ് നഗരത്തിൽ ഒരു 5 സെന്റ് സ്ഥലം വാങ്ങി അദ്ദേഹം ഒരു വീട് വെച്ചു. അവിടെ താമസിച്ചു വരുന്നതിനിടയിൽ ഒരു കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ നിരവധിയായ ഈ വഖഫ് ബോർഡിന്റെ നോട്ടീസ് ഇങ്ങനെ അദ്ദേഹത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ഇക്കഴിഞ്ഞ മാർച്ചിലും സമാനമായ രീതിയിൽ ഈ നോട്ടീസ് അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. ഈ നോട്ടീസ് ലഭിച്ചതിന്റെ ആഘാതത്തിൽ സ്വന്തം ഇത്രയും കാലം ഉണ്ടാക്കിയ സമ്പാദ്യം മുഴുവൻ ചിലവഴിച്ചുകൊണ്ടുണ്ടാക്കിയ വീട്ടിൽ നിന്ന് കുടിയിറങ്ങേണ്ടി വരുമോ എന്നൊരു ആശങ്ക അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നാണ് കുടുംബം പറയുന്നത്. ഈ നോട്ടീസ് ലഭിച്ച്, അതായത് ഏറ്റവും അവസാനത്തെ ഒരു നോട്ടീസ് ലഭിച്ച് അടുത്ത ദിവസം തന്നെ അദ്ദേഹം ഹൃദയാഘാതം വന്ന് മരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അത് തന്നെയാണ് കുടുംബം പറയുന്നത്. അദ്ദേഹത്തിന് ഈ ആഘാതം താങ്ങാൻ സാധിച്ചില്ല. കാരണം ഇനിയൊരു പണം കയ്യിലില്ല. ഇത്രയും കാലം ഉണ്ടാക്കിയ സമ്പാദ്യം ഉപയോഗിച്ചുകൊണ്ടാണ് തളിപ്പറമ്പ് നഗരത്തിൽ തുച്ഛമായ സ്ഥലം വാങ്ങി അവിടെ വീട് വെച്ചത്. കഴിഞ്ഞ 10-15 വർഷമായി അവിടെ താമസിച്ചു വരുന്നു. അതിനിടയിൽ ഇങ്ങനെ ഏത് സമയവും കുടിയിറങ്ങേണ്ടി വരും, എപ്പോൾ വേണമെങ്കിലും സ്വന്തം പുരയിടത്തു നിന്ന് ഇറങ്ങേണ്ടി വരുമെന്നൊരു ആശങ്ക ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും ഒരു ഭീതി ഒരു മനുഷ്യനെ സംബന്ധിച്ചുണ്ടാകും. ആ ഭീതിയുടെ ഭാഗമായി തന്നെയാണ് അദ്ദേഹത്തിന് മരണം സംഭവിച്ചതെന്നാണ് കുടുംബം പറയുന്നത്. ഏറ്റവും സങ്കടകരമായ വസ്തുത എന്താണെന്നാൽ ഈ വികാസ് മണ്ഡോളിന്റെ ജോലിയും അദ്ദേഹത്തിന്റെ വരുമാനവും കേന്ദ്രീകരിച്ചായിരുന്നു ആ കുടുംബം ഇത്രയും കാലം മുന്നോട്ട് പോയിരുന്നത്. ഈ നോട്ടീസ് തുടർച്ചയായി നോട്ടീസ് ലഭിച്ചത് ആശങ്കയുടെ ഭാഗമായി അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് സ്ട്രോക്ക് വരുന്നൊരു സാഹചര്യമുണ്ടായി. ഇപ്പോൾ ഈ വികാസ് മണ്ഡോളിന്റെ മരണത്തോടുകൂടി മകൻ വിപ്രജിത്തും അതുപോലെ തന്നെ ഭാര്യയും മാത്രമാണ് വീട്ടിലുള്ളത്. മകൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഡിഗ്രി വിദ്യാർത്ഥിയാണ്. അച്ഛൻ മരിച്ചതോടുകൂടി ഈ കുട്ടിയുടെ മുന്നോട്ടുള്ള പഠനം പോലും പ്രതിസന്ധിയിലാകുന്നൊരു സാഹചര്യമാണുള്ളത്. ബാംഗ്ലൂരിൽ BBA ഏവിയേഷൻ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് വിപ്രജിത്ത്. അദ്ദേഹത്തിന്റെ പഠനം പോലും പ്രതിസന്ധിയിലാകുന്ന ഒരു ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിയിരിക്കുന്നത്. ആ വിദ്യാർത്ഥി തന്നെ നമ്മോട് പറയുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇനി മറ്റൊരു കുടുംബത്തിനും ഇങ്ങനെയൊരു ദുരവസ്ഥ ഉണ്ടാകരുത്. കാരണം ഇത്രയും നാളും താമസിച്ചുകൊണ്ടിരുന്ന വീട്ടിൽ പെട്ടെന്നൊരു ദിവസം നോട്ടീസ് ലഭിച്ച് ആ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരുന്നൊരു സാഹചര്യം അതിനി മറ്റൊരു കുടുംബത്തിനും ഉണ്ടാകരുതെന്നൊരു കാര്യം തന്നെയാണ് ഇന്നലെ നമ്മോട് സംസാരിക്കുമ്പോൾ വിപ്രജിത്തും പറഞ്ഞത്. വിനോദ്, മിഥുൻ, അതോടൊപ്പം തന്നെ ഇതിൽ പറയേണ്ട മറ്റൊരു കാര്യം, കാരണം കിടപ്പാട നഷ്ടപ്പെട്ട് സമരത്തിന് ഇറങ്ങുന്നവരെ ലാൻഡ് മാഫിയയാണ് അല്ലെങ്കിൽ റിസോർട്ട് മാഫിയയാണ് എന്ന് മുദ്രകുത്തി അവരെ കൂടുതൽ നിയമക്കുരുക്കിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം കൂടി ഇപ്പോൾ നിലവിലുണ്ടല്ലോ. അത്തരം കാര്യങ്ങൾ പറഞ്ഞ് മുന്നോട്ട് വരുമ്പോഴും ഇതുപോലെ വഖഫ് അധിനിവേശം കാരണം ജീവൻ പൊലിഞ്ഞു പോയ ഇത്തരം സംഭവങ്ങൾ മറച്ചുപിടിക്കാനും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായ ഒരു ശ്രമം നടന്നു വരുന്നുണ്ടോ? തീർച്ചയായും നമ്മൾ മുനമ്പത്തടക്കം കണ്ട അതേ ഒരു സംഭവ വികാസങ്ങൾ തന്നെയാണ് ഇവിടെയും കണ്ടത്. എന്നാൽ മുനമ്പത്ത് പ്രതിരോധിക്കാനും പ്രതിഷേധിക്കാനും ആളുകൾ രംഗത്തിറങ്ങി. എന്നാൽ ഈ തളിപ്പറമ്പ് പോലെയുള്ള സ്ഥലങ്ങൾ എങ്ങനെയാണ് ഇതിനെതിരെ പ്രതികരിക്കേണ്ടതെന്ന് പോലും അറിയാതെ സ്തംഭിച്ചു നിൽക്കുന്നൊരു സാഹചര്യം തന്നെയാണുള്ളത്. നിലവിൽ ഈ കുടുംബം ഈ വഖഫിന്റെ ഈ ഒരു നോട്ടീസിനെതിരെ കോടതിയെ സമീപിക്കുന്നൊരു സാഹചര്യമാണുള്ളത്. അടിയാധാരങ്ങൾ ഉൾപ്പെടെ എടുത്തുകൊണ്ടവർ മുന്നോട്ട് പോകുന്നു. ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ദുരവസ്ഥയാണെന്ന് ചിന്തിച്ചു നോക്കണം. കാരണം ഈ കുടുംബം ഒരിക്കലും ഇത്തരം കുടുംബങ്ങൾ ഒരിക്കലും ഈ വഖഫിന്റെ ഭൂമി കയ്യേറി താമസിച്ചില്ല. അവർ വില കൊടുത്ത് വാങ്ങിയ ഭൂമിയാണ്. പല ആൾക്കാർക്കും കുടുംബപരമായി കൈമാറി വന്ന ഭൂമിയുണ്ട്. ഇത്തരം ഭൂമിയിൽ നിന്നാണ് കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീട് ഉപേക്ഷിച്ച് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സുപ്രഭാതത്തിൽ ഈ വഖഫ് ബോർഡിന്റെ നോട്ടീസ് ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഏതായാലും തളിപ്പറമ്പിലൊരു വികാസ് മണ്ഡോൾ മരിച്ചു. ഇനി ഇത്തരം നോട്ടീസ് ലഭിച്ചതിന്റെ ആഘാതം താങ്ങാനാവാതെ ആർക്കൊക്കെ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് വരാൻ സാധിക്കുക. കാരണം മറ്റ് വരുമാനങ്ങളൊന്നുമില്ലാതെ ഇതുവരെ സമ്പാദിച്ച തുക മുഴുവൻ ഉപയോഗിച്ച് സ്ഥലവും വീടും ഒക്കെ വാങ്ങി താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ച് വലിയ ആഘാതം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഒരു സുപ്രഭാതത്തിൽ നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കേണ്ടി വരുമോ എന്നൊരു ആശങ്ക ഉണ്ടാക്കുന്നത്.
എന്തായാലും ഈ വികാസ് മണ്ഡോളിന്റെ ഡോക്ടർ വികാസ് മണ്ഡോളിന്റെ മരണത്തിന് ശേഷം ആ കുടുംബം ആകെ ശിഥിലമായി പോയി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ വിദ്യാർത്ഥി തന്നെ പറയുന്നുണ്ട് ഇനി എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് ഞങ്ങൾക്കറിയില്ല, കാരണം ജീവിതം തന്നെ വലിയൊരു പ്രതിസന്ധിയിലേക്ക് നീങ്ങിയ ഒരു സാഹചര്യമാണെന്ന് വികാസ് മണ്ഡോളിന്റെ മകൻ തന്നെയാണ് അവരുടെ വീട്ടിലുണ്ടായിരിക്കുന്നത്. കാരണം ഗ്രഹനാഥനാണ് മരിച്ചത്. മാത്രവുമല്ല, ഇതിൽ ഏറ്റവും ഗുരുതരമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വഖഫ് ബോർഡിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ തെറ്റായ നീക്കങ്ങളിൽ പെട്ട് ജീവൻ പൊലിഞ്ഞുപോയ ഒരു വ്യക്തിയുടെ കാര്യമാണ്. ഇങ്ങനെ നിരവധി ആളുകൾ ഈ വേദനയോടുകൂടി ജീവിക്കുന്നുണ്ട്. നിരവധി ഇങ്ങനെ പുറത്തു വരാത്ത വാർത്തകളുണ്ട്. വഖഫ് മാഫിയ എന്ന് തന്നെ വിളിക്കേണ്ടതില്ല എന്നൊക്കെയാണ് പ്രകാശൻ വേലുക്കുട്ടിയെ പോലുള്ള പ്രേക്ഷകർ. ഇത്തരം സംഭവങ്ങൾ സമരം വേണം. അതെ, ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഇനി എന്ത് വേണമെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി മുന്നോട്ട് നോക്കേണ്ടത്. മിഥുൻ പിള്ളയാണ് വിശദ വിവരങ്ങൾ നൽകിയത്. ഇനി കൊച്ചിയിലേക്ക് പോകുമ്പോൾ ഉപതെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞതിന് പിന്നാലെ മുനമ്പം സമരത്തിന് പിന്തുണയുമായി കോൺഗ്രസ്. ഇന്ന് DCCയുടെ നേതൃത്വത്തിൽ മുനമ്പം ഐക്യദാർഢ്യ സമ്മേളനം നടക്കും. പ്രതിപക്ഷ നേതാവിനെതിരെയും ജനങ്ങളുടെ പ്രതിഷേധം കനക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ നീക്കം. അതേസമയം മുനമ്പം സമരസമിതി നടത്തുന്ന നിരാഹാര സമരം 56ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട്. ജിജീഷ്, ഇതൊരു സമര നാടകം എന്ന് വിളിക്കേണ്ടി വരില്ലേ? കാരണം ഉപതെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ കാത്തിരിക്കേണ്ടി വന്നോ പ്രതിപക്ഷ നേതാവിന് മുനമ്പത്തേക്ക് എത്താനായിട്ട്? ദേവിക, തുടക്കം മുതൽ ഒരു സമര നാടകം തന്നെയാണ് UDF-ഉം LDF-ഉം എല്ലാം ഈ വഖഫ് സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വഖഫ് അധിനിവേശ വിരുദ്ധ സമരത്തിൽ കൈക്കൊണ്ടുള്ള ഒരു സമീപനം എന്ന് പറയുന്നത്. മാത്രമല്ല, പാലക്കാട് അടക്കം ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചാത്തലത്തിൽ ഒരു കാരണവശാലും വഖഫ് ജനതയുടെ അല്ലെങ്കിൽ സമരമിരിക്കുന്ന ആളുകളുടെ പരിസരത്തേക്ക് പോലും എത്താതിരിക്കാൻ കൃത്യമായി ശ്രദ്ധിച്ച ആളുകളാണ് UDF-ന്റെയും LDF-ന്റെയും എല്ലാം തന്നെ നേതാക്കൾ. കാരണം മറുവശത്ത് വലിയ ഒരു വോട്ട് ബാങ്ക് ഉണ്ട്. വഖഫിന്റെ നീക്കങ്ങൾക്ക് എതിരാണ് തങ്ങളെന്നോ അല്ലെങ്കിൽ അധിനിവേശ സമരത്തിന് അവിടെ ഇരിക്കുന്ന ആളുകൾക്ക് അതായത് ഭൂമി നഷ്ടപ്പെടുമെന്ന ഘട്ടത്തിൽ ജീവൻ മരണ പോരാട്ടത്തിലേക്ക് വഴിയാധാരമാകാതിരിക്കാനുള്ള ജീവൻ മരണ പോരാട്ടത്തിൽ നിൽക്കുന്ന ആ ജനതയ്ക്ക് ഐക്യദാർഢ്യം അർപ്പിച്ചു കഴിഞ്ഞാൽ ഭൂമി പിടിച്ചെടുക്കണമെന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. ആ വിഭാഗത്തിന്റെ വോട്ട് തങ്ങൾക്ക് നഷ്ടപ്പെടുമെന്ന് മനസ്സിലാക്കി അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു. അവരുടെ വോട്ടുകൾ ആരെയാണോ തങ്ങൾ പ്രീതിപ്പെടുത്താൻ ശ്രമിച്ചത് അത്തരത്തിലുള്ള ആളുകളുടെ വോട്ടുകൾ കൃത്യമായി തന്നെ പെട്ടിയിലാക്കാൻ കഴിഞ്ഞു എന്ന ഉറപ്പോടുകൂടി വീണ്ടും അവർ മുനമ്പത്തേക്ക് തിരിക്കുന്നു. കഴിഞ്ഞ ദിവസം മുനമ്പത്ത് എത്തിയപ്പോൾ തന്നെ വലിയ പ്രതിഷേധമായിരുന്നു. ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് UDF-ന്റെ കോൺഗ്രസിന്റെ വോട്ട് ബാങ്കായി ആയിരുന്ന തീരദേശ ജനത അതിൽ നിന്ന് മാറി ചിന്തിക്കുന്നു. അവിടെ വലിയ പ്രതിഷേധങ്ങൾ. ഹൈബി ഈഡൻ MP അടക്കം അവിടെ പ്രശ്നത്തിൽ ഇടപെടുന്നില്ല. പ്രതിപക്ഷ നേതാവ് VD സതീശൻ അതിനു മുമ്പ് ഒരിക്കൽ പോലും സമരപ്പന്തൽ സന്ദർശിച്ചിരുന്നില്ല. ഏതാനും ദിവസം മുമ്പ് സമരപ്പന്തലിൽ എത്തിയ സമയത്ത് വലിയ പ്രതിഷേധത്തെ VD സതീശന് നേരിടേണ്ടി വന്നിരുന്നു. നിരവധി ചോദ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു നിവേദനമായിരുന്നു പ്രതിപക്ഷ നേതാവിന് അവർ നൽകിയിരുന്നത്. അതിൽ പ്രധാനമായും പറയുന്നുണ്ട്, എന്താണ് വഖഫ് ഭേദഗതി ബില്ല് പാർലമെന്റിൽ കൊണ്ടുവരുമ്പോൾ നിങ്ങളുടെ നിലപാട്? വരട്ടുവാദങ്ങൾ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ തങ്ങളെ ഇത്തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന നയവുമായി തന്നെ ഇനിയും മുന്നോട്ട് പോകാനാണോ? എന്താണ് നിങ്ങളുടെ സമീപനം? ഇക്കാര്യത്തിൽ വ്യക്തമാക്കണം. ഒരു വശത്ത് തങ്ങളെ പിന്തുണയ്ക്കുകയും അവിടെ വന്നുകൊണ്ട് ഐക്യദാർഢ്യം എന്ന് പറഞ്ഞുകൊണ്ട് പ്രഖ്യാപനം നടത്തുകയും മറുവശത്ത് വഖഫ് അധിനിവേശത്തിന് അനുകൂലമായി നിൽക്കുന്ന ആളുകളുടെ സമരപന്തലിലെത്തുകയും അവരുടെ വേദികളിലെത്തി വഖഫിന് അനുകൂലമായി സംസാരിക്കുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പ് സമീപനം ഇനി വേണ്ടതില്ല എന്ന കാര്യം അവർ കൃത്യമായി തന്നെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. അവിടെ VD സതീശനും ഹൈബി ഈഡനും എത്തിയതിന്റെ തൊട്ടു തലേ ദിവസമായിരുന്നു ഹൈബി ഈഡന്റെ കോലം ആ ജനത കത്തിച്ചത്. കടപ്പുറത്ത് വെച്ച് അവർ പ്രതിഷേധ സൂചകമായി കത്തിക്കുകയും ചെയ്തത്. അങ്ങനെ പ്രതിഷേധം തങ്ങൾക്ക് നേരെ കനക്കുന്നു. വലിയ തോതിൽ അത് നീങ്ങുമെന്ന് മനസ്സിലാക്കിയപ്പോൾ മാത്രമാണ് തണുപ്പിക്കാൻ അവിടെ എത്തിയത്. എന്നാൽ ആ സമരപ്പന്തലിലുണ്ടായിരുന്ന ഭൂരിഭാഗം സമരക്കാരും അതിൽ നിന്ന് വിട്ടുനിന്നു. അവിടെ റിലേ നിരാഹാരം ഇരുന്ന ആളുകൾ പോലും ഈ പ്രതിപക്ഷത്തെ തങ്ങൾക്ക് കാണേണ്ട. കാരണം അവർ ഒരു ഘട്ടത്തിലും തങ്ങൾക്ക് പിന്തുണയുമായി എത്തിയ ആളുകളല്ല. കോൺഗ്രസ്സുകാരാണെങ്കിലും CPM-കാരാണെങ്കിലും UDF മറ്റ് ഘടകകക്ഷികളടക്കം UDF-ഉം LDF-ഉം ആണെങ്കിലും ഇക്കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള പിന്തുണയും തങ്ങൾക്ക് നൽകിയിട്ടില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് തന്നെ അവർ ആ സമരപ്പന്തലിൽ നിന്ന് മാറി നിൽക്കുകയും ഏതാനും പേർ മാത്രമാണ് ആ സമരപ്പന്തലിൽ ഉണ്ടാവുകയും എല്ലാം ചെയ്തത്. ആ ഒരു പ്രതിഷേധത്തിന്റെ സാഹചര്യത്തിൽ പോലും വീണ്ടും ആണ് UDF ഇക്കാര്യത്തിൽ പിന്തുണയ്ക്കുന്നു എന്ന് വരുത്താൻ വേണ്ടി ഒരു ഐക്യദാർഢ്യ സദസ്സ് കൂടി ഇന്ന് എറണാകുളത്ത് വൈകുന്നേരം ഇത്തരത്തിൽ സംഘടിപ്പിക്കുന്നത്. അത് പ്രതിഷേധം കനക്കുന്നു. മുനമ്പത്തെ ജനത മാത്രമല്ല കേരളത്തിന്റെ പല ഭാഗങ്ങളിലും തങ്ങൾക്കെതിരെ എതിർപ്പുകൾ ഉണ്ടാകുന്നു. സൗകര്യപൂർവ്വം ഉപതെരഞ്ഞെടുപ്പ് എത്തിയപ്പോൾ മുനമ്പത്തെ മറന്നുകൊണ്ട് പ്രവർത്തിച്ചതിന് ശേഷം ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ ഇത്തരത്തിൽ അവിടേക്ക് എത്തുന്നത്
ഈ സമരസമിതിയിലെ അംഗങ്ങളെല്ലാം ആ കാര്യത്തിൽ കൃത്യമായ നിലപാട് നേരത്തെ തന്നെ അറിയിച്ചൊരു സാഹചര്യം കൂടിയുണ്ട്. ദേവിക, നമുക്ക് ഡൽഹിയിലേക്ക് വീണ്ടും പോകാം. കർഷക പ്രക്ഷോഭത്തെ സംബന്ധിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുണ്ട്. ഒരു വിഭാഗം കർഷക സംഘടനകൾ ആഹ്വാനം ചെയ്ത ഡൽഹി ചലോ മാർച്ചിൽ ഭിന്നത. ഡൽഹിയിലേക്ക് മാർച്ച് നടത്തേണ്ടതില്ല എന്ന നിലപാടിലാണ് BKU നേതാവ് രാകേഷ് ടിക്കായത്ത്. കേന്ദ്ര സർക്കാർ ഇന്ന് ചർച്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ നാളെ ഡൽഹി മാർച്ച് നടത്തുമെന്ന് സംയുക്ത കിസാൻ മോർച്ച അറിയിച്ചു. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, ഡൽഹിയിൽ കർഷക മാർച്ച് എന്ന പേരിൽ നടക്കുന്ന സമര കോലാഹലങ്ങളൊക്കെ നമ്മൾ കാണുന്നതാണ്. കഴിഞ്ഞ ദിവസം മാർച്ച് നടത്തിയവരെ ബാരിക്കേഡ് വെച്ച് തടയുന്നു. പക്ഷേ ബാരിക്കേഡും കടന്ന് നിയമം ലംഘിച്ച് മുന്നോട്ട് പോകാൻ അവർ ശ്രമം നടത്തുന്നു. അപ്പോഴാണ് രാകേഷ് ടിക്കായത്തിനെ പോലെ വളരെ പ്രധാനപ്പെട്ട കർഷക നേതാവ്, BKU നേതാവ് പറയുന്നത് ഇപ്പോൾ ഡൽഹി മാർച്ചിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്നു. പക്ഷേ സംയുക്ത കിസാൻ മോർച്ച മാർച്ച് നടത്തണം എന്നുള്ള നിലപാടിലാണ്. കേന്ദ്ര സർക്കാർ ചർച്ചയ്ക്ക് വന്നില്ല എങ്കിൽ മാർച്ച് നടത്തുമെന്നും അവർ പറയുന്നു. അപ്പോൾ ഈ വിഷയത്തിൽ, ഡൽഹി മാർച്ചുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കർഷക സംഘടനകൾക്കിടയിൽ ഒരു ഭിന്നത രൂപപ്പെടുന്നു. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഗൗതം അനന്തനാരായണൻ. വിനോദ, ഇന്നലെയാണ് ഡൽഹി ചലോ മാർച്ച് ഈ ഒരു വിഭാഗം കർഷക സംഘടനകൾ സംഘടിപ്പിച്ചത്. പഞ്ചാബിൽ ഇപ്പോൾ റോഡ് തടഞ്ഞുകൊണ്ട്, ദേശീയപാത ഉപരോധിച്ചുകൊണ്ട് ഏതാണ്ട് 1 വർഷത്തിന് മുകളിലായി നടന്നുകൊണ്ടിരിക്കുന്ന സമരം, ആ സമരത്തിൽ പങ്കെടുക്കുന്ന ഏതാണ്ട് 101ഓളം കർഷകർ ഡൽഹിയിലേക്ക് മാർച്ച് നടത്തുമെന്നതായിരുന്നു ആഹ്വാനം. പക്ഷേ ഹരിയാന പഞ്ചാബ് അതിർത്തിയിൽ തന്നെ പോലീസ് ബാരിക്കേഡ് വെച്ച് ഇത് തടഞ്ഞു. മാത്രമല്ല അതിന് വലിയൊരു പിന്തുണ ലഭിച്ചിരുന്നില്ല. നമുക്കറിയാം, ഈ 2020-21 കാലത്ത് ഡൽഹിയിൽ ഇവർ കർഷക സമരം എന്ന പേരിൽ വലിയ സമരം സിംഗു അതിർത്തിയിൽ നടത്തുന്ന ഘട്ടത്തിൽ അതിന് പിന്തുണ പല ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. അതിന് രാജ്യവിരുദ്ധ സംഘടനകളുടെ വലിയ ഫണ്ടിങ് ആ സമരത്തിന് ഉണ്ടായിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. മാത്രമല്ല, അടുത്ത കാലത്ത് ഈ സമരത്തിന് നേതൃത്വം നൽകിയ കർഷക നേതാക്കൾ പറഞ്ഞത് അത് കോൺഗ്രസ് സ്പോൺസർ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ അന്ന് അങ്ങനെ ഒരു സമരം നടത്തിയത്. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പക്ഷേ അതൊന്നും മുതലാക്കാൻ കോൺഗ്രസിന് പറ്റിയില്ല എന്ന് ചില കർഷക നേതാക്കൾ പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം പൊളിഞ്ഞു വീഴുകയാണ്. ഇത് യഥാർത്ഥ കർഷക സമരമല്ല എന്നും കോൺഗ്രസിന് വേണ്ടിയും അതല്ലെങ്കിൽ സിഖ് ഭീകരവാദികൾക്ക് വേണ്ടിയൊക്കെ നടന്നിരുന്ന സ്പോൺസർ ചെയ്ത് നടപ്പാക്കിയ ഒരു ഡ്രാമയാണ് അവിടെ നടന്നത് എന്നത് സംബന്ധിച്ചുള്ള ധാരാളം വാർത്തകൾ കഴിഞ്ഞ ഒരു 1-2 വർഷത്തിനിടയിൽ പുറത്തു വന്നു. അതിനാൽ തന്നെ ഇതിന് പഴയ പോലൊരു പിന്തുണയോ സ്വീകാര്യതയോ ഒന്നുമില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. അതിനാൽ ഇന്നലത്തെ ഈ ഡൽഹി ചലോ മാർച്ചിലും കാര്യമായ പങ്കാളിത്തമൊന്നും ഉണ്ടായിരുന്നില്ല. ഈ സമരത്തിൽ പങ്കെടുത്തത് ഏതാണ്ട് 100 കർഷകർ മാത്രമാണ്. അവരെ അവിടെ വെച്ച് തന്നെ പോലീസ് തടയുകയും ചെറിയൊരു സംഘർഷമൊക്കെ അവിടെ ഉണ്ടായി. ഇന്നിപ്പോൾ കേന്ദ്ര സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാകണം, ഇല്ലെങ്കിൽ നാളെ വീണ്ടും ഇന്നലെ നടത്തിയതുപോലെ വീണ്ടും മാർച്ച് നടത്താൻ ശ്രമിക്കുമെന്നൊരു വിഭാഗം നേതാക്കൾ പറയുന്നുണ്ട്. അപ്പോഴും ഈ രാകേഷ് ടിക്കായത്തിനെ പോലുള്ള മറുഭാഗം ഭാരത് കിസാൻ യൂണിയന്റെ പ്രമുഖ നേതാവും ഈ 2020 ഡൽഹിയിൽ നടന്ന കർഷക സമരത്തിന്റെ നേതാവുമാണ് രാകേഷ് ടിക്കായത്ത്. രാകേഷ് ടിക്കായത്ത് ഇപ്പോൾ പറയുന്നത് ഇങ്ങനൊരു മാർച്ചിന്റെ ആവശ്യം ഇപ്പോഴില്ല എന്നുള്ളതാണ്. കാരണം ഉത്തർപ്രദേശിൽ, പ്രത്യേകിച്ച് പശ്ചിമ ഉത്തർപ്രദേശിൽ കിസാൻ പഞ്ചായത്തുകൾ നടത്താറുണ്ട്. ആ കിസാൻ പഞ്ചായത്താണ് ഔദ്യോഗികമായി കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. അവരുടെ സമരം UP സർക്കാരിനെതിരെയാണ്. അതിനാൽ രാജ്യ തലസ്ഥാനത്ത് ഇപ്പോൾ ഒരു മാർച്ച് നടത്തേണ്ട ആവശ്യമില്ല എന്ന് രാകേഷ് ടിക്കായത്ത് പറയുന്നു. എന്നാൽ രാകേഷ് ടിക്കായത്തിനെ എതിർത്തുകൊണ്ട് കേന്ദ്ര സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ തങ്ങൾ ഡൽഹി ചലോ മാർച്ചുമായി മുന്നോട്ട് പോകുമെന്ന് മറുവിഭാഗം പറയുന്നുണ്ട്. അങ്ങനെ ആകെ ഒരു ആശയക്കുഴപ്പം ഇപ്പോൾ സംഘടനകളുടെ നമ്മൾ കർഷകരാണോ എന്ന് പോലും സംശയിച്ച് പോകേണ്ടി വരും. കാരണം സമരങ്ങൾ ചെയ്യുന്നവർ കർഷകരാണോ മറ്റാരെങ്കിലും ആരോ? അത് തന്നെയാണ് പ്രേക്ഷകരും അത് പറയുന്നുണ്ട്. ഹനീഫ എന്ന് പറയുന്ന ഒരു പ്രേക്ഷകൻ പറഞ്ഞിരിക്കുന്നു, പണം പറ്റി വീണ്ടും കർഷക ഡ്യൂപ്ലിക്കേറ്റ് നേതാക്കൾ എന്നാണ്. അപ്പോൾ ഇത്തരത്തിൽ പ്രേക്ഷകർക്കും നമ്മുടെ സാധാരണക്കാരായ ആളുകൾക്കും ഒക്കെ അറിയാം ഇതിലുള്ളൊരു വിശ്വാസ്യത നഷ്ടപ്പെടുകയാണ്. നേരത്തെ ഗൗതം സൂചിപ്പിച്ചതാണല്ലോ, കോൺഗ്രസിന് വേണ്ടിയിട്ടാണ് ആ മാർച്ച് നടത്തിയത് എന്ന് പറയുന്നു. അല്ലാതെ കർഷകരുടെ ആവശ്യങ്ങൾ നേടാൻ വേണ്ടിയല്ല, ഏതെങ്കിലും രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ കർഷകരുടെ പേരിൽ. അത് കർഷക നേതാക്കൾ തന്നെ, നയിച്ച കർഷക നേതാക്കൾ തന്നെ തുറന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിൽ എത്രത്തോളം പ്രസക്തിയുണ്ട് ഈ സമരത്തിന് എന്നത് നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. ഒരു സ്ഥലത്ത് ഇത്തരം പ്രക്ഷോഭങ്ങൾ നടക്കുമ്പോൾ നമുക്ക് പാലക്കാട്ടേക്ക് പോകുമ്പോൾ അവിടെ ചില കർഷകർ വലിയൊരു മാജിക്ക് തീർത്തിരിക്കുകയാണ്. സാധാരണ പച്ചവെള്ളത്തിലിട്ട് വേവിക്കാൻ കഴിയുന്ന അരിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു അരിയുണ്ട്, മാജിക് റൈസ് എന്ന അക്നോബോറയാണ്. അടുപ്പും തീയും ഒന്നുമില്ലാതെ ചോറാക്കാൻ പറ്റുന്ന അരി. പടിഞ്ഞാറൻ അസമിലെ ഈ നെല്ലിനം പാലക്കാട് വിജയകരമായി കൃഷി ചെയ്തിരിക്കുകയാണ് അത്താച്ചി ഗ്രൂപ്പിന്റെ ഫാമിൽ. മാജിക് റൈസിനെ കുറിച്ച് അരുൺ ആലത്തൂർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ഇനി.
പച്ചവെള്ളത്തിൽ വേവിക്കാൻ കഴിയുന്ന അരി കേൾക്കുമ്പോൾ തന്നെ ഒരു കൗതുകം ഉണ്ടാവും. എന്തായാലും ഈ കിഴക്കൻ അസമിലും മറ്റും വ്യാപകമായി കൃഷി ചെയ്യുന്ന മാജിക് റൈസാണ് ഇത്തരത്തിൽ പച്ചവെള്ളത്തിൽ വേവിച്ച് എടുക്കാൻ സാധിക്കുന്നത്. അതിപ്പോൾ പാലക്കാട് പട്ടത്തലച്ചിയിലുള്ള അത്താച്ചി ഗ്രൂപ്പിന്റെ ഫാമിൽ അവർ വിജയകരമായിട്ട് കൃഷി ചെയ്തിരിക്കുകയാണ്. എനിക്ക് മുന്നിൽ ഇവിടെ ആ ഒരു റൈസ് നമുക്ക് കാണാൻ സാധിക്കും. കൃത്യം 30 മുതൽ 45 മിനിറ്റിനുള്ളിൽ ഇത് പച്ചവെള്ളത്തിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ വേവിക്കാൻ കഴിയുമെന്നുള്ളതാണ് അഗോനി ബോറ എന്നു പേരുള്ള ഈ ഒരു മാജിക് റൈസിന്റെ പ്രത്യേകത എന്നുള്ളതാണ്. മാത്രമല്ല ഈ റൈസ് ചുടുവെള്ളത്തിലിട്ട് നമ്മൾ വയ്ക്കുകയാണെങ്കിൽ 15 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് വേവിക്കാൻ കഴിയും എന്നുള്ളതാണ്. നമുക്കിപ്പോൾ അത്താച്ചി ഗ്രൂപ്പിന്റെ ചെയർപേഴ്സണും അതുപോലെ തന്നെ MD ചേരുന്നുണ്ട്. എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഉദ്യമത്തിലേക്ക് എത്തിയത്? ഈ ഒരു റൈസ് ഇവിടെ പാലക്കാട്ടെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് റൈസുകൾ ഉള്ള ഒരു ഭാഗമാണ്. അപ്പം ഇത്തരം ഒരു റൈസിലേക്ക് ഇവിടെ കൾട്ടിവേറ്റ് കൃഷി ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് എങ്ങനെയാണ് എത്തിയത്? അത്താച്ചി ഫാംസ് പറയുന്നത് തന്നെ നമ്മളൊരു ജൈവ കൃഷിയായിട്ട് ഓർഗാനിക് ഫാർമിംഗ് ഇല്ലാതെ ഋഷി കൃഷി വേദിക് പ്രാക്ടീസസ് ഒക്കെ ഫോളോ ചെയ്യുന്ന ഒരു ഫാംസാണ്. പിന്നെ നമ്മളുടെ ഒരു വലിയ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ നേറ്റീവ് വെറൈറ്റീസ് ഓഫ് റൈസ് ഫ്രം അക്രോസ് ഇന്ത്യ അക്രോസ് ദ വേൾഡ് നമുക്കൊരു പ്രിസർവ് ചെയ്യണം. അങ്ങനെ കണ്ടെത്തിയ ഒരു വെറൈറ്റിയാണ് ഈ അഗോനി ബോറ റൈസ്. ആസാമിൽ നിന്ന് കൊണ്ടുവന്ന് നമ്മൾ ഇവിടെ പരീക്ഷിച്ചിട്ട് എക്സ്പെരിമെൻറ്റ് ചെയ്ത് സക്സസ് ആയത്. ഇതുവരെ നമ്മളിങ്ങനെ 37 വെറൈറ്റി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊരു വ്യത്യസ്തമായ വെറൈറ്റി ആയ കാരണം കുറച്ചുകൂടെ ഇതിന് ഒരു പോപ്പുലാരിറ്റി കിട്ടിയിട്ടുണ്ട്. നമ്മളുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഒരു 365 വെറൈറ്റീസ് ഓഫ് നേറ്റീവ് റൈസ് എങ്കിലും ഇവിടെ നമ്മളുടെ അത്താച്ചി ഫാംസിൽ സക്സസ്ഫുൾ ആയിട്ട് ഹാർവെസ്റ്റ് ചെയ്ത് അതിൻ്റെ ഒരു റൈസ് മ്യൂസിയമും ഇവിടെ ഒരു സ്ഥാപനം ചെയ്യാനിട്ടാണ്. അതിൻ്റെ ഒരു ഇതിൽ വന്നത് അഗോനി ബോറയും. ഈ ഒരു റൈസിനെ കുറിച്ച് പറയുമ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു രീതി, ഇതിൻ്റെ പ്രത്യേകതകൾ? പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഇങ്ങനത്തെ ഒരു റൈസ് ഉണ്ടെങ്കിൽ നമുക്ക് ഫ്യൂവലിൻ്റെ ഒരു ആവശ്യമില്ല. അപ്പോൾ ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആയാലും ശരി, അല്ലെങ്കിൽ ഒരു നമ്മൾ ട്രാവൽ ആകുമ്പോഴും ഇറ്റ്സ് എ വെരി യൂസ്ഫുൾ റൈസ്. ഇതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ഒരു ജെലറ്റീനസ് കണ്ടന്റ് ഉണ്ട്. ആ കാരണം ഒരു സ്റ്റിക്കി രൂപവും ഉണ്ടാവും അതിൻ്റെ, വിച്ച് ഇസ് വെരി ടിപ്പിക്കൽ ഓഫ് ഈസ്റ്റ് ഏഷ്യൻ റൈസ് വെറൈറ്റീസ്. പിന്നെ ഇറ്റ്സ് ഇസ് നൈസ്, ഇറ്റ്സ് വെരി ടേസ്റ്റി. കാരണം നമ്മൾ ഈ 3 ദിവസമായിട്ട് ഇത് തന്നെ കഴിക്കുന്നുണ്ട്. സോ ഇറ്റ്സ് എ വെരി ടേസ്റ്റി റൈസ് ഓൾസോ. ആൻഡ് ഒരുപാട് എക്സ്പെരിമെൻറ്റ് ചെയ്യാം. ഇത് വെച്ചിട്ട് നമുക്ക് പായസം പോലെ ആക്കാം, അല്ലെങ്കിൽ നമുക്ക് കേർഡ് റൈസ് ആക്കാം. അത് ട്രൈ ചെയ്തു ഓൾറെഡി. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്സ് വി ക്യാൻ യൂസ് ഇൻ കേരള ക്വിസിൻ ഓൾസോ. ഒരു പൊന്നിയുടെ ഒരു സൈസായത്. ആൻഡിയാ ഇവ കൃഷി ചെയ്യുമ്പോൾ വലിയ ഒരു പ്രയാസം ഉണ്ടായിരുന്നു. അതായത് സാധാരണ നമുക്ക് പാലക്കാട് മറ്റ് വെറൈറ്റികൾ കൃഷി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്നുള്ളത് അതിൻ്റെ കാലാവസ്ഥയുടെ പ്രശ്നം ഉണ്ടാവാറുണ്ട്, അതുപോലെ തന്നെ പെസ്റ്റുകളുടെ ആക്രമണം ഉണ്ടാവാറുണ്ട്. അങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു? അല്ല, പാലക്കാട് സംബന്ധിച്ച് ഇല്ല. ബിക്കോസ് നമ്മൾ ഇവിടുത്തെ റൈസ് ഗ്രാനറി എന്ന് പറയുന്ന ഒരു സ്ഥലമല്ലേ. അപ്പോൾ ഇവിടുത്തെ സോയിൽ ഭയങ്കര കൺഡ്യൂസീവാണ് നമുക്ക് ഇങ്ങനത്തെ റൈസസ് ഗ്രോ ചെയ്യാൻ. അതാണ് ഞങ്ങളുടെ ഒരു ഇനിഷ്യേറ്റീവ്. അത് നമുക്ക് ഗ്രോ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാനുള്ള ഒരു സപ്പോർട്ട് വേണമെന്ന് വെച്ചാൽ ഇതായിരുന്നു നമ്മുടെ ഇവിടുത്തെ സോയിൽ, അപ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റും. അപ്പോൾ ഇത് ഞങ്ങൾ വെച്ചപ്പോൾ ഞങ്ങൾക്ക് വി വർ ഷുവർ, ഓൾമോസ്റ്റ് ഷുവർ ഇത് വരുന്ന ഞങ്ങൾക്കൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അത് വന്നപ്പോൾ വളരെ ഒരു സന്തോഷമാണ്. ആൻഡ് ഇവിടെ പ്രത്യേകിച്ച് ഇത് ഗ്രോ ചെയ്യാൻ അങ്ങനെ ഒരു പ്രോബ്ലം ഒന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ യൂഷ്വലി നമ്മൾ എല്ലാ റൈസും ഗ്രോ ചെയ്യുന്ന പോലെ തന്നെ ഇതും ഉണ്ടായിരുന്നു. 37 വെറൈറ്റി ഞങ്ങൾ ഇതിവിടെ ട്രൈ ചെയ്തിട്ടുണ്ട്. നേറ്റീവ് റൈസസ് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ കൺട്രി. പഞ്ചാബിലിരുന്നുണ്ട്, പിന്നെ ആസാമിലിരുന്നൊരു ജോഹ ഒക്കെ ഉണ്ട്, രാംലി ഉണ്ട്, കാലാബെട്ടി ഉണ്ട്, പിന്നെ ജീരകശമ്പ, കുറേ ട്രൈ ചെയ്തത് അവിടെ. ആൻഡ് ദി സോയിൽ ഹാസ് ബീൻ വെരി ഗുഡ്. അപ്പോൾ ഈ സോയിലിൻ്റെ ആ ഗുണം കാരണം ഇങ്ങനത്തെ റൈസ് നമുക്ക് വന്നതിൽ അങ്ങനെ വലിയൊരു അത്ഭുതമില്ല. പക്ഷേ യെസ്, ദ റൈസ് ഇറ്റ് സെൽഫ് ഇസ് വെരി മാജിക്കൽ. നമ്മൾ നേരത്തെ ഇത് പല ആർട്ടിക്കിളുകളോ ഒക്കെ വായിച്ചൊക്കെ കേട്ടിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അത് നമ്മൾ കൃഷി ചെയ്ത് അത് കൃത്യമായിട്ട് ഇത്ര പെട്ടെന്ന് വേവിക്കേണ്ട രീതിയിൽ വരുന്നത് പച്ചവെള്ളത്തിൽ. അപ്പോൾ അതൊരു അത്ഭുതമായിട്ട് തോന്നി. ആക്ച്വലി ഞങ്ങളിത് കഴിച്ച റൈസാണ്. ഞാനും എൻ്റെ ബ്രദറും ഞങ്ങൾ ആസാമിലുണ്ടായിരുന്നു. അപ്പോൾ ആസാം ഹിസ്റ്ററിയിൽ ഒരു ചാപ്റ്ററിൽ ഇത് ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ കണ്ടത് ആ അത്ഭുതം ഞങ്ങൾ കഴിച്ചിട്ടുണ്ട്. ബിക്കോസ് ഈ അഹോംസ് എന്ന് പറയുന്ന ഒരു നേറ്റീവ് അവിടുത്തെ റൂലേഴ്സ് വാരിയേഴ്സ് ആയിരുന്നു. അപ്പോൾ അവർ ആ മൗണ്ടനസ് റീജിയൻസാണ്. ആസാം എന്ന് പറയുമ്പോൾ മൗണ്ടൻസ് കുറേ ഉണ്ട്. അപ്പോൾ അവർ അവിടെ പോകുമ്പോൾ അങ്ങനെ എക്സ്പ്ലോർ ഒക്കെ ചെയ്യുമ്പോൾ ഈ റൈസ് കൊണ്ടുപോയായിരുന്നു. ബിക്കോസ് ഈ റൈസ് മാത്രം കൊണ്ടുപോയാൽ മതിയല്ലോ, പിന്നെ സ്പ്രിംഗ് വാട്ടേഴ്സ് ഉണ്ടാവും, അത് അവർക്ക് അവിടെ വേണമെങ്കിൽ കുക്ക് ചെയ്ത് കഴിക്കാം. എന്താ പറയുക, ഒരു റൊമാൻസോ വണ്ടറോ ഓഫ് ദാറ്റ് എൻറ്റയർ
എൻറ്റയർ പീരിയഡ് ആ എര നമുക്ക് ഇനിയിപ്പോൾ ഇതാ ഇവിടെ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റി. അത് വളരെ സന്തോഷം. കേരളം പ്രളയമൊക്കെ ഉണ്ടാകുന്ന നാടാണ്, അപ്പം അത്തരം ഒരു സാഹചര്യത്തിൽ ഇങ്ങനത്തെ ഒരു റൈസിൻ്റെ ഒരു ആവശ്യകതയൊക്കെ വളരെ അതാണ് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞത്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ വളരെ ഉപകാരമുള്ള ഒരു വെറൈറ്റി റൈസാണ്. പിന്നെ ദീപ പറഞ്ഞ പോലെ നാഷണൽ മറ്റല്ല, നമ്മൾ ഇൻ്റർനാഷണൽ ടൈപ്പ് തായ്ലൻഡിൻ്റെ ജാസ്മിൻ റൈസ് അതും ഇവിടെ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്. ഈ ഒന്ന് മനസ്സിലായി, പാലക്കാടിൻ്റെ ഈ മണ്ണിൽ എന്ത് വെറൈറ്റി വേണമെങ്കിലും വരും, ഹാർവെസ്റ്റും ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഹൈറ്റും കുറവാണ്, ഒരു 3 അടി വരെ ഒക്കെ തന്നെ വരും. അത് നമ്മളുടെ ഈ കാറ്റ് വന്നാലും ഇറ്റ് വിൽ നോട്ട് എഫക്റ്റ് ഇറ്റ്. അപ്പോൾ ആ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് ഇങ്ങനത്തെ ഒരു ചെറിയ ചെറിയ ഹൈറ്റിൻ്റെ റൈസിന്. പിന്നെ നമ്മൾ 145 ഡേയ്സ് ആയിരുന്നു. അത് മാത്രമല്ല ഈ റൈസിൻ്റെ ഗുണങ്ങളും കുറേയുണ്ട്. ഇത് എനർജി ബൂസ്റ്റിംഗ് റൈസാണ്. സോ മിക്കവാറും നമുക്ക് ഈ സ്പോർട്സ് പീപ്പിൾ, ഫാമേഴ്സ് ഇവരൊക്കെ കഴിച്ചാൽ നല്ല ശക്തി ഉണ്ടാവും, പിന്നെ ഇമ്മ്യൂണിറ്റി ഉണ്ട്. ആൻഡ് ഇതിൻ്റെ ന്യൂട്രിറ്റീവ് ഗുണങ്ങളും നല്ല ബെനിഫിഷ്യലാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ജസ്റ്റ് മാജിക് ഇതിൻ്റെ മാത്രമല്ല, ഞാൻ അതാണ് പറയുന്നത്, ഇതിൻ്റെ ന്യൂട്രിറ്റീവ് വാല്യൂ ഇസ് ഓൾസോ ഈക്വലി മാജിക്കൽ. കാരണം ബോയിലിംഗ് പ്രോസസ്സിൽ കുറച്ച് ന്യൂട്രിറ്റീവ് വാല്യൂ നമ്മൾ കുറയും റൈസിൻ്റെ, പക്ഷേ ഇതിൽ ആ ഒരു പ്രശ്നമില്ല. വിപണനം എങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നത്? ഇത് വന്നിട്ട് നമ്മളൊരു എക്സ്പെരിമെൻറ്റ് ബേസിസിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, കമേഴ്ഷ്യൽ ആക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് കാരണം ഇതിൻ്റെ ഈൽഡും കുറവാണ്, പിന്നെ ഇതിൻ്റെ പ്രോസസ്സും ഓർഗാനിക് ആയ കാരണം ഇറ്റ് വിൽ ബി ഇൻ ദി ഒരു ലക്ഷറി എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഒരു റയർ ബ്രീഡ് ആയ കാരണം അങ്ങനത്തെ ഒരു റേറ്റിംഗിൽ വി വിൽ ഓൾസോ സ്റ്റാർട്ട് സെല്ലിംഗ് ഇറ്റ്. ഇതുവരെ എത്ര റൈസാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്? ഇതുവരെ 37 വെറൈറ്റീസ് ട്രൈ ചെയ്തു നമ്മൾ. 37 സക്സസ്ഫുൾ വെറൈറ്റീസ്, 1-2 ഇറ്റ് ഹാസ് ഓൾസോ ബീൻ അൺസക്സസ്ഫുൾ, പക്ഷേ 37 വെറൈറ്റീസ് സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ ഹാർവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. 360 എണ്ണം ചെയ്യാനുള്ള ഒരു പ്ലാൻ. 365, പക്ഷേ ഇന്ത്യയിൽ ഒരുപാടുണ്ട്, ആയിരക്കണക്കിലാണ്. നമ്മളുടെ ആദ്യത്തെ ചടങ്ങ് 365, പിന്നെ നോക്കാം. വളരെ നന്ദി. 365ഓളം നെല്ലിനങ്ങൾ കൂടെ ഈ ഒരു ഗ്രൂപ്പിൻ്റെ ഇവരുടെ കൃഷി സ്ഥലത്ത് പരീക്ഷിക്കാനുള്ള ഒരുക്കത്തിലാണ് അത്താച്ചി ഗ്രൂപ്പ്. ഒപ്പം തന്നെ ഒരു റൈസ് മ്യൂസിയം ഉൾപ്പെടെ ഇവിടെ സെറ്റ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണെന്നുള്ളതാണ് ഇതിൻ്റെ ഓണർമാർ വ്യക്തമാക്കുന്നത്. PR മനൂപിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്. അടുക്കളയിലൊക്കെ പരീക്ഷിക്കാവുന്നതാണ്. വിനോദിനും പരീക്ഷിക്കാം അല്ലേ, നമുക്ക് സ്ത്രീ പുരുഷൻ അങ്ങനെ ഇല്ലല്ലോ. മാത്രവുമല്ല വളരെ പ്രയോജനകരമായ ഒരു ക്രിയാത്മകമായ ഒരു കണ്ടുപിടുത്തമാണ് പാലക്കാട് നിന്നുണ്ടായിരിക്കുന്നതെന്ന് കൂടി ഒരു അവസരത്തിൽ പറയേണ്ടതുണ്ട്. സമയം 8 മണിയായിരിക്കുന്നു. നമുക്ക് പ്രധാന തലക്കെട്ടുകൾ ഒന്നുകൂടി നോക്കാം. സ്മാർട്ട് സിറ്റി പദ്ധതിക്ക് പിന്നിൽ ഭൂമി കച്ചവടം, ടീകോമിന്റെ റിയൽ എസ്റ്റേറ്റ് താൽപ്പര്യങ്ങൾക്ക് കൂടുതൽ തെളിവ്. പദ്ധതിയെ പാതിവഴിയിലാക്കിയത് ഭൂമി വിൽപ്പനയിലെ തടസ്സങ്ങൾ വ്യക്തമായതോടെ. ജനം ബ്രേക്കിംഗ്. മലബാർ ദേവസ്വം ബോർഡിൽ അതിരുകടക്കുന്ന ആചാര ലംഘനങ്ങൾ. ലോകനാർക്കാവ് ക്ഷേത്രത്തിലെ ആചാര ലംഘനങ്ങൾക്കെതിരെ പ്രതിഷേധവുമായി ഭക്തജനങ്ങൾ. തിങ്കളാഴ്ച നാമജപ ഘോഷയാത്ര. വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് സ്വമേധയാ എടുത്ത കേസ് ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അക്കൗണ്ടന്റ് നേരിട്ട് ഹാജരാകണം. കോടതി ആവശ്യപ്പെട്ടത് ജൂലൈ മുതൽ ദുരന്ത നിവാരണ ഫണ്ടിൽ ഉൾപ്പെട്ട തുക, കേന്ദ്രം അധികമായി അനുവദിച്ച ഫണ്ട് തുടങ്ങിയ വിവരങ്ങൾ. കണ്ണൂർ തളിപ്പറമ്പിൽ സ്ഥല ഉടമ ഹൃദയാഘാതത്താൽ മരിച്ചത് വഖഫ് ബോർഡിന്റെ നോട്ടീസ് ലഭിച്ചതിന് പിന്നാലെയെന്ന് കുടുംബം. മരണപ്പെട്ടത് ആയുർവേദ ഡോക്ടർ വികാസ് മണ്ടോൾ. വഖഫ് അധിനിവേശത്തിനെതിരെ മുനമ്പത്ത് നിരാഹാര സമരം 56ാം ദിനത്തിലേക്ക്. കർഷക സംഘടനകൾ ആഹ്വാനം ചെയ്ത ഡൽഹി ചലോ മാർച്ചിൽ ഭിന്നത. ഡൽഹിയിലേക്ക് മാർച്ച് നടത്തേണ്ടതില്ല എന്ന നിലപാടിൽ BKU നേതാവ് രാകേഷ് ടിക്കായത്. കേന്ദ്ര സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറായില്ല എങ്കിൽ നാളെ ഡൽഹി മാർച്ച് നടത്തുമെന്ന് സംയുക്ത കിസാൻ മോർച്ച. ശബരിമലയിൽ VIP ദർശനം നടന്നതിൽ CCTV ദൃശ്യങ്ങൾ ഇന്ന് ഹൈക്കോടതിയിൽ ഹാജരാക്കും. കോടതി നടപടി. നടൻ ദിലീപ് ഉത്തരവ് ലംഘിച്ച് VIP ദർശനം നടത്തിയ സംഭവത്തിൽ. ആർച്ച് ബിഷപ്പ് മാർ ജോർജ് കൂവക്കാട് ഇന്ന് കർദിനാൾ പദവിയിലേക്ക്. മാർപ്പാപ്പ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന സ്ഥാനാരോഹണ കർമ്മം വത്തിക്കാനിൽ ഇന്ത്യൻ സമയം രാത്രി 9-ന്.
ഭാരത പ്രതിനിധികളായി ചടങ്ങിൽ പങ്കെടുക്കുക കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ നേതൃത്വത്തിലുള്ള സംഘം. ദേവിക, അപ്പോൾ നമുക്ക് സീറോ മലബാർ സഭയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് ഇന്ന് നടക്കുന്നുണ്ട്. സീറോ മലബാർ സഭ ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോർജ് കൂവക്കാടിന് കർദിനാളായി വാഴിക്കുന്ന ചടങ്ങ് ഇന്ന് വത്തിക്കാനിൽ നടക്കും. ഇന്ത്യൻ സമയം രാത്രി 9-ന് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് കൂവക്കാടിന് കർദിനാൾ പദവിയിലേക്ക് ഉയർത്തുക. ചടങ്ങിൻ്റെ ഭാഗമാകാൻ കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ നേതൃത്വത്തിലുള്ള സംഘം വത്തിക്കാനിൽ എത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, കർദിനാളിൻ്റെ സ്ഥാനാരോഹണം ഇന്ന് ഇന്ത്യൻ സമയം രാത്രി 9 മണിക്ക് നടക്കുന്നു. മാർപ്പാപ്പ ആ ചടങ്ങിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഭാരതത്തിൻ്റെ പ്രതിനിധികളായി കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ നേതൃത്വത്തിലുള്ള സംഘം വത്തിക്കാനിൽ എത്തിയിട്ടുമുണ്ട്. കൂടുതൽ വിവരങ്ങൾ ഗൗതം. വിനോദേ, ഭാരതത്തിലെമ്പാടുമുള്ള ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ അഭിമാനത്തിൻ്റെ ഒരു നിമിഷമാണ്. ഇന്ത്യൻ സമയം രാത്രി 9 മണിക്കാണ് 20 പേരെ കർദിനാൾ പദവിയിലേക്ക് ഇന്നിപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നേതൃത്വത്തിൽ ഉയർത്തുന്നത്. ആ ചടങ്ങ് രാത്രി 9 മണിക്ക് നടക്കുന്ന ഘട്ടത്തിൽ ഭാരതത്തിൽ കേന്ദ്ര സർക്കാരിനെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള സംഘവും വത്തിക്കാനിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. കേന്ദ്ര ന്യൂനപക്ഷകാര്യ വകുപ്പ് സഹമന്ത്രിയും മലയാളിയുമായിട്ടുള്ള ജോർജ് കുര്യൻ തന്നെയാണ് ആ സംഘത്തെ നയിക്കുന്നത്. ജോർജ് കുര്യനൊപ്പം മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ഉണ്ട്. അതോടൊപ്പം തന്നെ കോൺഗ്രസ് നേതാവും മാവേലിക്കരയിൽ നിന്നുള്ള MP-യുമായിട്ടുള്ള കൊടിക്കുന്നിൽ സുരേഷ്, അതോടൊപ്പം തന്നെ BJP ദേശീയ വക്താവ് ടോം വടക്കൻ, BJP ദേശീയ സെക്രട്ടറി അനിൽ ആന്റണി, യുവമോർച്ചയുടെ മുൻ ദേശീയ സെക്രട്ടറിയും അതോടൊപ്പം തന്നെ BJP നേതാവുമായ അനൂപ് ആന്റണി തുടങ്ങിയ വലിയൊരു സംഘം തന്നെ ഇപ്പോൾ വത്തിക്കാനിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് വൈകുന്നേരം ഇന്ത്യൻ സമയം വൈകുന്നേരം 9-ന് നടക്കുന്ന ചടങ്ങിൽ ഭാരതത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ജോർജ് കുര്യന്റെ നേതൃത്വത്തിലുള്ള ഈ സംഘവും വലിയ ചടങ്ങിന് സാക്ഷിയാകും. നമുക്കറിയാം, കൂവക്കാടിനെ സംബന്ധിച്ച് പറയുമ്പോൾ അദ്ദേഹം നിലവിൽ സീറോ മലബാർ സഭയുടെ ചങ്ങനാശ്ശേരി അതിരൂപതയിലെ ആർച്ച് ബിഷപ്പാണ് മാർ ജോർജ് കൂവക്കാട്. അദ്ദേഹത്തിനൊപ്പം 20 പേരെയാണ് ഇന്നിപ്പോൾ കർദിനാൾ പദവിയിലേക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ ഉയർത്തുന്നത്. ഇന്നിപ്പോൾ ഇന്ത്യൻ സമയം രാത്രി 9-ന് നടക്കുന്ന ഈ ചടങ്ങ് കഴിഞ്ഞാൽ പിന്നീട് നാളെ പ്രത്യേക കുർബാനയും വത്തിക്കാനിൽ നടക്കുന്നു എന്നതാണ് ശ്രദ്ധേയം. ആ കുർബാനയ്ക്ക് നേതൃത്വം നൽകുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കൊപ്പം ഇന്ന് അദ്ദേഹം കർദിനാൾ പദവിയിലേക്ക് ഉയർത്തുന്ന ഈ 20 ആർച്ച് ബിഷപ്പുമാരും ഉണ്ടാകും. അതിലൊന്ന് കേരളത്തിൽ നിന്നുള്ള, പ്രത്യേകിച്ച് ചങ്ങനാശ്ശേരി സീറോ മലബാർ സഭ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പായിട്ടുള്ള മാർ ജോർജ് കൂവക്കാടാണ് എന്നതാണ് ശ്രദ്ധേയം. അതിനാൽ ഭാരതത്തിലെമ്പാടുമുള്ള ക്രൈസ്തവ സമൂഹത്തിന് വലിയ ആവേശവും അതോടൊപ്പം തന്നെ അഭിമാനവും നൽകുന്ന നിമിഷങ്ങളാണ് വത്തിക്കാനിൽ നടക്കാൻ പോകുന്നത്. ആ കാഴ്ചയിലേക്ക് രാത്രി 9 മണിക്ക് നമുക്ക് കടന്നു ചെല്ലാൻ സാധിക്കും. വിനോദ്. ഗൗതം, അതേപോലെ ഇന്നലെ ഈ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ ജോർജ് കുര്യനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ച ഒരു കാര്യം, മാർപ്പാപ്പ പങ്കെടുക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കുന്നു, അപ്പോൾ സ്വാഭാവികമായി മാർപ്പാപ്പയുടെ ഭാരത സന്ദർശനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞത് അത് വിദേശകാര്യ മന്ത്രാലയമാണ് അത്തരം കാര്യങ്ങളിൽ നീക്കം നടത്തേണ്ടത് എന്നുള്ളതാണ്. നമ്മൾ കുറേ നാളായി കേൾക്കുന്നതാണ് മാർപ്പാപ്പയുടെ ഭാരത സന്ദർശനവുമായി ബന്ധപ്പെട്ട കാര്യം. അത് ഒരു ഘട്ടത്തിൽ പ്രധാനമന്ത്രിയും അതേപ്പറ്റി സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ മാർപ്പാപ്പയുടെ ഭാരത സന്ദർശനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് ഇപ്പോൾ നൽകാൻ കഴിയുന്നുണ്ടോ ഗൗതം? വിനോദേ, മാർപ്പാപ്പയുടെ ഭാരത സന്ദർശനം ഉടൻ ഉണ്ടാകുമെന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന സൂചന. മാത്രമല്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് മാർപ്പാപ്പയെ നേരിട്ട് ഭാരതത്തിലേക്ക് ക്ഷണിച്ചത്. അദ്ദേഹം അടുത്ത കാലത്ത് ഇറ്റലി സന്ദർശിക്കുമ്പോൾ റോമിൽ വെച്ച് മാർപ്പാപ്പയെ കാണുകയും അദ്ദേഹത്തോട് ഭാരതത്തിലേക്ക് സന്ദർശനം നടത്തണം എന്നൊരു ആവശ്യം മുന്നോട്ട് വെക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ വത്തിക്കാൻ ഈ കാര്യം അംഗീകരിക്കുകയും ഭാരതത്തിലേക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ അധികം വൈകാതെ തന്നെ എത്തും എന്നത് സംബന്ധിച്ചുള്ള ഒരു അറിയിപ്പ് നൽകിയതാണ്. പക്ഷേ ഇതിൻ്റെ തീയതി സംബന്ധിച്ചുള്ള ഒരു വ്യക്തത ഇനിയും വിദേശകാര്യ മന്ത്രാലയവും അതോടൊപ്പം തന്നെ വത്തിക്കാനും തമ്മിൽ ചർച്ച ചെയ്ത് വേണം തീരുമാനിക്കാൻ. കാരണം ഫ്രാൻസിസ് മാർപ്പാപ്പ നമുക്കറിയാം, അദ്ദേഹം ലോകത്തിൻ്റെ പല ഭാഗങ്ങൾ സന്ദർശിക്കുന്ന ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഏറ്റവും അനിഷേധ്യനായ വ്യക്തിയാണ്. അതിനാൽ തന്നെ അദ്ദേഹം ഓരോ രാജ്യങ്ങൾ സന്ദർശിക്കുമ്പോൾ വളരെ മുൻപ് തന്നെ അതിൻ്റെ തീയതികൾ കുറിക്കുകയും അതുമായി ബന്ധപ്പെട്ടുള്ള
കാര്യപദ്ധതികൾ അവിടെ നടപ്പാക്കുകയും ഒക്കെ ചെയ്യും. അങ്ങനെയാണ് മാർപ്പാപ്പ പൊതുവെ വിദേശ രാജ്യങ്ങളിലേക്ക് സന്ദർശനം നടത്തുന്നത്. അതിനാൽ ഇനിയും വിദേശകാര്യ മന്ത്രാലയവും അതോടൊപ്പം തന്നെ വത്തിക്കാനും തമ്മിൽ ഇതിൻ്റെ തീയതി സംബന്ധിച്ചൊരു ധാരണയാകേണ്ടതുണ്ട്. ഒരുപക്ഷേ ഇപ്പോൾ ഈ കേന്ദ്ര സംഘം നടത്തുന്ന ഈ യാത്ര മാർ ജോർജ് കുവക്കാടിൻ്റെ കർദിനാൾ പദവിയിലേക്ക് അദ്ദേഹത്തെ ഉയർത്തുന്ന ചടങ്ങിന് വേണ്ടിയുള്ള യാത്രയാണിപ്പോൾ ഈ ജോർജ് കുര്യനും സംഘവും നടത്തുന്നതെങ്കിലും ഒരുപക്ഷേ വിനോദ് സൂചിപ്പിച്ചതുപോലെ മാർപ്പാപ്പയെ നേരിട്ട് കാണുകയും അതിനുശേഷം ഇങ്ങോട്ടുള്ള ഭാരതത്തിലേക്കുള്ള യാത്ര സംബന്ധിച്ച ഒരു ചർച്ച ഒരുപക്ഷെ നടക്കാനുള്ള സാധ്യതയുണ്ട്. അതിന് മാർപ്പാപ്പയുടെ സമയം കിട്ടിയിട്ടുണ്ടോ അല്ലെങ്കിൽ കേന്ദ്ര സംഘം അതിനായി സമയം ചോദിച്ചിട്ടുണ്ടോ എന്നത് സംബന്ധിച്ചൊരു വ്യക്തത ഇനിയും നമുക്ക് വരേണ്ടതുണ്ട്. ഏതായാലും ജോർജ് കുര്യനും അദ്ദേഹം സൂചിപ്പിച്ച ഒരു കാര്യം വൈകാതെ തന്നെ മാർപ്പാപ്പയുടെ ഭാരത സന്ദർശനം ഉണ്ടാകുമെന്നുള്ളതാണ്. കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ അതിലൊരു ഇനിഷ്യേറ്റീവ് എടുത്തു. അദ്ദേഹം മാർപ്പാപ്പയെ നേരിട്ട് കാണുകയും ഭാരതത്തിലേക്ക് വരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തതാണ്. അതിനാൽ പ്രധാനമന്ത്രി തന്നെയാണ് ഇപ്പോൾ ഈ കേന്ദ്ര സംഘത്തെയും ഈ ചടങ്ങിലേക്ക് അയച്ചത് എന്ന കാര്യം കൂടി ജോർജ് കുര്യൻ പറഞ്ഞിരുന്നു. അതായത് മോദി നേരിട്ട് ഇത്തരത്തിൽ ജോർജ് കുര്യൻ തന്നെ ഇതിന് നേതൃത്വം നൽകണം, ഒപ്പം രാജീവ് ചന്ദ്രശേഖറും അനൂപ് ആന്റണിയും അനിൽ ആന്റണിയും ഒക്കെയുള്ളൊരു സംഘം പോകണമെന്ന് അദ്ദേഹം ഒരു ആവശ്യമായി മുന്നോട്ട് വയ്ക്കുകയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സംഘം പോയിട്ടുള്ളത്. അതിനാൽ ഈ യാത്രയ്ക്ക് ശേഷം ഒരുപക്ഷെ ഈ മാർപ്പാപ്പയുടെ ഭാരത സന്ദർശനം സംബന്ധിച്ചുള്ള ഒരു തീയതി വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്ത് നമുക്ക് പ്രതീക്ഷിക്കാം. അതെ, അങ്ങനെ തന്നെയാണ്. മാർപ്പാപ്പയുടെ ഭാരത സന്ദർശനം അധികം വൈകാതെ ഉണ്ടാകും എന്നുള്ള കാര്യമാണ് ഗൗതം ഈ നിമിഷം പങ്കുവെക്കുന്നത്. ഇനി ശബരിമലയിലേക്ക് ഒരിക്കൽ കൂടി പോകേണ്ടതുണ്ട്. ദിലീപിന്റെ ശബരിമല VIP ദർശനത്തിന്റെ CCTV ദൃശ്യങ്ങൾ ഇന്ന് കോടതിയിൽ സമർപ്പിക്കും. ദേവസ്വം ബോർഡ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു കഴിഞ്ഞു. വിശദമായ റിപ്പോർട്ട് തിങ്കളാഴ്ച സമർപ്പിക്കും. അഖിൽ പാലോട്ടുമഠം സന്നിധാനത്ത് നിന്ന് ചേരുന്നുണ്ട്. അഖിൽ, നമുക്കറിയാം കഴിഞ്ഞ ദിവസം VIP പരിഗണനയോടുകൂടി ദിലീപ് ശബരിമല ദർശനം നടത്തി എന്ന ആരോപണങ്ങൾ ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ അങ്ങനെയാണ് സംഭവിച്ചതെങ്കിൽ അത് കോടതി അലക്ഷ്യ നടപടിയാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് കോടതിയുടെ ഭാഗത്തു നിന്നും ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു ഒരു പരാമർശം. മാത്രവുമല്ല, കോടതി ചോദിച്ചത് എന്തിനാണ് VIP ദർശനം അല്ലെങ്കിൽ ഈ സ്ത്രീകളെയും കുട്ടികളെയും തടയുന്നൊരു സാഹചര്യം ഉണ്ടായത്. കാരണം അത്തരം കാര്യങ്ങൾ അവിടെ പാടില്ല എന്ന് കൃത്യമായി ഹൈക്കോടതി അറിയിച്ചൊരു സാഹചര്യം കൂടി ഉണ്ടല്ലോ. ദേവിക, ശബരിമലയെ സംബന്ധിച്ചിടത്തോളം അയ്യപ്പസ്വാമിയെ കാണാൻ വരുന്ന എല്ലാ ഭക്തരും തുല്യരാണ്. പക്ഷേ വരുന്ന ആൾക്കാർക്ക് ചില VIP പരിഗണനയൊക്കെ തന്നെ നേരത്തെ ദേവസ്വം ബോർഡ് നൽകിയിരുന്നതാണ്. ഇതിനെയാണ് ദേവസ്വം ബെഞ്ച് ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്തിരുന്നത്. ആ ചോദ്യം ചെയ്യൽ നിലനിൽക്കുന്ന സമയത്താണ് കഴിഞ്ഞ ദിവസം ചലച്ചിത്ര താരമായ ദിലീപ് ദർശനത്തിലേക്കായി എത്തുന്നത്. ഹരിവരാസനം നടക്കുന്ന സമയത്താണ് ദിലീപ് ശ്രീകോവിലിന്റെ മുമ്പിലേക്ക് എത്തുന്നത്. ആ ശ്രീകോവിലിന്റെ മുമ്പിലേക്ക് എത്തി ഹരിവരാസനം തുടങ്ങുന്നത് പോലെ ഹരിവരാസനം അവസാനിക്കുന്നത് വരെ ദിലീപ് ആ സോപാനത്തിന് മുമ്പിൽ നിന്ന് തന്നെ തൊഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതാണ് ഇന്നലെ കോടതി പരാമർശത്തോടുകൂടി എക്സിക്യൂട്ടീവ് ഓഫീസറോടും ദേവസ്വം ബോർഡിനും ഒക്കെ തന്നെ വിശദീകരണം ചോദിച്ച് എങ്ങനെയാണ് VIP പരിഗണനയിൽ ഒരാൾ അവിടെ നിന്ന് തൊഴാൻ സാധിച്ചത് എന്നതാണ് ദേവസ്വം ബോർഡിനോട് കോടതി ആരാഞ്ഞത്. പക്ഷേ കോടതിയുടെ മുമ്പിൽ പ്രാഥമികമായ അന്വേഷണം നടത്തി ദേവസ്വം ബോർഡ് സമർപ്പിച്ച റിപ്പോർട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അനുസരിച്ചാണ് എന്നുണ്ടെങ്കിൽ അത്തരത്തിലൊരു VIP പരിഗണന നൽകിയിട്ടില്ല എന്നതാണ് പ്രാഥമികമായ റിപ്പോർട്ടിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ആ ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ അതുകൊണ്ടാണ് കോടതി ഇന്ന് സന്നിധാനത്തെ ശ്രീകോവിലിന് പരിസരത്തുള്ള മുഴുവൻ CCTV ദൃശ്യങ്ങളും കോടതിയിൽ സമർപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടത്. ഇന്നാണ് CCTV ദൃശ്യങ്ങൾ കോടതിക്ക് മുമ്പിൽ സമർപ്പിക്കുകയും ചെയ്യുന്നത്. വിശദമായിട്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കുക അത് തിങ്കളാഴ്ചത്തേക്ക് മാറ്റിവെച്ചിട്ടുണ്ട്. കാരണം പ്രാഥമികമായ അന്വേഷണം നടത്തിയത് ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് വിഭാഗമാണ് പ്രാഥമികമായ അന്വേഷണം നടത്തിയിട്ടുള്ളത്. ആ അന്വേഷണത്തിൽ ഏതെങ്കിലും തരത്തിൽ ജീവനക്കാരുടെ സഹായത്തോടെയോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ പ്രതിനിധികളുടെ സഹായത്തോടു കൂടിയാണോ ദിലീപ് ദർശനത്തിന് എത്തിയത് എന്ന കാര്യങ്ങളായിരുന്നു പ്രാഥമികമായി അന്വേഷണം നടത്തിയത്. പക്ഷേ ആ ദൃശ്യങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും ഈ ദർശനത്തിലേക്ക് ശ്രീകോവിലിന്റെ മുമ്പിലേക്ക് എത്തുന്നത് ഫ്ലൈ ഓവർ വഴി എത്തിയാണ്. ശ്രീകോവിലിന്റെ ഇടതുവശത്ത് നിന്നാണ് വലതുവശത്തേക്ക് ദർശനം നടത്തി എല്ലാ അയ്യപ്പ ഭക്തരും പോവുക. പക്ഷേ ദിലീപ് ആകട്ടെ ശ്രീകോവിലിന്റെ വലതുവശത്തിൽ നിന്നാണ് ഇങ്ങോട്ട് ദർശനത്തിലേക്ക് എത്തുന്നത്. ആ സമയത്ത് തന്നെ ആലപ്പുഴ ജില്ലാ ജഡ്ജി അടക്കം മറ്റു ചില ആൾക്കാർ കൂടി VIP പരിഗണനയിലേക്ക് സോപാനത്തിന് മുമ്പിലേക്ക് എത്തുന്നതൊക്കെ തന്നെ ആ ദൃശ്യത്തിൽ നമുക്ക് വ്യക്തമായി കാണാനും സാധിച്ചത്. അതുകൊണ്ട് തന്നെയാണ് കോടതി ഇത്തരത്തിലൊരു പരാമർശം നടത്തുകയും വിശദീകരണം ചോദിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇന്ന് CCTV ദൃശ്യങ്ങളൊക്കെ തന്നെ കോടതിക്ക് മുമ്പിൽ സമർപ്പിക്കും. തിങ്കളാഴ്ച വിശദമായ റിപ്പോർട്ടും ദേവസ്വം ബോർഡ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ നേതൃത്വത്തിൽ അതും സമർപ്പിക്കുകയുണ്ടാകും. റിപ്പോർട്ട് പരിശോധിച്ചതിനു ശേഷമായിരിക്കും CCTV ദൃശ്യങ്ങളും എല്ലാം തന്നെ വിശദമായി പരിശോധിച്ചതിനു ശേഷമായിരിക്കും കോടതിയുടെ ഭാഗത്തുനിന്ന് ഒരു നടപടി ഉണ്ടാവുക. എന്തായാലും കോടതി കാര്യമായി തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സമയത്താണ് ദർശനം നടത്തിയത്. അത് ആ സമയത്ത് നമ്മൾ ഹരിവരാസനം നമ്മൾ
ലൈവ് കൊടുക്കുന്ന പതിവുണ്ടല്ലോ. ആ ലൈവിൽ നമ്മൾ കണ്ടതാണ് മുഴുവൻ സമയവും ദിലീപ് അവിടെ നിന്ന് ഹരിവരാസന സമയത്ത് ദർശനം നടത്തി അവിടെ നിന്ന് തൊഴുന്നത് കണ്ടതാണ്. അപ്പോൾ കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ക്യൂവിൽ നിന്ന നിരവധി ഭക്തരെ അത് വിഷമിപ്പിച്ചു, ക്യൂവിൽ നിന്നവർക്ക് മുന്നോട്ട് നീങ്ങാൻ കഴിഞ്ഞില്ല, അപ്പോൾ അദ്ദേഹത്തിന് VIP പരിഗണന കിട്ടി എന്നുള്ളതാണ് കോടതിയുടെ ഒരു നിരീക്ഷണം. അതുകൊണ്ടാണ് CCTV ദൃശ്യങ്ങൾ അടക്കം ആവശ്യപ്പെട്ടിട്ടുള്ളത്. ആ CCTV ദൃശ്യങ്ങൾ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. വിശദമായ റിപ്പോർട്ട് തിങ്കളാഴ്ചയോട് കൂടിയാണ് അവിടെ നൽകുന്നത്. നമുക്കറിയാം ശബരിമലയിൽ VIP-കൾക്ക് പ്രത്യേക പരിഗണനയൊന്നുമില്ല, എല്ലാവർക്കും ഒരേ പരിഗണനയാണ് ഉള്ളത്. പക്ഷേ ഇത്തരം ആളുകൾ വരുമ്പോൾ പോലീസും മറ്റ് സംവിധാനങ്ങളും ഒക്കെ അവരെ സംരക്ഷിച്ച് അതൊരു VIP പരിഗണനയായി മാറുകയാണ് സ്വാഭാവികമായും നടക്കുന്നത്. അതുകൊണ്ട് അതിന്മേലാണ് ഇപ്പോൾ കോടതി കൃത്യമായി ഇടപെടൽ നടത്തിയിട്ടുള്ളത്. വിവരങ്ങൾ നൽകുകയായിരുന്നു സന്നിധാനത്തു നിന്നും അഖിൽ പാലോട്ടുമട. ഇനി മറ്റൊരു വാർത്തയിലേക്ക് പോകാം. ശിശുക്ഷേമ സമിതിയിൽ 2.5 വയസ്സുകാരിയുടെ സ്വകാര്യ ഭാഗത്ത് മുറിവേൽപ്പിച്ച കേസിലെ പ്രതികളായ ആയമാരെ പോലീസ് ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങും. നിലവിൽ അട്ടക്കുളങ്ങര ജയിലിൽ കഴിയുന്ന 3 ആയമാരെയാണ് മ്യൂസിയം പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുന്നത്. വിശദമായ ചോദ്യം ചെയ്യലിനാണ് പോലീസിന്റെ നീക്കം. അതേസമയം തെളിവ് നശിപ്പിക്കാനായി കുഞ്ഞിനെ മുറിവേൽപ്പിച്ച നഖം ആയമാർ മുറിച്ചു എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. വിവരങ്ങളുമായി ശാലിനി ചേരുന്നു. ശാലിനി, നമ്മൾ ശിശുക്ഷേമ സമിതിയിൽ നിന്നും കേൾക്കുന്ന വാർത്തകൾ അത് ശിശുക്ഷേമ സമിതിയല്ല, ശിക്ഷാ സമിതിയാണ് എന്നുള്ള നിലയിലാണ് വാർത്തകൾ പുറത്തു വന്നത്. അതുമായി ബന്ധപ്പെട്ട ആയമാരെ പോലീസ് കൃത്യമായി അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തു. ഇപ്പോൾ അതിന്മേലാണ് ഇപ്പോൾ വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് പോലീസ് കടക്കുകയാണ്. അപ്പോൾ ഈ അവിടുത്തെ കൊച്ചുകുട്ടികളുടെ സ്വകാര്യ ഭാഗങ്ങളിലൊക്കെ അവർ നുള്ളി നോവിക്കുന്ന അല്ലെങ്കിൽ അടിക്കുന്ന ഒക്കെ പതിവുണ്ട് എന്ന് അവിടെ ജോലി ചെയ്തിരുന്ന ഒരാൾ പോലും നമ്മളോട് വെളിപ്പെടുത്തിയതാണ്. അപ്പോൾ അവരെ കൂടുതൽ ചോദ്യം ചെയ്യലിനായി പോലീസ് ഇന്ന് അതിൻ്റെ നടപടി സ്വീകരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ ശാലിനി. വിനോദ്, കുറച്ച് നാളുകൾക്ക് മുൻപാണ് ശിശുക്ഷേമ സമിതിക്കെതിരെ ഒരു വലിയ രീതിയിലുള്ള വിവാദം പൊട്ടിപ്പുറപ്പെട്ടത്. അന്ന് അവിടുത്തെ കുഞ്ഞിനെ, അമ്മ അറിയാതെ കുഞ്ഞിനെ മറ്റൊരു അമ്മയ്ക്ക് കൈമാറി ആ വിവരങ്ങൾ മറച്ചുവെച്ചു എന്നതടക്കമുള്ള വിവാദങ്ങൾ അന്ന് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അതിന് പിന്നിൽ CPM നേതാവിന്റെ ഇടപെടലായിരുന്നു. CPM നേതാവിന്റെ മകളുടെ കുഞ്ഞിനെയാണ് അത്തരത്തിൽ കൈമാറ്റം ചെയ്യുകയും ഒക്കെ ചെയ്തത് വാർത്തയിൽ നിറഞ്ഞതാണ്. തൊട്ടു പിന്നാലെ ഇപ്പോൾ CPM-ന്റെ നിയമനങ്ങളും ഇതൊക്കെ ചർച്ചയാകുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട്, അതായത് തിരുവനന്തപുരം ശിശുക്ഷേമ സമിതിയിലെ 2.5 വയസ്സുകാരിയുടെ ജനനേന്ദ്രിയത്തിൽ മുറിവേൽപ്പിച്ച സംഭവത്തിൽ, നുള്ളി മുറിവേൽപ്പിച്ച സംഭവത്തിൽ കടുത്ത നടപടിയിലേക്ക് ഇപ്പോൾ കടക്കുന്നത്. ഇപ്പോൾ 3 ദിവസത്തെ കസ്റ്റഡി അപേക്ഷ കഴിഞ്ഞ ദിവസം മ്യൂസിയം പോലീസ് നൽകിയിരുന്നു. ഈ ആയമാരെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കസ്റ്റഡിയിൽ വേണമെന്നൊരു ആവശ്യമായിരുന്നു പോലീസ് മുന്നോട്ട് വെച്ചത്. ഇതിന് ചില സാഹചര്യ കാര്യങ്ങളും തെളിവുകളും ഒക്കെ പോലീസ് കോടതിയിൽ നിരത്തുകയും ചെയ്തിരുന്നു. ആ കസ്റ്റഡി അപേക്ഷ കോടതി അംഗീകരിക്കുകയും 3 ദിവസത്തേക്ക് പോലീസിന് വിട്ടു നൽകാമെന്നുള്ള തീരുമാനം ഔദ്യോഗികമായി എടുക്കുകയുമായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് 3 പേരെയും 3 ആയമാരെയും മ്യൂസിയം പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുന്നത്. തിരുവനന്തപുരം അട്ടക്കുളങ്ങര വനിതാ ജയിലിലാണ് 3 ആയമാരും ഉള്ളത്. ഇവരെ ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം വിശദമായ ചോദ്യം ചെയ്യൽ നടത്തുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, ആദ്യഘട്ടങ്ങളിലെ അറസ്റ്റൊക്കെ ഉൾപ്പെടെ ഉണ്ടാകുന്ന അല്ലെങ്കിൽ വാർത്തകളിൽ ഈ ഒരു വിഷയം ഉണ്ടാകുന്നതിന് മുൻപ് ചോദ്യം ചെയ്യലിനായി ആയമാരെ വിളിച്ചു വരുത്തിയപ്പോൾ ഈ കൃത്യം നിർവഹിച്ച ആയ കയ്യിലെ നഖമടക്കം വെട്ടിമാറ്റി വൃത്തിയാക്കിയതിന് ശേഷമാണ് സ്റ്റേഷനിലേക്ക് എത്തുന്നത്. തെളിവ് നശിപ്പിക്കലാണ് സ്വാഭാവികമായും. അപ്പോൾ അത് പോലീസ് തിരിച്ചറിഞ്ഞിരുന്നു. ഇതടക്കമുള്ള കാര്യങ്ങൾ കോടതിയിൽ പോലീസ് അറിയിച്ചിട്ടുമുണ്ട്. ഇതിലേക്ക് അടിസ്ഥാനത്തിലാണ് ഇതടക്കം എന്തിനാണ് കൃത്യമായി കരുതിക്കൂട്ടിയല്ലേ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്താൻ, ഒപ്പം ഇത് ആർക്കൊക്കെ അറിയായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്താനായി പോലീസ് ഇവരിന്ന് കൂടുതൽ ചോദ്യം ചെയ്യുന്നത്. രാവിലെ 11 മണിയോടുകൂടി കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യൽ ആരംഭിക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷമായിരിക്കും മറ്റ് നടപടികളിലേക്കും തെളിവെടുപ്പിലേക്കും ഒക്കെ കടക്കുക. എന്തായാലും നിരവധി കുട്ടികളെ ഇത്തരത്തിൽ ഈ ആയമാർ അതിക്രൂരമായി ഉപദ്രവിച്ചിട്ടുണ്ട്, ശാരീരികമായി ഉപദ്രവിച്ചിട്ടുണ്ട്, മാനസികമായി ഉപദ്രവിച്ചിട്ടുണ്ട് എന്നുള്ളത് തെളിവ് സഹിതം പുറത്തു വരികയാണ്. ഈ ഘട്ടത്തിൽ കൂടിയാണ് മാതൃകാപരമായി ഇവർക്ക് ശിക്ഷ നൽകാൻ ഏതൊക്കെ തലത്തിലേക്ക് പോകണം. പോക്സോ അടക്കം ചുമത്തിയ ഒരു കേസാണ്. കാരണം കുഞ്ഞു കുട്ടിയാണ്, 2.5 വയസ്സേ ഉള്ളൂ. അച്ഛനും അമ്മയും ഒക്കെ നഷ്ടപ്പെട്ട ഒരു കുട്ടിയെ ശിക്ഷേമ സമിതിയിലേക്ക് ജനപ്രതിനിധികളും ബന്ധുക്കളും ഒക്കെ കൊണ്ടു നൽകുമ്പോൾ അവരുടെ ജീവിതകാലം മുഴുവൻ, അല്ലെങ്കിൽ അവരവിടെ ഉള്ളിടത്തോളം കാലം അവരെ സന്തോഷത്തോടെ നോക്കും, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സംഭവങ്ങൾ ഉണ്ടാകില്ല എന്നുള്ള
എന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ്. ആ വിശ്വാസമാണ് ശിശുക്ഷേമ സമിതിയിലെ ആയമാർ ഇല്ലാതാക്കിയിരിക്കുന്നത്. അവർക്കെതിരെ കൃത്യമായ നടപടികൾ വേണമെന്ന് പൊതുസമൂഹത്തിൽ നിന്ന് ആവശ്യങ്ങൾ ഉയരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഹിന്ദു ഐക്യവേദിയുടെ കീഴിൽ മഹിളാ ഐക്യവേദി വലിയ രീതിയിലുള്ള പ്രതിഷേധം നടത്തിയിരുന്നു. മഹിളാ മോർച്ച അടക്കമുള്ളവരും അത്തരത്തിൽ തന്നെ നിലപാട് സ്വീകരിക്കുന്ന സാഹചര്യങ്ങൾ, വിവിധ മാതൃസംഘടനകൾ അടക്കം പ്രതിഷേധം ശക്തമാക്കിയ സാഹചര്യത്തിൽ കൂടിയാണ് പോലീസ് ഇത്തരത്തിലൊരു നടപടി സ്വീകരിക്കുന്നത്. അതേസമയം തന്നെ രാഷ്ട്രീയ നിയമനങ്ങളൊക്കെ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ശിശുക്ഷേമ സമിതിയിൽ ഈ ഒരു കേസന്വേഷണം പോലീസ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഈ പ്രതികളായിട്ടുള്ള 3 പേരും CPM ബന്ധമുള്ളവരാണ്. സ്വാഭാവികമായും ഈ 3 പേർക്കെതിരെ പാർട്ടി പറയുന്നതിനപ്പുറം ഏതെങ്കിലും തരത്തിലുള്ള നടപടി എടുക്കുമോ എന്നുള്ളതും കണ്ടറിയണം. പോലീസ് ആദ്യഘട്ടങ്ങളിൽ ഈ കാണിക്കുന്ന ചൂട് പിന്നീട് ഉണ്ടാകുമോ എന്നുള്ളൊരു ചോദ്യമാണ് പൊതുസമൂഹത്തിൽ നിന്ന് ഉയരുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ചോദ്യം ചെയ്യലുകൾ ഇന്ന് ആരംഭിക്കും. ഏതൊക്കെ തരത്തിൽ ആരൊക്കെ ഏതൊക്കെ കുട്ടികളെ ഇത്തരത്തിൽ ഉപദ്രവിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളടക്കം പോലീസ് ഈ ചോദ്യം ചെയ്യലിൽ ചോദിച്ചറിയുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വിനോദം. അതെ, തീർച്ചയായും ശിശുക്ഷേമ സമിതിയിലാണ് കുട്ടികൾക്കെതിരെ ഇത്തരത്തിലുള്ള ക്രൂരത കാട്ടിയ ആയമാർ. അവർക്കെതിരെ പോലീസ് അവരെ അറസ്റ്റ് ചെയ്തു. ഇപ്പോൾ അവരെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി അവരെ കസ്റ്റഡിയിൽ വാങ്ങുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ശാലിനി. കൊച്ചിയിലേക്ക് എത്തുമ്പോൾ സ്മാർട്ട് സിറ്റി പദ്ധതിയിലെ ടീകോമിന്റെ റിയൽ എസ്റ്റേറ്റ് താൽപ്പര്യങ്ങൾക്ക് കൂടുതൽ തെളിവ്. പദ്ധതിയെ ടീകോം ഇൻവെസ്റ്റ്മെന്റ് പാതി വഴിയിലാക്കിയത് ഭൂമി വിൽപ്പനയിലെ തടസ്സങ്ങൾ വ്യക്തമായതോടെയാണ്. നിശ്ചിത ശതമാനം ഭൂമി ഫ്രീ ഹോൾ വ്യവസ്ഥയിൽ സ്വന്തമായി ഭൂമി കച്ചവടമായിരുന്നു ലക്ഷ്യം. സമയബന്ധിതമായി പദ്ധതി നടപ്പിലാക്കിയില്ലെങ്കിൽ ടീകോം കമ്പനിയിൽ നിന്ന് പിഴ ഈടാക്കാനുള്ള വ്യവസ്ഥ ഒഴിവാക്കിയതും കമ്പനിയുടെ സമ്മർദ്ദത്തിലായിരുന്നു. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട്. ജിജീഷ്, നമുക്കറിയാം ഈ ചെയ്യാത്ത ജോലിക്കുള്ള കൂലി എന്നിങ്ങനെ നിരവധി ആക്ഷേപങ്ങൾ ഈ ഒരു വിഷയത്തിൽ ഉയർന്നു വരുന്നൊരു സാഹചര്യമുണ്ട്. നിലവിലിപ്പോൾ സർക്കാരിന്റെ നിലപാട് ഈ വിഷയത്തിൽ എന്താണ്? ദേവിക, സ്മാർട്ട് സിറ്റി പദ്ധതി പാതി വഴിയിൽ നിലച്ച ഒരു പശ്ചാത്തലത്തിൽ പോലും അത്തരത്തിൽ അതിന് വീഴ്ച വരുത്തി അല്ലെങ്കിൽ കൃത്യമായി ആ പദ്ധതി സമയബന്ധിതമായി പൂർത്തിയാക്കേണ്ടിയിരുന്ന ടീകോമിനെതിരെ ഏതെങ്കിലും നടപടി സ്വീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, അവർക്ക് അങ്ങോട്ട് നഷ്ടപരിഹാരം നൽകിക്കൊണ്ടുള്ള ഒരു നീക്കത്തിലേക്ക് അല്ലെങ്കിൽ അത്തരമൊരു സമീപനത്തിലേക്ക് പോകുന്നു സംസ്ഥാന സർക്കാർ എന്നത് തന്നെയാണ് ഇവിടെ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്. അതിലെ വലിയൊരു ഒളിച്ചുകളി നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ടീകോമിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ടീകോമിന്റെ താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ തുടക്കം മുതൽ തന്നെ ഉണ്ടായിട്ടുള്ളതാണ്. അങ്ങനെയാണ് 2014 CAG റിപ്പോർട്ടിൽ തന്നെ ഇക്കാര്യങ്ങൾ കൃത്യമായി തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഏതാണ്ട് 200 ഏക്കറോളം ഭൂമി അധികമായിട്ടാണ്, ആവശ്യമുള്ളതിനേക്കാൾ 100 ഏക്കറോളം ഭൂമി അധികമായിട്ടാണ് ടീകോമിന് നൽകിയത്. യഥാർത്ഥത്തിൽ ടീകോം വിഭാവന ചെയ്തിരിക്കുന്ന പദ്ധതി അനുസരിച്ച് അത്രയധികം ഭൂമി നൽകേണ്ടതില്ല. അവിടെ പറഞ്ഞിരിക്കുന്ന തൊഴിലവസരങ്ങൾ നൽകാനോ അതിൽ പറഞ്ഞിരിക്കുന്നത് പ്രകാരമുള്ള ബിൽഡിംഗ് സമുച്ചയങ്ങൾ പണിതുയർത്തി അവിടെ IT സ്ഥാപനങ്ങൾ ആരംഭിച്ച് കൂടുതൽ ആളുകൾക്ക് തൊഴിൽ നൽകാനോ ഒന്നും തന്നെ ടീകോമിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞില്ല. മാത്രമല്ല, തങ്ങളുടെ റിയൽ എസ്റ്റേറ്റ് താല്പര്യങ്ങൾ നടക്കില്ല എന്ന് വ്യക്തമായതോടുകൂടി തന്നെ ടീകോമിനും അവരുടെ മാതൃ കമ്പനിക്കും എല്ലാം തന്നെ ഈ പദ്ധതിയിലുള്ള ഒരു താല്പര്യം തുടക്കം മുതൽ തന്നെ നഷ്ടമായിരുന്നു. കാരണം അവർ ഉദ്ദേശിച്ചത് ഭൂമി വിൽപ്പന, തങ്ങൾക്ക് പൂർണ്ണ അധികാരത്തോടെ നൽകുന്ന ഭൂമി അത് വിൽപ്പന നടത്തുക, മറ്റു കാര്യങ്ങൾക്കായി ഉപയോഗപ്പെടുത്തുക എന്നതെല്ലാം തന്നെയായിരുന്നു. കൃത്യമായി തന്നെ ഇതിൽ പങ്കാളികളായ ചില ഉദ്യോഗസ്ഥരുടെ ലക്ഷ്യങ്ങളും അതുതന്നെയായിരുന്നു. സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട് അതിന്റെ വിവിധ തലങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന ചില ഉദ്യോഗസ്ഥരും നോട്ടമിട്ടത് അതിലൂടെ ഉണ്ടാക്കുന്ന ലാഭവിഹിതത്തിന്റെ കണക്കുകൾ തന്നെയായിരുന്നു. അത് ഫ്ളാറ്റ് സംഘത്തിന് ഫ്ളാറ്റ് നിർമ്മിച്ചു നൽകുന്ന വലിയ ടീമുകൾക്ക് കൈമാറുക, അതിനുശേഷം അതിന്റെ വിഹിതം അല്ലെങ്കിൽ കമ്മീഷൻ തുകയായി വലിയൊരു തുക ലഭ്യമാക്കുന്ന രീതിയിലേക്ക് പദ്ധതിയെ എത്തിക്കുക എന്നത് തന്നെയായിരുന്നു പ്രധാനമായും അവർ ഉദ്ദേശിച്ചത്. എന്നാൽ ഈ പദ്ധതി ആരംഭിച്ച് വർഷങ്ങൾക്ക് ഇപ്പുറവും ഏതാണ്ട് 10 വർഷം പൂർത്തിയായിരിക്കും. 10 വർഷത്തിന് ശേഷം 13ാം വർഷത്തിലേക്ക് കടക്കുന്നു. 10 വർഷത്തിന് ശേഷം തന്നെ നടപടികൾ ശക്തമായി തന്നെ എടുക്കാമായിരുന്നു. അവിടെ ഒരു സ്ഥലത്ത് മാത്രം ഏതാനും സ്ക്വയർ ഫീറ്റ് ബിൽഡിംഗ് പണിത് ബാക്കി മുഴുവൻ കാട് പിടിച്ചു കിടക്കുന്ന പശ്ചാത്തലത്തിൽ അത്തരം കാര്യങ്ങളിൽ യാതൊന്നും തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടായിരുന്നില്ല. ഇക്കാര്യങ്ങൾ CAG റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു. മാത്രമല്ല, അന്വേഷണ സംഘവും ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വിവരങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. 88% ഭൂമി പാട്ടത്തിനും 12% ഭൂമി ഫ്രീ ഹോൾഡായി ലഭിച്ചാൽ റിയൽ എസ്റ്റേറ്റ് താല്പര്യങ്ങൾ നടക്കും, അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടും എന്നത് തന്നെയായിരുന്നു ടീകോം കരുതിയത്. എന്നാൽ വലിയ എതിർപ്പുകൾ ഉണ്ടാകുമെന്ന ഘട്ടത്തിൽ അത് സെസ്സായി പ്രത്യേക സാമ്പത്തിക മേഖലയായി
പ്രഖ്യാപിക്കപ്പെട്ടതോടുകൂടി ടീകോമിന്റെ താല്പര്യങ്ങൾക്ക് തിരിച്ചടിയേറ്റു, റിയൽ എസ്റ്റേറ്റ് താല്പര്യങ്ങൾ നടക്കില്ല എന്ന് വ്യക്തമാവുകയും ചെയ്തു. എന്നാൽ മറ്റ് പല സ്ഥലത്തും ഇപ്പോൾ ടീകോം അതിൽ പ്രധാനമായും പറയുന്ന ഒരു കാരണം എന്ന് പറയുന്നത് ലോകമാകെ ബാധിച്ച കൊറോണ വൈറസിനെ തുടർന്നുള്ള വലിയ പ്രതിസന്ധി തങ്ങളെ നേരിട്ടു. അതുകൊണ്ട് തന്നെ സമയബന്ധിതമായി ഈ പദ്ധതി പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന ഒരു കാരണമാണ് സർക്കാരിനെ അറിയിച്ചിട്ടുള്ളത്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത് പൂർണ്ണമായും തന്നെ ഉൾക്കൊള്ളുന്നു. അതുമായി ബന്ധപ്പെട്ട് അവരുടെ വീഴ്ചകളൊന്നും തന്നെ പരിശോധിക്കാൻ സർക്കാർ തലത്തിൽ യാതൊരു തരത്തിലുള്ള നടപടിയുമില്ല. ദുബായ് ടീകോമിന്റെ മാതൃ കമ്പനിയായ ദുബായ് ഹോൾഡിംഗ്സിനും ഈ പദ്ധതിയെ സംബന്ധിച്ച് തുടക്കം മുതൽ തന്നെ അവരുടെ താല്പര്യങ്ങൾക്ക് അപ്പുറം ഈ പദ്ധതി മുന്നോട്ട് പോകുന്നു എന്ന് വ്യക്തമായതോടുകൂടി ആ താല്പര്യം പൂർണ്ണമായും ഇല്ലാതാവുകയും അതിനെ തടയിടാനുള്ള അല്ലെങ്കിൽ പദ്ധതി പൂർണ്ണമായും തകർത്തുകൊണ്ട് നീങ്ങാനുള്ള ഒരു ശ്രമങ്ങൾ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ നഷ്ടപരിഹാരം വാങ്ങിയെടുക്കുക എന്നൊരു ലക്ഷ്യം മാത്രമായിരുന്നു, സർക്കാരിൽ നിന്ന് നഷ്ടപരിഹാരം വാങ്ങിയെടുക്കുക എന്നൊരു ലക്ഷ്യം മാത്രമായിരുന്നു ടീകോമിനും ഉണ്ടായിരുന്നത്. ശരി, ജിജീഷ് കരുണാകരനാണ് കൊച്ചിയിൽ നിന്ന് വിശദ വിവരങ്ങൾ നൽകിയത്. ഇന്ന് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ദിവസം കൂടിയാണ്. കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ വെട്ടിമാറ്റിയ ഭാഗങ്ങൾ ഇന്ന് പുറത്തു വന്നേക്കും. ഏതൊക്കെ ഭാഗങ്ങൾ പുറത്തുവിടണമെന്നതിൽ വിവരാവകാശ കമ്മീഷണറുടെ നിർണായക തീരുമാനം ഇന്ന് ഉത്തരവായി വരും. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ 49 മുതൽ 53 വരെയുള്ള പേജുകളായിരുന്നു സർക്കാർ സ്വന്തം നിലയിൽ വെട്ടിയത്. ഇതടക്കം ഇന്ന് പുറത്തു വരാനാണ് സാധ്യത. ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിനം കൂടിയാണ്. കാരണം ഇന്ന് സർക്കാർ സ്വന്തം നിലയിൽ വെട്ടിയ ചില ഭാഗങ്ങൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അത് ഇന്ന് പുറത്തു വരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. മാത്രമല്ല ഈ വിവരാവകാശം കൊടുത്ത മാധ്യമപ്രവർത്തകർക്കായിരിക്കും ആദ്യം ഈ ഒരു റിപ്പോർട്ട് കിട്ടുക എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. ആ റിപ്പോർട്ട് ഏകദേശം 5 വർഷങ്ങൾക്ക് ഇപ്പുറമാണ് സർക്കാർ പുറത്തേക്ക് വിടുകയും ചെയ്തത്. ആ 5 വർഷങ്ങൾക്ക് ഇപ്പുറം പുറത്തേക്ക് വിട്ടപ്പോൾ അതിനിർണായകമായ ചില ഭാഗങ്ങൾ ഖണ്ഡികകൾ അടക്കമുള്ള കാര്യങ്ങൾ സർക്കാർ അതിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത് RTI മുഖേന ഈ ഒരു റിപ്പോർട്ട് ആവശ്യപ്പെട്ടപ്പോൾ വ്യക്തിപരമായിട്ടുള്ള വിവരങ്ങൾ ഒഴിവാക്കി വേണം റിപ്പോർട്ടിന്റെ പ്രസക്ത ഭാഗങ്ങൾ റിപ്പോർട്ട് പുറത്തേക്ക് വിടാൻ എന്നുള്ളതായിരുന്നു വിവരാവകാശ കമ്മീഷണർ സർക്കാരിന് നിർദ്ദേശം നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ റിപ്പോർട്ട് പുറത്തേക്ക് വരാനൊരുങ്ങിയത്. പക്ഷേ അന്ന് സർക്കാർ അതിൽ ചില കടുംപിടുത്തങ്ങൾ പിടിക്കുകയും പേജ് നമ്പർ 49 മുതൽ 53 വരെ ഏകദേശം 21-ലധികം ഖണ്ഡികകൾ ഒഴിവാക്കിക്കൊണ്ടാണ് സർക്കാർ ഈ റിപ്പോർട്ട് പുറത്തുവിട്ടത്. സാംസ്കാരിക വകുപ്പ് ഈ റിപ്പോർട്ട് പുറത്തുവിടുകയും മാധ്യമപ്രവർത്തകർക്ക് നൽകുകയും ചെയ്തത്. ഇത് വലിയ രീതിയിലുള്ള വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു, വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഇതിനുശേഷം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ സിനിമാ മേഖലയിലെ പല നടിമാരും ഒപ്പം തന്നെ സിനിമാ പ്രവർത്തകർക്കെതിരെയും നടന്മാർക്കെതിരെയും അടക്കം ഗുരുതരമായിട്ടുള്ള പരാതികൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തുന്ന സാഹചര്യം, അതിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചുകൊണ്ട് കേസെടുക്കുന്ന പശ്ചാത്തലമുണ്ടാകുന്നു. ഇതിലടക്കം ഇപ്പോൾ അന്വേഷണങ്ങൾ നടക്കുന്ന ഘട്ടത്തിലാണ്. ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ, അതായത് ഒഴിവാക്കിയ സർക്കാർ വെട്ടിമാറ്റി മറച്ചുവെച്ച ഭാഗങ്ങൾ കൂടി പുറത്തേക്ക് കൊണ്ടുവരണമെന്നൊരു ആവശ്യം ഉയരുകയും ചെയ്തത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഈ അപേക്ഷകരായിട്ടുള്ള മാധ്യമപ്രവർത്തകരടക്കം ഹിയറിംഗിന് സമീപിക്കുകയും ചെയ്തത്. ഇതിലാണ് ഇപ്പോൾ വിവരാവകാശ കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഒരു നിർണായക തീരുമാനം വരാൻ പോകുന്നത്. ഇന്ന് രാവിലെ 11 മണിയോടുകൂടി വിവരാവകാശ കമ്മീഷണർ ഇതുമായി ബന്ധപ്പെട്ട് ഉത്തരവ് പുറത്തിറക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് റിപ്പോർട്ട് പുറത്തുവിടണമോ, ഈ ഒഴിവാക്കിയ ഭാഗങ്ങൾ ഏകദേശം 21ഓളം വരുന്ന ഖണ്ഡികകൾ 49 മുതൽ 53 വരെയുള്ള പേജുകൾ പുറത്തു വിടണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഒരു കൃത്യമായ വ്യക്തത വരുത്തിക്കൊണ്ടുള്ള ഉത്തരവായിരിക്കും രാവിലെ RTI കമ്മീഷണർ പുറത്തുവിടുക. അതിനുശേഷമായിരിക്കും ഈ റിപ്പോർട്ട് പുറത്തുവിടാനാണ് ആ ഉത്തരവിൽ പറയുന്നതെങ്കിൽ ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ ഒരു പക്ഷേ സാംസ്കാരിക വകുപ്പ് ഈ റിപ്പോർട്ട് അപേക്ഷകർക്ക് കൈമാറുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിലാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകൾ, ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ വന്നിട്ടുള്ള പരാതികളിൽ ഏറ്റവും എടുത്തു കാണിക്കപ്പെടേണ്ട കാര്യങ്ങൾ വന്നിട്ടുള്ളത്. അതിപൈശാചികമായി വനിതകൾക്ക് നേരെയും സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്ക് നേരെയും നടന്നിട്ടുള്ള അതിക്രമങ്ങൾ അക്കമിട്ട് നിരത്തിയിട്ടുള്ള ഭാഗങ്ങളാണ് ഈ ഒഴിവാക്കിയിട്ടുള്ളത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് അന്ന് ഈ റിപ്പോർട്ട് പുറത്തു വരുന്ന ഘട്ടങ്ങളിൽ ചില പ്രമുഖരുടെ പേരുകൾ, ഒരു പക്ഷേ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള സിനിമാ മേഖലയിലെയും ഒപ്പം തന്നെ ക്യാമറയ്ക്ക് മുൻപിൽ കാണുന്ന പല നടന്മാരുടെയും പേര് വിവരങ്ങൾ ഈ ഭാഗങ്ങളിൽ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ വിവരങ്ങളായിരിക്കും ഒരു പക്ഷേ ഇന്ന് മറനീക്കി ഒരു പക്ഷേ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം പുറത്തേക്ക് വരാൻ പോകുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഇന്ന് 11 മണിക്ക് അതിനിർണായകമാണ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം.
സാംസ്കാരിക വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം. കാരണം ഈ ഒരു റിപ്പോർട്ട് 2019 ഡിസംബർ മാസത്തിലാണ് സർക്കാരിന് മുൻപിലേക്ക് ഹേമ കമ്മിറ്റി എത്തിക്കുന്നത്. ആ റിപ്പോർട്ട് എത്തിയതിനു ശേഷം 5 വർഷങ്ങൾക്ക് ശേഷമാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് റിപ്പോർട്ടിന്റെ കുറച്ച് ഭാഗങ്ങളിലെങ്കിലും പുറത്തേക്ക് വന്നത്. ആ കുറച്ച് ഭാഗം തന്നെ പുറത്തേക്ക് വന്നപ്പോൾ വലിയ രീതിയിലുള്ള വിവാദങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു. സിനിമാ മേഖലയിൽ ഒരു നയം രൂപീകരിക്കണം, സ്ത്രീകൾക്ക് പ്രത്യേക സുരക്ഷ നൽകണമെന്നൊക്കെ ശുപാർശ ചെയ്തുകൊണ്ടുള്ള ആ റിപ്പോർട്ട് വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നിരുന്നു. അതിൽ സിനിമാ നയമടക്കം രൂപീകരിക്കുന്ന കാര്യങ്ങളിൽ ചർച്ചകൾ നടക്കുമ്പോഴാണ് മറ്റൊരു ഡിസംബർ മാസം അതിലൊരു നിർണായകമായ തീരുമാനം വരാൻ പോകുന്നത്. രാവിലെ 11 മണിയോടുകൂടി അതിൽ ഒരു കൃത്യമായ വ്യക്തത വിവരാവകാശ കമ്മീഷന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ദേവിക, തീർച്ചയായും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എല്ലാ കാലത്തും വിവാദമാണ്. കുറേ കാലം നേരത്തെ ശാലിനി പറഞ്ഞതുപോലെ 4 വർഷത്തോളം അത് പൂഴ്ത്തിവെച്ചു. പിന്നീട് അതിൻ്റെ ചില ഭാഗങ്ങൾ മാത്രം പുറത്തു വന്നു. അപ്പോൾ അത് വലിയ വിവാദമായി. ഇപ്പോൾ കുറച്ച് ഭാഗങ്ങൾ കൂടി പുറത്തു വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ശാലിനി പറയുന്നത്. ഇനിയും വേറെ ഒരു പ്രധാന വാർത്തയിലേക്ക് ദേവിക, ഈ കിഴക്കേക്കോട്ട, തലസ്ഥാനത്ത് കിഴക്കേക്കോട്ട വഴി ബസ്സിന് സഞ്ചരിച്ചിട്ടുണ്ടോ? അവിടെ ബസ് ഇറങ്ങി പിന്നീട് റോഡ് ക്രോസ് ചെയ്യുന്ന വളരെ ദുർഘടം പിടിച്ച കാര്യമാണ്. മാത്രമല്ല അവിടുത്തെ ട്രാഫിക് പോലീസിന്റെ ഇടപെടൽ അത്രത്തോളം ശക്തമല്ല എന്ന് പറയേണ്ടി വരും. കാരണം പല ദിക്കുകളിലേക്കും ആളുകൾ ഓടിക്കയറുകയാണ്. മാത്രമല്ല ബസ്സുകൾ നിരന്തരം വരുന്ന സ്ഥലം, അതുപോലെ ട്രാഫിക് സിഗ്നൽ ഉണ്ടെങ്കിലും അത് ലംഘിച്ചു കൊണ്ടുപോകുന്ന വാഹനങ്ങൾ, ഇങ്ങനെ നിരവധി ഗതാഗത കുരുക്ക് ഏറ്റവും രൂക്ഷമായ ഒരു സ്ഥലമാണ് കിഴക്കേക്കോട്ട. ഗതാഗത കുരുക്കിൽ ഇന്നലെ ഒരു മനുഷ്യജീവൻ പൊലിയുകയും ചെയ്തു. നമുക്ക് ആ വാർത്തയിലേക്ക് പോകണം. അപകടങ്ങൾ തുടർക്കഥയാകുമ്പോഴും തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിലെ ട്രാഫിക് നിയന്ത്രണത്തിൽ ഗുരുതരമായ പാളിച്ച. തലസ്ഥാനത്ത് നോക്കുകുത്തിയായി മാറി ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച ഫ്ലൈ ഓവറുകൾ. KSRTC ഡ്രൈവർമാരുടെ, സ്വകാര്യ ബസ് ഡ്രൈവർമാരുടെ മത്സര ഓട്ടവും അശ്രദ്ധയും കിഴക്കേക്കോട്ടയെ അപകടക്കെണിയാക്കുന്ന ഒരു അപകടക്കോട്ടയാക്കി മാറ്റുകയാണ്. വിവരങ്ങളുമായി ശാലിനി ചേരുന്നു. ശാലിനി, കിഴക്കേക്കോട്ടയിൽ ഇന്നലെയാണ് ഒരാൾ മരണപ്പെടുന്ന സാഹചര്യം. ഈ സ്വകാര്യ ബസ്സും പ്രൈവറ്റ് ബസ്സും ഒക്കെ അവിടെ മത്സരിച്ചോടുന്നു. സ്റ്റാൻഡിലേക്ക് പല ദിക്കുകളിലൂടെ പാഞ്ഞു കയറി വരുന്നു. അതിനിടെയാണ് ബസ്സിൽ നിന്നിറങ്ങിയ ഒരാൾ, ഒരു ബാങ്ക് ജീവനക്കാരനാണ്, അദ്ദേഹം മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. കൂടുതൽ വിവരങ്ങൾ ശാലിനി. വിനോദ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ ഉച്ചയ്ക്ക് 1:30 ഈ ഒരു ദാരുണമായ സംഭവം തിരുവനന്തപുരത്ത് ഉണ്ടാകുന്നത്. ഒരുപക്ഷെ മത്സര ഓട്ടം, ഒപ്പം അനധികൃതമായിട്ടുള്ള ഈ വാഹന പാർക്കിംഗ് അടക്കമുള്ള കാര്യങ്ങൾ വലിയ രീതിയിൽ തിരുവനന്തപുരം നഗരത്തിന്റെ പല മേഖലകളിലും ഗതാഗത കുരുക്കിന് ഇടയാക്കുന്നുണ്ട്. തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് കിഴക്കേക്കോട്ടയെ സംബന്ധിച്ചിടത്തോളം ഒരു ഹെറിറ്റേജ് മേഖലയാണ്. നിരവധി ക്ഷേത്രങ്ങൾ അവിടെയുണ്ട്, ഒപ്പം തന്നെ നിരവധി സർക്കാർ സ്ഥാപനങ്ങളുണ്ട്. അതിൻ്റെ ഇടയിലാണ് ഈ ഒരു ബസ് സ്റ്റാൻഡ് ഉള്ളത്. അവിടെ സ്വകാര്യ ബസ്സുകളും KSRTC വാഹനങ്ങളും ഏകദേശം ഒരുമിച്ചാണ് 2 ഭാഗങ്ങളിലായി നിർത്തിയിടുകയും ഒക്കെ ചെയ്തത്. ഈ വാഹനങ്ങളിലേക്ക് കയറാൻ ആളുകൾ എത്തുന്നതും വലിയ രീതിയിലുള്ള തിരക്കിലൂടെയൊക്കെയാണ്. പക്ഷെ അവിടെ കൃത്യമായ ട്രാഫിക് നിയന്ത്രണങ്ങളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ നടക്കുന്നില്ല എന്നുള്ളതാണ് ഇന്നലത്തെ അപകടത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അത് മാത്രമല്ല, 2 വാഹനങ്ങളുടെ കൂടുതൽ കളക്ഷനുകൾ നേടാനും ഒപ്പം തന്നെ ആരാദ്യം എത്തുമെന്നുള്ള മത്സര ഓട്ടത്തിന്റെ ഭാഗമായിട്ടൊക്കെയാണ് ഇന്നലെ 42-കാരനായ ഉല്ലാസിന് അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടമാവുകയും ചെയ്തിട്ടുള്ളത്. കിഴക്കേക്കോട്ടയിലെ കട്ടക്കുളങ്ങര ഭാഗത്തു നിന്നും കിഴക്കേക്കോട്ടയിലേക്ക് എത്തിയ 2 വാഹനങ്ങളാണ് ഈ അപകടത്തിൽ പെട്ടിട്ടുള്ളത്. ഒന്ന് ഒരു സ്വകാര്യ ബസ്സാണ്, മറ്റൊന്ന് KSRTC ബസ്സാണ്. സ്വകാര്യ ബസ് വലത്തേക്ക് എടുത്ത് സ്റ്റാൻഡിലേക്ക് എന്തോ കയറുന്നതിന് ഒടിച്ചെടുത്ത സമയത്താണ് KSRTC വാഹനം വരുന്നത്. സീബ്ര ലൈനിലാണ് ഈ KSRTC വാഹനം നിർത്തിയിട്ടിരുന്നത് എന്നുള്ളത് നമുക്കറിയാം. സീബ്ര ലൈൻ ആളുകൾക്ക് നടന്നു പോകാനുള്ളതാണ്. എത്ര തിരക്കുള്ള സമയത്താണെങ്കിലും സീബ്ര ലൈനിലൂടെ ആളുകൾ ഉണ്ടെങ്കിൽ വാഹനം നിർത്തിക്കൊടുക്കേണ്ട സ്വാഭാവിക മര്യാദ ഈ ഡ്രൈവർമാർക്കുണ്ട്. പക്ഷേ സിഗ്നൽ വീണ് കിടക്കുമ്പോൾ സീബ്ര ലൈനിൽ വണ്ടി പാർക്ക് ചെയ്ത് കിടക്കുന്ന KSRTC ബസ് അതിനെ മാറ്റിക്കൊണ്ട് അല്ലെങ്കിൽ അതിലൂടെ ഒഴിഞ്ഞ് റോഡ് ക്രോസ് ചെയ്ത് വരുന്ന സമയത്താണ് ഈ പ്രൈവറ്റ് ബസ് വരികയും ഇതിനിടയിലേക്ക് ഞെരിഞ്ഞമർന്ന് ആ മനുഷ്യന് ജീവൻ നഷ്ടമാവുകയും ചെയ്തത്. 2 ഡ്രൈവർമാരോടും ബസ് പിന്നോട്ടെടുത്ത് അയാളെ അതിനകത്ത് ഇറക്കാനൊക്കെ അവിടെ നിന്ന് ഓടിക്കൂടിയ നാട്ടുകാരും ഈ ദൃക്സാക്ഷികളും ഒക്കെ പറഞ്ഞെങ്കിലും അതൊന്നും ഈ ഡ്രൈവർമാർ ആദ്യഘട്ടങ്ങളിൽ കേട്ടില്ല. ഏകദേശം 3-4 മിനിറ്റ് അങ്ങനെ തന്നെ പോയി ആ വാഹനത്തിന്റെ ഇടയിൽ അദ്ദേഹം ശ്വാസം മുട്ടി നിൽക്കേണ്ട സാഹചര്യമുണ്ടായി. സമീപത്തൊരു പള്ളിയിൽ ജുമാ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഓഫീസിലേക്ക്, തിരുവനന്തപുരത്തെ തൊട്ട് സമീപത്ത് തന്നെയുള്ള റീജിയണൽ ഓഫീസ്, കേരള ബാങ്കിന്റെ റീജിയണൽ ഓഫീസിലെ സീനിയർ മാനേജറാണ്. അദ്ദേഹം ഡ്യൂട്ടിക്കായി കയറാൻ ഇറങ്ങുമ്പോഴാണ് ഈ ഒരു ദാരുണമായ സംഭവം ഉണ്ടായത്. എന്തായാലും അധികൃതരുടെ ഭാഗത്തുനിന്ന് കാര്യമായ രീതിയിലുള്ള ഇടപെടൽ ഈ മേഖലയിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത. നഗരസഭ കോടികൾ മുടക്കി നഗരത്തിന്റെ വിവിധ മേഖലകളിൽ ഇത്തരത്തിൽ ഫ്ലൈ ഓവറുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ആളുകൾക്ക് റോഡ് മുറിച്ച് കിടക്കാനൊക്കെയായി ഫ്ലൈ ഓവറുകൾ. പക്ഷേ ആ ഫ്ലൈ ഓവറുകൾ പോലും ആരും ഉപയോഗിക്കുന്നില്ല. നിരന്തരം ചിരണ്ടി
ശ്രീദേവി അടക്കം വാർത്ത നൽകിയതാണ്. എന്തായാലും ഇനിയൊരു അപകടം ഉണ്ടാകാതിരിക്കാനുള്ള നടപടികളെങ്കിലും നഗരസഭയും ട്രാഫിക് പോലീസുമാരും എടുക്കുമെന്ന് പ്രതീക്ഷിക്കാം. അതേസമയം ഈ വാഹനങ്ങളുടെ മത്സര ഓട്ടം കൂടി ഈ നഗരത്തിൽ കുറയുമെന്നുള്ള ഒരു ആശ്വാസം നമുക്ക് പങ്കുവെക്കുകയും ചെയ്യാം. വിനോദ്, കൃത്യമായൊരു സംവിധാനം അവിടെ ആദ്യം വരണം. കാരണം ജനങ്ങൾക്ക് നടന്ന് കയറാനും അതോടൊപ്പം തന്നെ വാഹനങ്ങൾ സുഗമമായി ഫ്ലൈ ഓവർ ഒക്കെ മുകളിൽ കൂടി ഉണ്ട്. പക്ഷേ അവിടെ സൗകര്യങ്ങളോ ലൈറ്റോ ഒന്നുമില്ല. നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്, അത് ആരും ഉപയോഗിക്കുന്നുമില്ല. ലക്ഷങ്ങൾ മുടക്കി പണിത ഫ്ലൈ ഓവറാണ് കിഴക്കേക്കോട്ടയിലുള്ളത്. അവിടെയാണ് ഇത്തരത്തിൽ ഒരു യാത്രക്കാരൻ ബസ്സിനിടയിൽപ്പെട്ട് ഞെരുങ്ങി മരിക്കുന്ന ഒരു സാഹചര്യമുണ്ടാകും. അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിൽ മാപ്പ് പറഞ്ഞ ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് യൂൻ സുക്യോൾ അത്തരമൊരു നീക്കം ഇനി ഉണ്ടാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പ്രസിഡന്റ് സ്ഥാനം യൂൻ രാജിവെക്കണമെന്ന് പരോക്ഷമായി സൂചിപ്പിച്ച് ഭരണകക്ഷിയായ പീപ്പിൾസ് പവർ പാർട്ടി പ്രസിഡന്റ് വൈകാതെ രാജി സമർപ്പിക്കേണ്ടത് അനിവാര്യമെന്നും PPP നേതാവ് ഹാൻ ഡോങ് ഹുൻ പറഞ്ഞു. വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുന്നുണ്ട്. ഐസൻ, ഇപ്പോൾ കൊറിയയിലെ രാഷ്ട്രീയ സാഹചര്യം എന്താണ്? ദേവിക, ദിവസങ്ങൾക്ക് മുമ്പാണ് ദക്ഷിണ കൊറിയയിലെ പ്രസിഡന്റ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. ഉത്തര കൊറിയയുമായി ചേർന്ന് ഈ ദക്ഷിണ കൊറിയയിലെ പ്രതിപക്ഷ പാർട്ടികൾ രാജ്യത്തിനെതിരായ പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നൊരു ആരോപണം ഉന്നയിച്ചാണ് ഇത്തരത്തിൽ ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ളൊരു നീക്കമുണ്ടായത്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് 6 മണിക്കൂറിനകം തന്നെ അത് പിൻവലിക്കേണ്ടിയും വന്നു. പാർലമെൻറ്റ് ഉൾപ്പെടെ അടിയന്തര സമ്മേളനം നടത്തി അടിയന്തരാവസ്ഥ നിയമവിരുദ്ധമെന്ന് പ്രഖ്യാപിക്കുകയും സ്പീക്കർ അടിയന്തരാവസ്ഥ നിലനിൽക്കുന്നില്ലെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തതോടെ പ്രസിഡന്റ് യൂങ് സ്യൂക്യൂളിനെ അടിയന്തരാവസ്ഥ പ്രഖ്യാപനം പിൻവലിക്കേണ്ട ഒരു സാഹചര്യവും ഉണ്ടായി. അത്തരത്തിൽ അടിയന്തരാവസ്ഥ പിൻവലിക്കേണ്ട സാഹചര്യം 6 മണിക്കൂറിനുള്ളിൽ തന്നെ ഉണ്ടായതിനു ശേഷം ഒരു രാഷ്ട്രീയ അരക്ഷിതാവസ്ഥയും പ്രസിഡന്റിൻ്റെ ആ ഒരു ഉത്തരവാദിത്വ ബോധമില്ലാത്ത നീക്കത്തിനെതിരെ ശക്തമായ പ്രതിഷേധവും ഉയർന്നു വന്നു എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രസിഡന്റ് യൂങ് സുക്യൂൾ ഇത്തരത്തിലൊരു മാപ്പപേക്ഷയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഇത്തരത്തിലൊരു നടപടി ഇനിയുണ്ടാകില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. സ്വാഭാവികമായും പ്രസിഡന്റിൻ്റെ പദവിയിൽ തുടരുന്ന ഒരാൾ ഇത്തരത്തിലൊരു നീക്കം നടത്തുന്നത് കാര്യക്ഷമമായ നിരീക്ഷണങ്ങൾക്കും അതുപോലെ തന്നെ അന്വേഷണങ്ങൾക്കും ശേഷം മാത്രമായിരിക്കണം എന്ന ഒരു അടിസ്ഥാന തത്വം പോലും പാലിക്കാതിരുന്നു എന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ രാജി ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഭരണകക്ഷിയായ പീപ്പിൾസ് പവർ പാർട്ടി. പീപ്പിൾസ് പവർ പാർട്ടി നേതാവ് ഹാൻ ഡോങ് ഹുൻ ഇക്കാര്യം വളരെ കൃത്യമായി ആവശ്യപ്പെടുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ ദക്ഷിണ കൊറിയയിലെ രാഷ്ട്രീയ സാഹചര്യം പ്രസിഡന്റിനെതിരായി തിരിയുന്നു എന്നൊരു യാഥാർത്ഥ്യം തന്നെയാണ് നിലനിൽക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ഉത്തര കൊറിയയുമായി ചേർന്നാണ് ഈ പ്രതിപക്ഷം, അതായത് ദക്ഷിണ കൊറിയയിലെ പ്രതിപക്ഷം രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിച്ചിരിക്കുന്നത് എന്നൊരു നിലപാട് അറിയിച്ചതോടുകൂടി അതിർത്തിയിൽ പോലും പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങാവുന്നൊരു സാഹചര്യമുണ്ട് എന്ന ഒരു അവസ്ഥ വരികയും ചെയ്തു. ഇത്തരത്തിൽ രണ്ട് അയൽരാജ്യങ്ങൾ തമ്മിൽ ഇത്തരത്തിലൊരു വിഷയത്തിലേക്ക് നീങ്ങേണ്ടതില്ല എന്നൊരു പ്രതികരണം രാഷ്ട്രീയ കക്ഷികളുടെ ഭാഗത്തു നിന്ന് സ്വാഭാവികമായും അവിടെ ഉണ്ടാകുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. നിലവിലെ സാഹചര്യത്തിൽ ഈ ഭരണപക്ഷത്തിൻ്റെ ശക്തമായ എതിർപ്പാണ് പ്രസിഡന്റ് അവിടെ നേരിടുന്നത്. അതെ, ഐസൻ, മറ്റൊരു വാർത്തയിലേക്ക് വന്നാൽ ഈ ബന്ദികളുടെ മോചനം സംബന്ധിച്ച വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ഹമസ് നേതാക്കളോട് ഒരാഴ്ചക്കകം എത്തിച്ചേരാൻ ഖത്തർ ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ. നേരത്തെ മധ്യസ്ഥ ചർച്ചകളിൽ നിന്ന് ഖത്തർ പിന്മാറുകയും ചെയ്തിരുന്നു. ഖത്തർ പിന്മാറിയതിനെ തുടർന്ന് ഹമസ് നേതാക്കൾ ടർക്കിയുടെ സഹായം തേടിയിരുന്നു. ബന്ദികളുടെ മോചനം യാഥാർത്ഥ്യമാക്കുന്നതിന് ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് ഖത്തർ പ്രധാനമന്ത്രിയുമായി ചർച്ച നടത്തി. തുടർന്നാണ് വീണ്ടും ഖത്തർ മോചനത്തിനായി ഇടപെടൽ ആരംഭിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ ഐസൺ. തീർച്ചയായും ബന്ദികളുടെ മോചനം, ഡൊണാൾഡ് ട്രംപ് ഈ വിഷയത്തിൽ ബന്ദികളുടെ മോചനത്തിനായി ഇടപെട്ടതാണ് ഏറെ പ്രാധാന്യത്തോടെ അല്ലെങ്കിൽ ഒരു മൈൽ സ്റ്റോണായി നാഴികക്കല്ലായി മാറിയ ഒരു നീക്കമായി മാറിയത്. ജനുവരി 20 അദ്ദേഹം അധികാരമേൽക്കുകയാണ്. അധികാരമേൽക്കുന്നതിന് മുമ്പ് ബന്ദികളുടെ മോചനം സാധ്യമായിരിക്കണമെന്നൊരു അന്ത്യശാസനമാണ് ഹമസിനെ അദ്ദേഹം നൽകിയത്. ഹമസിനെ അന്ത്യശാസനം നൽകുന്നതിന് തൊട്ട് തലേ ദിവസമാണ് ഒരു ബന്ദി കൊല്ലപ്പെടുകയും ചെയ്തത്. നിലവിൽ 100 ബന്ദികളാണ് ഹമസിൻ്റെ കസ്റ്റഡിയിൽ ടണലുകളിൽ ഗാസയിൽ കഴിയേണ്ടി വരുന്നത്. അവരെ മോചിപ്പിക്കുന്നത് ജനുവരി 20 വേണമെന്ന് കൃത്യമായ നിലപാട് ട്രംപ് അറിയിക്കുകയും ചെയ്തിരുന്നു. ഈ അറിയിച്ചതിന് പിന്നാലെയാണ് ഖത്തർ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ വിഷയത്തിലേക്ക് ഇടപെടുന്നതിനുള്ള നീക്കങ്ങൾ നടത്തുകയും അതിന് തയ്യാറാണെന്ന് അറിയിക്കുകയും ചെയ്തത്. നേരത്തെ നമുക്കറിയാവുന്നതാണ്, ഹമാസുമായുള്ള മീഡിയേഷൻ ചർച്ചകളിൽ നിന്നും ഖത്തർ പിന്മാറുകയും ഈജിപ്തും ഖത്തറും ചേർന്നാണ് ഈ പരിപാടി ആരംഭിച്ചത്, മീഡിയേഷൻ പരിപാടി ആരംഭിച്ചത് എങ്കിൽ കൂടി ഖത്തർ പിന്മാറുകയും ചെയ്തതോടെ ഏതാണ്ട് നിശ്ചലാവസ്ഥയിലായിരുന്നു ഹമാസുമായുള്ള സമാധാന ചർച്ചകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ബന്ദികളുടെ മോചനം സംബന്ധിച്ചുള്ള വിഷയങ്ങൾ എന്നത് ഒരു യാഥാർത്ഥ്യമായി നിലനിൽക്കുക കൂടിയായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഖത്തർ വീണ്ടും ഈ വിഷയത്തിലേക്ക് ഇടപെടാൻ തീരുമാനിക്കുകയും ഖത്തറിലാണ് ഈജിപ്തും അതുപോലെ തന്നെ ഈ ഹമസ് നേതാക്കളും ചർച്ച ചെയ്ത്, ഈജിപ്തിൻ്റെ നേതാക്കളും ഈജിപ്ത് പ്രതിനിധികളും ഖത്തർ പ്രതിനിധികളും ദോഹയിലാണ് ഇത്തരം ചർച്ചകളെല്ലാം തന്നെ നടത്തിയത്. ആ ചർച്ചകൾ വീണ്ടും പുനരാരംഭിക്കുന്നതിന് ഹമസ് നേതാക്കളോട്, അവർ തിരിച്ചുപോയ ഹമസ് നേതാക്കളോട്, ഒരു മീഡിയേഷൻ സംവിധാനത്തിൻ്റെ ഭാഗമായി ഖത്തറിൽ കഴിഞ്ഞിരുന്നവരോട് അടിയന്തരമായി തിരിച്ചു വരണമെന്നൊരാവശ്യം മുന്നോട്ട് വച്ചിരിക്കുന്നത്. ബന്ദികളുടെ മോചനം വൈകാതെ സാധ്യമാകുമെന്ന് തന്നെയാണ് ഈ നിലപാടിൽ നിന്നും അല്ലെങ്കിൽ ഈ വിവരങ്ങളിൽ നിന്നും ലഭ്യമാകുന്ന സൂചന. തുടരുക. പിന്നെ നമുക്കറിയാം, ഇനി നമുക്ക് സിറിയയിലേക്ക് എത്തിയാൽ
അവിടെ വിമത മുന്നേറ്റം ശക്തമാണ്. ഡാര മേഖലയിൽ ഭൂരിപക്ഷം പ്രദേശങ്ങളും ഭീകര സംഘടനയായ ഹയത് തഹ്രീർ അൽ ഷം പിടിച്ചടക്കി. സൈന്യവുമായി ശക്തമായ പോരാട്ടം തുടരുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. 2011 ബഷർ അൽ അസദിന് എതിരായ പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ട പ്രദേശമാണ് ഡേറ. അതേസമയം സിറിയയിലേക്ക് ഭാരതീയർ യാത്ര നടത്തരുതെന്ന നിർദ്ദേശവുമായി വിദേശകാര്യ മന്ത്രാലയവും രംഗത്തെത്തിയിട്ടുണ്ട്. ഐസൻ തുടരുന്നുണ്ട്. ഐസൻ, നമുക്കറിയാം അവിടെ സിറിയയിൽ വിമത മുന്നേറ്റം ശക്തമാകുമ്പോൾ ഭീകര സംഘടനകൾ അവിടെ കൂടുതൽ ശക്തി പ്രാപിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഇനി ഭാരതത്തിൽ നിന്നുള്ളവരുടെ യാത്ര അങ്ങോട്ടേക്ക് കൃത്യമായ ഒരു നിയന്ത്രണം വരികയാണോ അവിടെ? തീർച്ചയായും ഭാരതത്തിൽ നിന്നും സിറിയയിലേക്ക് യാത്ര ചെയ്യരുതെന്ന് വിദേശകാര്യ മന്ത്രാലയം കൃത്യമായ ഒരു അഡ്വൈസറി നൽകിയിരിക്കുന്നു. അത് ഭാരതീയർ ആരും നിലവിൽ യാത്ര ചെയ്യരുത്, യാത്രകളെല്ലാം തന്നെ റീഷെഡ്യൂൾ ചെയ്യണമെന്നാണ് നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. മറ്റൊരു പ്രധാന നിർദ്ദേശം കൂടി ഭാരതീയരായ സിറിയയിൽ കഴിയുന്നവരോട് തിരിച്ചു വരാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കണമെന്നും റിപ്പോർട്ടുകൾ സൂചനകൾ നൽകിയിട്ടുണ്ട് വിദേശകാര്യ മന്ത്രാലയം. ആ അഡ്വൈസറി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷേ ഭാരതം ഉടൻ തന്നെ, അതായത് വൈകാതെ തന്നെ ഇവാക്യുവേഷൻ മൂവ്മെൻറ്റുകളിലേക്കെല്ലാം തന്നെ നീങ്ങിയേക്കും എന്നൊരു സൂചനകളും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് പുറത്തു വരുന്നുണ്ട്. എങ്കിലും വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെയും ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെയും പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടെ ഇടപെട്ട് ഈ വിഷയത്തിലൊരു അന്തിമ തീരുമാനമെടുക്കേണ്ടതുണ്ട്. അത്തരമൊരു തീരുമാനങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉടൻ തന്നെ അതിലേക്ക് നീങ്ങുമെന്ന സൂചനകളാണ് ഈ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ പുറത്തു വരുന്നത്. നമുക്കറിയാവുന്നതാണ്, കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പാണ് അലപ്പോ നഗരം പൂർണ്ണമായും ഈ ഭീകരർ പിടിച്ചടക്കിയത്. സിറിയയിലെ അലപ്പോ നഗരം ഹയത് തഹ്രീർ അൽ ഷം എന്ന് പറയുന്ന ഭീകര സംഘടന പിടിച്ചടക്കിയിരുന്നു. ഇന്നലെ ഹമ നഗരവും പിടിച്ചടക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ 2 നഗരങ്ങൾ പൂർണ്ണമായും പിടിച്ചടക്കുകയും ഇപ്പോൾ ദേറ നഗരത്തിലേക്ക് ശക്തമായ മുന്നേറ്റം നടത്തുകയും ചെയ്യുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ആ നഗരത്തിൽ കാവലിലുണ്ടായിരുന്ന അല്ലെങ്കിൽ ചുമതലയിലുണ്ടായിരുന്ന സൈനികരോട് ഡമാസ്കസിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരു സേഫ് പാസേജ് തുറന്നു നൽകിയിട്ടുണ്ട് എന്ന വിവരവും ഇപ്പോൾ ഈ ഭീകര സംഘടന പുറത്തുവിടുന്നുണ്ട്. അത്തരത്തിൽ തുടർച്ചയായി ഇത്തരത്തിലൊരു നീക്കം അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ സിറിയയിൽ പൊട്ടിപ്പുറപ്പെട്ട 2011 പൊട്ടിപ്പുറപ്പെട്ട കലാപം അതിരൂക്ഷമായി തുടരുന്നു എന്ന വിവരങ്ങൾ തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും ഭാരത പൗരന്മാരുടെ സുരക്ഷയുടെ കാര്യത്തിൽ സർക്കാർ എടുക്കുന്ന മുൻകരുതലുകൾ ശക്തമായി തുടരുകയുമാണ്. ദേവിക. ശരി, ഐസൻ ജോസാണ് സമഗ്ര റിപ്പോർട്ടുകൾ പങ്കുവച്ചത്. ഇനി നമുക്ക് കോഴിക്കോട് ലോകനാർക്കാവ് ക്ഷേത്രത്തിലെ സംബന്ധിച്ച ഒരു വാർത്തയിലേക്ക് വരാം. പ്രസിദ്ധമായ കോഴിക്കോട് ലോകനാർക്കാവ് ക്ഷേത്രത്തിലെ ആചാര ലംഘനങ്ങൾക്കെതിരെ ഭക്തജന കൂട്ടായ്മ പ്രതിഷേധത്തിലേക്ക്. ആചാര ലംഘനത്തിനും ദേവസ്വം അധികാരികളുടെ അലംഭാവത്തിനും എതിരെ ഈ മാസം 9-ന് നാമജപ ഘോഷയാത്ര സംഘടിപ്പിക്കും. ക്ഷേത്രത്തിൻ്റെ പരിശുദ്ധിയും പ്രാധാന്യവും മനസ്സിലാക്കി പ്രവർത്തിക്കാൻ മലബാർ ദേവസ്വം ബോർഡ് തയ്യാറാകുന്നില്ല എന്നതാണ് ഭക്തജനങ്ങളുടെ പരാതി. വിവരങ്ങളുമായി ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നു. ഗോകുൽ, നമുക്കറിയാം മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് ലോകനാർക്കാവ് ക്ഷേത്രം. അവിടെ നിലവിലുള്ള ആചാരപരമായ കാര്യങ്ങളിൽ ചില വ്യതിയാനങ്ങൾ വരുത്തുന്നു എന്നുള്ളതാണ് ഭക്തജനങ്ങളുടെ പരാതി. എന്താണ് അവരുടെ പരാതി? ഇപ്പോൾ ഈ ഇത്തരത്തിലുള്ളൊരു വിഷയത്തിലേക്ക് വരാൻ ഉണ്ടായൊരു സാഹചര്യം എന്താണ് ഗോകുൽ? വിനോദ്, ദേവിക, ഈ ആചാര ലംഘനങ്ങളുടെ ഒരു നീണ്ട നിര തന്നെയാണ് ലോകനാർക്കാവ് ക്ഷേത്രത്തിൽ ഈ ദേവസ്വം ട്രസ്റ്റിയുടെയും മലബാർ ദേവസ്വം ബോർഡിന്റെയും നേതൃത്വത്തിൽ നടക്കുന്നത് എന്നാണ് ഭക്തജനങ്ങൾ പ്രധാനമായും പരാതി പറയുന്നത്. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആചാര ലംഘനങ്ങൾ നടക്കുമ്പോൾ ദേവസ്വം ബോർഡിനോ ദേവസ്വം ട്രസ്റ്റിക്കോ എന്നും ഈ ക്ഷേത്രത്തിന്റെ നവോത്ഥാനത്തിലോ നവീകരണത്തിലോ ഒന്നും താല്പര്യമില്ലാതെ മറ്റു പല ആവശ്യങ്ങൾക്കും ക്ഷേത്രഭൂമിയും സ്വത്തുക്കളും വകകളും ഒക്കെ ചെലവഴിക്കുന്നു എന്നുള്ളതാണ് അവർ പ്രധാനമായും മുന്നോട്ടേക്ക് വെക്കുന്നത്. നിരവധി തവണ ഇത്തരത്തിലുള്ള പല പരാതികൾ ഉയർന്നു വന്നിട്ടും അത് പരിഹരിക്കാനൊന്നും അവർ തയ്യാറാവുന്നില്ല. ക്ഷേത്രത്തിന് ഈ പറഞ്ഞതുപോലെ നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഒരു ക്ഷേത്രമാണ്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ തീർത്ഥാടന ടൂറിസത്തിന്റെ ഭാഗമായി ഇങ്ങോട്ടേക്ക് എത്താറുണ്ട്. എന്നാൽ ക്ഷേത്രത്തിന്റെ നവീകരണം അല്ലെങ്കിൽ ആളുകൾക്ക് എത്തുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങളൊന്നും ഏർപ്പാടാക്കാൻ ഈ ദേവസ്വം ട്രസ്റ്റിക്കും ദേവസ്വം ബോർഡിനും തയ്യാറാവുന്നില്ല. ആ കാര്യങ്ങൾക്ക് വേണ്ടി അവർ സമയം ചെലവഴിക്കുന്നില്ല എന്ന് പ്രധാനമായും ഭക്തർ മുന്നോട്ടേക്ക് നോക്കുന്നു. ഈ ക്ഷേത്രത്തിന്റെ ഭൂമികളും വകകളും ഒക്കെ പഞ്ചായത്തിന്റെയും സർക്കാരിന്റെയും വിവിധ പദ്ധതികൾ നടപ്പിലാക്കാനും അത് ഉപയോഗിക്കാനും വേണ്ടിയാണ് ഈ ക്ഷേത്ര വകകളും സ്വത്തുക്കളും ഒക്കെ ഉപയോഗിക്കുന്നത് എന്നുള്ള ഭക്തജനങ്ങൾ ചൂണ്ടിക്കാണുന്നു. ഈ ചെമ്പൈ സംഗീത മണ്ഡപം, നമുക്കറിയാം ചെമ്പൈ സംഗീത മണ്ഡപം ഒക്കെ വളരെ പ്രസിദ്ധമാണ് ലോകനാർക്കാവിലെ. അതൊക്കെ ഈ സംസ്ഥാന സർക്കാരിന്റെ പലതരത്തിലുള്ള പഞ്ചായത്തിന്റെ, വില്യാപ്പള്ളി പഞ്ചായത്തിന്റെ പലതരത്തിലുള്ള പൊതുയോഗങ്ങളും മറ്റും നടത്താൻ വേണ്ടി ഉപയോഗിക്കുന്നു. ക്ഷേത്ര സംബന്ധമായ ആചാരങ്ങൾക്കോ അല്ലെങ്കിൽ ഈ സംഗീത അർച്ചനയ്ക്കോ മാത്രം ഉപയോഗിച്ചു വന്നിരുന്ന കാലങ്ങളായി അതിന് മാത്രം ഉപയോഗിച്ചു വന്നിരുന്ന ആ വേദികളൊക്കെ സംസ്ഥാന സർക്കാരിന്റെ പല പദ്ധതികളും നടപ്പിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഈ ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് CITUവിന്റെ ഒക്കെ പല മെമ്പർഷിപ്പ് വിതരണമൊക്കെ ദേവസ്വം
ദേവസ്വം ജീവനക്കാരുടെ മെമ്പർഷിപ്പ് വിതരണത്തിലൊക്കെ ഈ ക്ഷേത്ര മതിൽക്കെട്ടിനകവും ഇതിന്റെ നടപ്പന്തലുമൊക്കെ ഉപയോഗിക്കുന്നു എന്ന പരാതി പ്രധാനമായി മുന്നോട്ടേക്ക് വെക്കുന്നു. ബാലഗോകുലം പോലെയുള്ള സാംസ്കാരിക സംഘടനയുടെ പരിപാടികൾക്കും അതില്ലെങ്കിൽ അതിന്റെ ഫ്ലക്സ് ബോർഡുകൾക്കുമൊക്കെ വിലക്കേർപ്പെടുത്തുകയും CITUവിന്റെ മെമ്പർഷിപ്പ് പരിപാടികളൊക്കെ നടത്താൻ ഈ ക്ഷേത്ര മതിൽക്കെട്ടിനകം ഉപയോഗിക്കുകയും ചെയ്യുന്നത് ഭക്തജന വിരോധത്തിന് കാരണമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ലോകനാർക്കാവിന്റെ വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ നവീകരണവുമായി ബന്ധപ്പെട്ട പദ്ധതിയുടെ പരിപാടിയുടെ വരവ് ചെലവ് കണക്കുകൾ ഇതുവരെ കണക്ക് അവതരിപ്പിക്കാത്തത് ഭക്തജന വിരോധത്തിന് കാരണമായിട്ടുണ്ട്. നിരവധി പരാതികളാണ് ഇവരുടെ ഭാഗത്തുനിന്ന് ഉയർന്നു വന്നിട്ടുള്ളത്. ഈ ഞായറാഴ്ചകളിലൊക്കെ ആനപ്രേമി സംഘത്തിന്റെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിൽ വരുന്ന ഭക്തജനങ്ങൾക്ക് സൗജന്യമായി ഭക്ഷണം വിതരണം ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതിന് വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ട് ട്രസ്റ്റി അംഗങ്ങളായിട്ടുള്ള ചില ആളുകൾ റെസീറ്റ് അച്ചടിച്ച് പണം കൈക്കലാക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള ഈ പ്രഭാതഭക്ഷ വിതരണമൊക്കെ ഉപയോഗിക്കുന്നത് ഭക്തജന വിദ്വേഷത്തിന് വളരെ കാരണമായിട്ടുണ്ട്. അതുപോലെ തെയ്യം പോലെയുള്ള കലകൾക്ക് ഈ ക്ഷേത്രത്തിനകത്ത് ശക്തയ പൂജയൊക്കെ ഉള്ള ക്ഷേത്രമാണ്. പക്ഷേ ഇത്തരത്തിൽ തെയ്യം കലകൾക്കൊക്കെ ഇത്തരത്തിലുള്ള ക്ഷേത്രത്തിൽ ദേവീക്ഷേത്രമാണ്, അവിടെ വിലക്കുണ്ട്. പക്ഷെ ഫോക്ലോർ അക്കാദമിയുടെ നേതൃത്വത്തിൽ ഈ തെയ്യം ഒരു കലാരൂപം പോലെ കെട്ടിയാടിയിട്ട് ഭക്തജന വിദ്വേഷത്തിനും വിരോധത്തിനും ഒക്കെ കാരണമാകുന്ന ഒരു സാഹചര്യമൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഇങ്ങനെ നിരന്തരമായി ഒന്നിലധികം പല തവണകളിലായിട്ട് നിരവധി തരത്തിലുള്ള ഈ ആചാര ലംഘനങ്ങൾ അല്ലെങ്കിൽ ഭക്തജന വിരോധത്തിന് കാരണമാകുന്ന സംഭവങ്ങൾ ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് നടക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പരാതിയായി ഭക്തജനങ്ങൾ ഉയർത്തി കാണിക്കുന്നത്. ഇത് ദേവസ്വം ട്രസ്റ്റിക്കും ദേവസ്വം ബോർഡിനും ഒക്കെ ഇതിനെ സംബന്ധിച്ച പരാതി നൽകിയിട്ടുണ്ടെങ്കിലും അത് സംബന്ധിച്ച തീരുമാനമെടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇതൊരു തീർപ്പാക്കാൻ വേണ്ടി ദേവസ്വം ട്രസ്റ്റിനോ ബോർഡിനോ ഒന്നും സാധിച്ചിട്ടില്ല എന്നാണ് ഭക്തജനങ്ങൾ പറയുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ വരുന്ന 9-ാം തീയതി നാമജപ ഘോഷയാത്ര, അതായത് ഭഗവാന്റെ പേര് വിളിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ദേവസ്വം ട്രസ്റ്റിയുടെയും ദേവസ്വം ബോർഡിന്റെയും ഒക്കെ നടപടികൾക്കെതിരെ ഭഗവാന്റെ നാമം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു നാമജപ ഘോഷയാത്ര നടത്തിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധ പരിപാടിയാണ് അവിടെ ഭക്തജന കൂട്ടായ്മ ഒരുക്കാൻ തുടങ്ങുന്നത്. അതോടൊപ്പം തന്നെ നിയമ നടപടികളുമായി മുന്നോട്ടേക്ക് പോകും എന്നാണ് ഭക്തജനങ്ങൾ പറയുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിന്റെ നവീകരണത്തിനോ അല്ലെങ്കിൽ നവോത്ഥാനത്തിനോ ഈ ഹൈന്ദവ ദർശനത്തിന്റെ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന രീതികൾക്കോ ഒന്നും പ്രാധാന്യം നൽകാതെ പഞ്ചായത്തിന്റെയും സർക്കാരിന്റെയും പദ്ധതികൾക്കായി ക്ഷേത്ര വളപ്പുകൾ ഉപയോഗിക്കുക, പഞ്ചായത്തിന്റെ പദ്ധതികൾക്കായി കൊണ്ടുവന്നിട്ടുള്ള സാധന സാമഗ്രികൾ ഇപ്പോഴും ക്ഷേത്രത്തിനകത്ത് തന്നെ അവിടെ കെട്ടിയിടുക, അത് മാറ്റാനുള്ള ഒരു സാഹചര്യം ഇല്ലാതിരിക്കുക, ഈ സാംസ്കാരിക പരിപാടികൾക്ക് ഇടം നൽകാതിരിക്കുക, ഇങ്ങനെയുള്ള പരിപാടികളാണ് ക്ഷേത്രത്തിനകത്ത് നടത്തുന്നത് എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഉയർത്തുന്നത്. പ്രസിദ്ധമായ കോഴിക്കോട് ലോകനാർക്കാവ് ക്ഷേത്രത്തിലെ ആചാര ലംഘനങ്ങൾക്കെതിരെ ഭക്തജന കൂട്ടായ്മ പ്രതിഷേധത്തിലേക്ക് കടക്കുകയാണ്. ആചാര ലംഘനത്തിനും ദേവസ്വം അധികാരികളുടെ അലംഭാവത്തിനുമെതിരെ ഈ മാസം 9-ന് നാമജപ ഘോഷയാത്ര സംഘടിപ്പിക്കും. ക്ഷേത്രത്തിന്റെ പരിശുദ്ധിയും പ്രാധാന്യവും മനസ്സിലാക്കി പ്രവർത്തിക്കാൻ മലബാർ ദേവസ്വം ബോർഡ് തയ്യാറാകുന്നില്ല എന്നാണ് ഭക്തജനങ്ങളുടെ പരാതി. ഗോകുലാണ് അവിടെ നിന്നുള്ള തത്സമയ വിവരങ്ങളുമായി ചേർന്നത്. ഇനി സർക്കാരിന്റെ ഭാഗത്തു നിന്നുമുള്ള വളരെ വ്യത്യസ്തമായ അല്ലെങ്കിൽ വിചിത്രമായ ഒരു നിലപാടാണ്. ഹിന്ദു പാരമ്പര്യങ്ങളോട് നിഷേധാത്മക സമീപനം തുടർന്നിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. ക്ഷേത്ര ചടങ്ങുകളിലെ പോലീസ് ഗാർഡ് ഓഫ് ഓണർ നിർത്തലാക്കുകയാണ്. ഉത്തരവിറക്കിയ ആഭ്യന്തര വകുപ്പ്. ഗാർഡ് ഓഫ് ഓണർ വേണമെങ്കിൽ ചെലവ് ക്ഷേത്രങ്ങൾ വഹിക്കണമെന്ന തെട്ടൂരം. അട്ടിമറിക്കപ്പെടുന്നത് കാലങ്ങളായുള്ള ക്ഷേത്ര ആചാരങ്ങളാണ്. പ്രജിത്ത് മോഹനൻ ചേരുന്നുണ്ട്. പ്രജിത്ത്, നമുക്കറിയാം ഈ ദേവസ്വം ബോർഡിന് പല ക്ഷേത്രങ്ങളിലൂടെ കിട്ടുന്നത് ഭീമമായ തുക തന്നെയാണ് വരുമാനം എന്ന നിലയിൽ. എന്നാൽ അത് വേണ്ട എന്ന് വയ്ക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല. പക്ഷേ ഇത്തരം ക്ഷേത്രങ്ങളിൽ കാലങ്ങളായി നടത്തി വരുന്ന ഈ ഗാർഡ് ഓഫ് ഓണർ അടക്കം നിർത്തുന്ന ഒരു സാഹചര്യം സർക്കാർ എടുത്തിരിക്കുന്നു, അല്ലേ? അങ്ങനെയാണ് പറയേണ്ടി വരിക. കാരണം ഒരു തരത്തിൽ പറഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ ആചാരങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളത് ഈ ക്ഷേത്രങ്ങൾ കൈമാറുന്ന സമയത്ത് പണ്ട് തിരുവിതാംകൂറിൻ്റെയൊക്കെ കാലത്താണെങ്കിൽ അന്ന് കവനൻറ്റുകളൊക്കെ ഉണ്ട്. ഈ കവനൻറ്റുകളിലൊക്കെ ഉപ്പുവെച്ച് അല്ലെങ്കിൽ ആ രീതിയിൽ ക്ഷേത്രങ്ങളുടെ അധികാരമൊക്കെ കൈക്കലാക്കിയ ശേഷം ഇന്ന് അത്തരമൊരു ആചാരം തന്നെ പൂർണ്ണമായി നിർത്തുമെന്നുള്ളൊരു സമീപനത്തിലേക്കാണ് ഇപ്പോൾ സർക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. കാരണം കാലങ്ങളായി തുടരുന്ന ഇത്തരം സമ്പ്രദായങ്ങൾ ഒറ്റയടിക്ക് നിർത്തലാക്കാൻ സംസ്ഥാന സർക്കാരിനോ പോലീസിനോ ആഭ്യന്തര വകുപ്പിനോ ഒക്കെ എന്ത് അധികാരമുണ്ട് എന്നുള്ളൊരു ചോദ്യമാണ് ഇപ്പോൾ പ്രധാനമായും ഉയരുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് ഈ ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി വിശ്വനാഥ് സിൻഹയുടെ നേതൃത്വത്തിൽ ചേർന്ന ഒരു യോഗത്തിലാണ് ഇത്തരമൊരു തീരുമാനമുണ്ടായിരിക്കുന്നത്. തിരുവനന്തപുരം ശ്രീവരാഹത്തെ ഒരു ഗണപതി ക്ഷേത്രത്തിലെ ചടങ്ങുകൾക്ക് ഈ രീതിയിൽ ഗാർഡ് ഓഫ് ഓണർ നൽകുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ യോഗം ചേർന്നത്. ഈ യോഗത്തിലാണ് പൂർണ്ണമായും ഗാർഡ് ഓഫ് ഓണറുകൾ നിർത്തലാക്കുന്ന രീതിയിലേക്ക് സംസ്ഥാനത്തെ പ്രമുഖമായ 20ഓളം ക്ഷേത്രങ്ങളിലാണ് ഈ രീതിയിൽ ഇപ്പോൾ തിരുവനന്തപുരം ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രം അടക്കമുള്ള ക്ഷേത്രങ്ങൾ ഇത്തരത്തിൽ ഗാർഡ് ഓഫ് ഓണറുകളും ഈ ക്ഷേത്രത്തിൻ്റെ ചടങ്ങുകളുമായി ബന്ധപ്പെട്ട പോലീസിൻ്റെ അകമ്പടിയും ഒക്കെ ഉള്ളത്. അത് രാജഭരണകാലം തൊട്ട് തുടർന്നു വന്നിരുന്ന ഒരു സമ്പ്രദായമാണ്. അത് പൂർണ്ണമായും ഉപേക്ഷിക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് പോയിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ രീതിയിൽ ഗാർഡ് ഓഫ് ഓണറുകളൊക്കെ നൽകണമെങ്കിൽ
അതിന് പ്രത്യേകമായ പണം ഈടാക്കണം എന്നുള്ളൊരു നിലപാടിലേക്കും ആഭ്യന്തര വകുപ്പ് പോയിരിക്കുന്നു. അപ്പോൾ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ ഇപ്പോൾ തിരുവനന്തപുരത്താണെങ്കിൽ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം, അതോടൊപ്പം ഹരിപ്പാട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം, തൃപ്പൂണിത്തുറ പൂർണ്ണത്രേശ്വര ക്ഷേത്രം തുടങ്ങി 20ഓളം ക്ഷേത്രങ്ങളിലാണ് ഈ രീതിയിൽ ഗാർഡ് ഓഫ് ഓണറുകളും ഈ ക്ഷേത്ര ചടങ്ങുകൾക്ക് ഇത്തരത്തിൽ പോലീസിന്റെ അകമ്പടിയും ഒക്കെ ഉള്ളത്. അത് അത്രയും അധികം വർഷങ്ങളായി നടന്നു വരുന്നു. ഏതാണ്ട് അതൊരു ക്ഷേത്രാചാരത്തിന്റെ ഭാഗമായി തന്നെ മാറിയിരിക്കുന്ന ഒരു സാമ്പ്രദായിക രീതികളൊക്കെയായി മാറിയിരിക്കുന്ന ഒരു രീതി തന്നെ ഇപ്പോൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. അത് ഒറ്റയടിക്ക് നിർത്തലാക്കുമ്പോഴാണ് ഒരു വലിയ പ്രതിഷേധം ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് യോഗക്ഷേമ സഭയൊക്കെ ഇപ്പോൾ തന്നെ പ്രതിഷേധം അറിയിച്ച് രംഗത്ത് വന്നു കഴിഞ്ഞു. ഹൈന്ദവ ക്ഷേത്രങ്ങളോട് സർക്കാർ സ്വീകരിക്കുന്ന നിഷേധാത്മകമായ നിലപാടാണ് ഇതെന്നുള്ളതാണ് വിമർശനം ഉയരുന്നത്. ക്ഷേത്രാചാരങ്ങളുമായി ബന്ധപ്പെട്ട സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇടപെടലുകൾ ഉണ്ടാകുന്നു എന്ന രീതിയിലുള്ള വിമർശനങ്ങൾ നേരത്തെ തന്നെ നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പമാണ് കാലങ്ങളായി തുടർന്നു വരുന്ന ഒരു രീതി, അത് ഒരു മുന്നറിയിപ്പുമില്ലാതെ ഒറ്റയടിക്ക് നിർത്തലാക്കാനുള്ള ഒരു ഏകപക്ഷീയമായ തീരുമാനത്തിലേക്ക് സർക്കാർ പോയിരിക്കുന്നത് എന്നുള്ളതാണ്. ഹൈന്ദവ സംഘടനകളോടോ വിശ്വാസ സമൂഹത്തോടോ യാതൊരു ചർച്ചകളും നടത്താതെയാണ് ആഭ്യന്തര വകുപ്പ് ഇത്തരമൊരു തീരുമാനമെടുത്തിരിക്കുന്നത്. ഈ തീരുമാനം അറിയിച്ചുകൊണ്ട് അതെ, ഈ രാജഭരണകാലത്തൊക്കെ തുടങ്ങിയ ആചാരങ്ങളും ഗാർഡ് ഓഫ് ഓണറുകളും ഒക്കെയാണ് കാലങ്ങളായി ഇപ്പോഴും തുടർന്ന് വന്നിരുന്നത്. ദേവിക, നമുക്കറിയാം വളരെയധികം വിലപിടിപ്പുള്ള തിടമ്പുകൾ, അതേപോലെ തന്നെ സ്വർണ്ണാഭരണങ്ങൾ, കോലങ്ങൾ ഒക്കെയാണ് ഇത്തരം ആയിരങ്ങൾ പങ്കെടുക്കുന്ന ഘോഷയാത്രയിലൊക്കെ എഴുന്നള്ളിക്കുകയോ അത് ഇത്തരത്തിൽ ഘോഷയാത്രയായി കൊണ്ടുപോവുകയൊക്കെ ചെയ്യും. മാത്രമല്ല, സർക്കാർ പറഞ്ഞിരിക്കുന്ന മറ്റൊരു പരാമർശം എന്ന് പറയുന്നത് ക്ഷേത്രങ്ങൾക്ക് വേണമെങ്കിൽ അവരുടെ ചിലവിൽ ചെയ്യാമെന്നത് തന്നെയാണ്. എന്നാൽ തിരിച്ച് ജനങ്ങൾ അതുപോലെ, വിശ്വാസികൾ അതുപോലെ ചിന്തിക്കാൻ തുടങ്ങിയാൽ സർക്കാരിന്റെ കാര്യത്തിൽ വലിയ ആശയക്കുഴപ്പം ഉണ്ടാവും. കാരണം അവിടെയുള്ള വരുമാനം മുഴുവൻ എത്തിച്ചേരുന്ന സർക്കാരിലേക്കാണ്. എന്നാൽ അത് സർക്കാർ കണക്കാക്കപ്പെടുന്ന അല്ലെങ്കിൽ കണക്കിലേ എടുക്കുന്നില്ല. ഇതിന് ജനങ്ങൾ അല്ലെങ്കിൽ വിശ്വാസികൾ കൊണ്ടുപോകുന്ന ക്ഷേത്രങ്ങൾ തന്നെ ഈ ഒരു കാര്യത്തിൽ ചിലവ് വഹിക്കണമെന്ന് പറയുന്നത് എത്രത്തോളം ശരിയായ ഒരു നിലപാടാണ് എന്നുള്ളത് ഒരു കാര്യമാണ്. നമുക്കറിയാം അത്തരത്തിലുള്ള കാര്യങ്ങൾക്കാണ് ഇപ്പോൾ സർക്കാർ നിയന്ത്രണം കൊണ്ടുവരുന്നത്. ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ക്രിസ്മസ് ആഘോഷത്തിനുള്ള ഒരുക്കങ്ങളുടെ തിരക്കിലാണ് ഇടുക്കി കുമളിയിലെ സെന്റ് തോമസ് ദേവാലയം. ക്രിസ്തുദേവന്റെ പിറവിത്തിരുനാൾ മഹാജൂബിലി വർഷത്തിൽ 2025 നക്ഷത്രങ്ങളാണ് ഇടവക സമൂഹം തയ്യാറാക്കിയിട്ടുള്ളത്. ഡിസംബർ 24-ന് ഈ നക്ഷത്രങ്ങൾ ദേവാലയത്തിൽ സ്ഥാപിക്കും. 2025 നക്ഷത്രങ്ങളുടെ നിർമ്മാണത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് ഇനി കാണാം. ക്രിസ്തുവിന്റെ ജനനത്തിന്റെ മഹാജൂബിലി എങ്ങനെ വ്യത്യസ്തമാക്കാമെന്ന ചിന്തയിൽ നിന്നാണ് 2025 നക്ഷത്രങ്ങൾ എന്ന ആശയത്തിലേക്ക് സെന്റ് തോമസ് കുമളി ഫൊറോന ദേവാലയ ഭാരവാഹികൾ എത്തിയത്. പരമ്പരാഗത ശൈലിയിൽ തന്നെ നക്ഷത്രങ്ങൾ നിർമ്മിക്കാമെന്നായിരുന്നു തീരുമാനം. 2 മാസങ്ങൾക്ക് മുമ്പ് ഇതിനായുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് മുളയെത്തിച്ച് കീറി പരുവപ്പെടുത്തി നക്ഷത്രങ്ങളുടെ നിർമ്മാണം ആരംഭിച്ചു. ഇടവക കുടുംബം ഒന്നാകെ നക്ഷത്ര നിർമ്മാണത്തിന്റെ ഭാഗമായതോടെ ലക്ഷ്യത്തിലേക്കുള്ള വേഗത വർദ്ധിച്ചു. ഈശോ ജനിച്ചിട്ട് 2025 വർഷം തികയുമ്പോൾ നമ്മളുടെ ഇടവക ഇതിനു വേണ്ടിയിട്ട് സജീവമായിട്ട് കഴിഞ്ഞ 2-3 മാസമായിട്ട് ഒരുങ്ങുകയാണ്. അത് പലതരത്തിലാണ്. ഒന്ന്, ഈ 2025-നെ സൂചിപ്പിച്ചുകൊണ്ട് ഈ ഇടവകയിലുള്ള എല്ലാ വ്യക്തികളും പങ്കുചേർന്ന് ഓരോ തരത്തിൽ അതിൽ പങ്കുചേർന്നുകൊണ്ട് 2025 നക്ഷത്രങ്ങൾ നമ്മുടെ പരമ്പരാഗതമായ രീതിയിൽ ഉണ്ടാക്കുകയും 24-ാം തീയതി രാത്രിയിൽ അത് കുടുംബാംഗങ്ങൾ തന്നെ പങ്കുചേർന്ന് അത് തെളിക്കുകയും ചെയ്യും. ഇതിൽ ഇടവകയിലെ എല്ലാ ആളുകളും, എല്ലാ വീട്ടിൽ നിന്നും ഒരാളെങ്കിലും ഇത് പങ്കുചേരുന്നുണ്ട്. അത് അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് ഈ ദിവസങ്ങളിൽ വരാം. നമ്മൾ പറഞ്ഞിരിക്കുന്ന ദിവസത്തിന് മുമ്പ് അത് മുഴുവനും പൂർത്തീകരിക്കും. പുതിയ തലമുറയ്ക്ക് പരമ്പരാഗത നക്ഷത്രങ്ങളുടെ നിർമ്മാണ രീതിയുടെ പുത്തൻ പാഠങ്ങളും പഴമക്കാർ പകർന്നു നൽകി. ഇതിനോടകം 1500-ലധികം നക്ഷത്രങ്ങളുടെ നിർമ്മാണം പൂർത്തീകരിച്ചു. ക്രിസ്മസിനെ വരവേറ്റ് 24-ാം തീയതി നക്ഷത്രങ്ങൾ പള്ളിയിൽ തെളിയിക്കും. പഴയകാലത്തിന്റെ ഓർമ്മ പുതുക്കി നക്ഷത്രങ്ങൾക്കുള്ളിൽ തിരിതെളിക്കാനാണ് തീരുമാനം. ക്രിസ്മസിന്റെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുന്ന മഹാറാലി 23-ാം തീയതി നടക്കും. 25ഓളം ക്രിസ്മസ് പ്ലോട്ടുകളും ലിവിംഗ് പുൽക്കൂടുകളും റാലിക്ക് കൊഴുപ്പേകും. ശേഷം 500ഓളം കലാകാരന്മാർ അണിനിരക്കുന്ന പ്രത്യേക പരിപാടിയും ദേവാലയത്തിൽ ക്രമീകരിച്ചിട്ടുണ്ട്. ജനം, ഇടുക്കി.
ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് ദേവാലയങ്ങളെല്ലാം ഒരുങ്ങുകയാണ്. ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ കൂടിയേ ഉള്ളൂ ക്രിസ്മസിന്. അതിന്റെ ഒരുക്കങ്ങൾ എല്ലാ ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു റിപ്പോർട്ടോടുകൂടി നമ്മുടെ പുത്തൻ പുലരി ഇന്ന് സമാപിക്കുകയാണ്. വാർത്തകൾ അവസാനിക്കുന്നില്ല. ഇടവേളയ്ക്ക് ശേഷം ലൈവ് റിപ്പോർട്ട്സ് കാണാം. നമസ്തേ.